Hello my dear students, the Brilliant NEET 2026 Rank Revolution live series Brilliant വക കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു കുറച്ച് ഈ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ പ്രത്യേകത, ഞാൻ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗറിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആൻസർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊട്ടും സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question, observe the following figures and select the option which is incorrect. അപ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് എഴുതാനാണോ ഇൻകറക്റ്റ് എഴുതാനാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇൻകറക്റ്റ് ആണെങ്കിൽ അതിൽ പതുക്കെ പെൻസിലൊക്കെ ഉപയോഗിക്കാമല്ലോ, അത് വെച്ചൊന്നൊരു അണ്ടർലൈനൊക്കെ കൊടുത്തിട്ട് വായിച്ചു നോക്കുക. ശരിയാണെങ്കിൽ ശരിയിട്ട് പോവുക, തെറ്റാണെങ്കിൽ തെറ്റിട്ട് പോവുക. പിന്നെയും ആ ബബിൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കുക, ശരി എഴുതാനാണോ തെറ്റെഴുതാനാണോ അവർ ചോദിച്ചിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം. അപ്പോൾ 3 ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. ബയോളജി ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഫിഗറുകളാണ് അല്ലേ. അപ്പോഴേ നമുക്ക് മനസ്സിലാവണം. ഒന്നാമത്തെ ആ ഫിഗർ നോസ്റ്റോക്കിൻ്റെയാണ്. ഇവിടെ ഹെട്രോസിസ്റ്റ്, ഹെറ്ററോസിസ്റ്റ് നമുക്ക് നൈട്രജൻ ഫിക്സേഷൻ ഉപയോഗിക്കുന്നതാണെന്നറിയാം. ഇത് മ്യൂസിലേജിനസ് ഷീത്ത്. രണ്ടാമത്തെ പടം കൊടുത്തിരിക്കുന്നത് യൂഗ്ലീനയുടെയാണ്. ഫ്ലജല്ലയുള്ള ഇതാണ് നമുക്കറിയാം. മൂന്നാമത് നമ്മൾ ഇട്ടിരിക്കുന്ന പാരമീസിയം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഗള്ളറ്റുണ്ട്. ഫുഡ് ഒക്കെ ഇൻടേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പാട്ടാണെന്നറിയാം. മാക്രോ ന്യൂക്ലിയസും മൈക്രോ ന്യൂക്ലിയസും ഉണ്ട്. ന്യൂക്ലിയർ ഡൈമോർഫിസം കാണിക്കുന്നതാണ് പാരമീസിയം. അതൊക്കെ ഒരു വർഷം വന്ന കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഫിഗർ കാണുമ്പോഴേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് നമുക്ക് പോകാം. ഇൻ ദ ഫിഗർ 1, അതായത് നോസ്റ്റോക്കിൻ്റെ കാര്യമാണ്. ലേബലിംഗ് എ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ലേബലിംഗ് എ എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റ് ആണ്. അതിന് നൈട്രജൻ ഫിക്സേഷന് കപ്പാസിറ്റി ഉണ്ട്. ആ പോർഷൻ ശരിയാ. ലേബലിംഗ് ബി ഈസ് ദ മ്യൂസിലേജിനസ് ഷീത്ത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നമുക്ക് ടിക്കിടാം അല്ലേ. ഇനി സെക്കൻഡ് വൺ, ഫിഗർ 2 എന്ന് പറയുമ്പോഴേ യൂഗ്ലീനയാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കണം. ഈസ് പാരമീസിയം. അപ്പോൾ പാരമീസിയം എന്ന് വന്നുകൊണ്ട് തന്നെ അവിടെ തെറ്റി. ആൻഡ് ഇറ്റ് പോസസ് ഫ്ലജല്ല. ഫ്ലജല്ല ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ അത് പാരമീസിയം അല്ല, പകരമാരാ യൂഗ്ലീനയാണ്. അപ്പോൾ അവിടെ തെറ്റി. ഇൻറ്റു മാർക്കിടാം. ഫിഗർ 3 എന്ന് പറയുമ്പോഴേ പാരമീസിയമാണ്. ഈസ് എ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ശരിയാണ് അല്ലേ. സീലിയാണ് അതിന് ചുറ്റും. അത് മൂവ്മെൻറ്റിന് സഹായിക്കും. പിന്നെ ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിളിനെയൊക്കെ തട്ടി കള്ളറ്റിലേക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ അത് സഹായിക്കുന്ന പോർഷനാണ്. പ്രോട്ടോസോവൻ വിച്ച് പൊസസ് ഗള്ളറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. അപ്പോൾ ഇത് ഗള്ളറ്റ് ആണെന്ന് മനസ്സിലാക്കി അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ശരിയാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഫിഗർ 4ാമത്തെ ഓപ്ഷൻ, ഫിഗർ 1 എന്ന് പറയുമ്പോൾ വീണ്ടും നോസ്റ്റോക്ക് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ കിങ്ഡം മൊണീറ. ശരിയാ, മൊണീറയിൽ വരുന്നതാണ് നോസ്റ്റോക്ക്. ആൻഡ് 2 and 3 യൂഗ്ലിൻ്റെ ആൻഡ് പാരമീസിയം അല്ലേ ആർ ഇൻക്ലൂഡഡ് അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ എന്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻകറക്റ്റ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. ഫിഗർ 2-ലുള്ളത് പാരമീസിയം അല്ല, യൂഗ്ലീനയാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ആൻസറുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻസറുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ഫിഗേഴ്സ് എ ആൻഡ് ബി. എയിൽ കൊടുത്തിരിക്കുന്നത് അസ്പെർജിലസ് ആണ്. അസ്കോമൈസീറ്റസ് മെമ്പറാണെന്ന് ഇവിടെ മെമ്മറിയിലേക്ക് വന്നേക്കണം. അടുത്തത് അഗാരിക്കസ് ആണ്. അത് ബെസിഡിയോമൈസീറ്റസിൽ ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. എ ഈസ് മ്യൂക്കർ എന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ തെറ്റി അല്ലേ. അപ്പോൾ അവിടെ ഫിഗർ എ ആൻഡ് ബി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എടുക്കാനും അല്ലേ. അപ്പോൾ ഇവിടെ മ്യൂക്കർ എന്ന് വന്നപ്പോൾ തെറ്റി. ബി ഈസ് അസ്പെർജിലസ്. ഈ പോർഷൻ ശരിയാ, ഈ പോർഷൻ തെറ്റി. അടുത്തത് എ എന്ന് പറയുന്നത് അസ്പെർജിലസ് ഈസ് എ ഫൈക്കോമൈസീറ്റസ് ഫംഗസ് ആണോ? അല്ല, ഇവിടെ ഫൈക്കോ അല്ല, അസ്കോമൈസീറ്റസ് ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ പോർഷൻ തെറ്റി. ആൻഡ് ബി ഈസ് ബെസിഡിയോമൈസീറ്റസ് ഫംഗസ്. അപ്പം സെക്കൻഡ് പോർഷൻ ശരിയാ, അവിടെയും ആദ്യത്തെ ഭാഗം തെറ്റി. തേർഡ് വൺ, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ ആർ കമ്മിങ് അണ്ടർ ദ സെയിം ക്ലാസ് ഇൻ വിച്ച് എ ബിലോങ്സ്. എയിൽ വന്നിരിക്കുന്നത് അസ്പെർജിലസ് ആണ്, അസ്കോമൈസീറ്റസ് മെമ്പറാണ്. ക്ലാവിസെപ്സും ന്യൂറോസ്പോറയും അസ്പെർജിലസിൻ്റെ കൂടെ തന്നെ വരുന്ന അസ്കോമൈസീറ്റസ് മെമ്പേഴ്സാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് ഫ്രൂട്ടിംഗ് ബോഡി ഇൻ എ, അതായത് ഫ്രൂട്ടിംഗ് ബോഡി ഇൻ അസ്പെർജിലസ് ഈസ് ബെസിഡിയം കാർപ്പ് ആണോ? അല്ല, ഇവിടെ വരേണ്ടത് അസ്കോ കാർപ്പാണ്.
ആൻഡ് ഇൻ ബി ഈസ് അസ്കോകാർപ്പ്. അത് തെറ്റി, അവിടെ വരേണ്ടത് ബെസിഡിയോകാർപ്പ. അസ്കോകാർപ്പ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പോയി അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റി. അപ്പോൾ കറക്റ്റ് ഏതാ എഴുതാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 categories അക്കോർഡിംഗ് ടു ദയർ ഷേപ്പ്. സ്റ്റഡി ദ ഗിവൺ ഫിഗേഴ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദം. അപ്പോൾ ഇത് എപ്പോഴും തന്നെ ക്വസ്റ്റ്യനുകളിൽ കാണുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സ്പൈറൽ ആണെന്നും ആരും തെറ്റിക്കാറില്ല, അത് വിബ്രിയോ ആണെന്നും കോമ ഷേപ്പിടും അങ്ങനെ മാറിപ്പോകാറില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ കോക്കസും ഈ ബാസില്ലസും തമ്മിലാണൊരു കൺഫ്യൂഷൻ വരാറെന്ന് എനിക്കൊരു തോന്നുന്നു. അപ്പം ഞാൻ ഓർത്ത് വെക്കുന്നത് കോക്കസിൻ്റെ ഓ പോലെയാണ്, കണ്ടോ ബാക്ടീരിയ ഷേപ്പ്. ബാസില്ലസിലെ എല്ല് പോലെയാണ്, റോഡ് ഷേപ്പിഡാണ് ബാസില്ലൈ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ബാസില്ലയാണ്, രണ്ടാമത് സ്പൈറല്ല, മൂന്നാമത്തത് കോമ ഷേപ്പ്ഡ് ആയിട്ടുള്ള വിബ്രിയോ, നാലാമത്തത് റൗണ്ട് ഷേപ്പിലുള്ള കോക്കൈ. അപ്പോൾ ഈ ഓർഡറിൽ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ആദ്യം ബാസില്ലായി വരണം, അപ്പോൾ തന്നെ ഇത് രണ്ടുമല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്പൈറല്ല, മൂന്നാമത്തെ വിബ്രിയോ, നാലാമത്തെ കോക്കൈ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 4th one ആണ് അല്ലേ? 4th one. സ്റ്റഡി ദ ഗിവൺ സ്ട്രക്ചർ ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗർ എന്താണെന്ന് നോക്കിക്കേ. ആദ്യത്തേത് എപ്പോഴും നിങ്ങൾ പരിചിതമായിട്ടുള്ളതാണ്, ടൊബാക്കോ മൊസൈക്ക് വൈറസിനെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയോഫേജിനെയാണ് അല്ലേ? ഇതിനെ ബേസിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിഗർ എ ലേബലിംഗ് പി ഈസ് RNA ആൻഡ് ലേബലിംഗ് ക്യൂ ഈസ് ക്യാപ്സിഡ്. ശരിയല്ലേ? നോക്കിക്കേ. ലേബലിംഗ് എ എന്ന് പറയുന്ന ഇതാണ്, അത് RNA ആണ് അല്ലേ? ആൻഡ് ലേബലിംഗ് ക്യൂ ഈസ് ക്യാപ്സിഡ്. ഇങ്ങനെ തന്നെ NCERT കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഇതിനെ മൊത്തം കൂടിയാണ് അല്ലേ? അതിൻ്റെ ഓരോ യൂണിറ്റുകളെയും ക്യാപ്സോമിയർ എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് NCERT ഇങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ ഫിഗറിലും ഇട്ടത്, ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ്, ഫിഗർ ബി ഈസ് ബാക്ടീരിയോഫേജ്. ഫിഗർ ബി ബാക്ടീരിയോഫേജ് ആണ് ശരി. ദാറ്റ് ഈസ് ബാക്ടീരിയ ദാറ്റ് ഇൻഫെക്റ്റ് ദ വൈറസ്. ആണോ? അല്ല. ഇവിടെ വരേണ്ടത് വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ദ ബാക്ടീരിയ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. തേർഡ് വൺ, എ കോസസ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. അത് ശരിയാണ്. ഇൻ ഫിഗർ എ എന്ന് പറയുമ്പോൾ TMV ആണെന്ന് ഓർത്തണം. ക്യൂ ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ്സ് കോൾഡ് ക്യാപ്സോമിയേഴ്സ്. അപ്പോൾ ഇതിലെ ഓരോ സബ് യൂണിറ്റുകളെയും വിളിക്കുന്ന ക്യാപ്സോമിയർ എന്നാണെന്നൂടെ കിട്ടണം. അതിന് മൊത്തം കൂടിയാണ് ക്യാപ്സിഡ്, അതിലെ ഓരോ യൂണിറ്റുകളെയും വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. വരുന്നുണ്ടല്ലോ ഒപ്പം തന്നെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് X, Y ആൻഡ് Z ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. അവിടെയും ഇൻകറക്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മാർക്കാൻഷ്യയാണ് അല്ലേ? ഇത് മാർക്കാൻഷ്യയാണ്. ഇത് അതുപോലെ ഫ്യൂണേറിയ, ഇത് സ്പാഗൻ ആണല്ലോ. അപ്പോൾ അതിൽ ഇത് രണ്ടും, ഇവർ രണ്ടുപേരും എന്നല്ല, ഇത് ലിവർവേർട്ടും ഇവർ രണ്ടുപേരും മൂസുമാണ് അല്ലേ? ബ്രയോഫൈറ്റിൽ 2 ഗ്രൂപ്പുകളുണ്ട്, ലിവർവേർട്ടുണ്ട്, മോസുണ്ട്. ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിൽ വന്നേക്കണം. ലിവർവേർട്ടിലെ റൈസോയിഡ്സ് യൂണിസെല്ലാറാണ്, ഇവിടെ മൾട്ടി സെല്ലാർ ആൻഡ് ബ്രാഞ്ചിലാണ് അല്ലേ? ഇതിന് പ്യുവർ താലസ് പ്ലാൻ ബോഡിക്ക് റൂട്ട് സ്റ്റെം ലീഫ് ഡിഫറൻസിയേഷൻ ഇല്ല, പ്യുവർ താലസ് പോലെ തന്നെ. എന്നാൽ ഇവിടെ ആ താലസിൽ റൂട്ട് പോലെയും സ്റ്റെമ്മ് പോലെയും ലീഫ് പോലെയുമുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടാവും. ആക്ച്വൽ സ്റ്റെം ലീഫ് റൂട്ട് അല്ല. അതുപോലെ ഈ ലിവർവേർട്ടിൽ ഒരു സ്പോർ ജെർമിനേറ്റ് ചെയ്ത ഡയറക്റ്റ് ആയിട്ടുള്ള മച്ചുവർ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവും. എന്നാൽ ഈ മോസസിൽ ഒരു സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ ജുവനൈൽ സ്റ്റേജായ പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ടാവും. അതിനുശേഷമേ മച്ചുവർ സ്റ്റേജായ ലീഫി സ്റ്റേജ് ഉണ്ടാവുള്ളൂ. ലീഫി സ്റ്റേജിൻ്റെ അപ്പെക്സിലാണ് ആന്ത്രിഡിയൽ ക്ലസ്റ്ററും ആർക്കിഗോണിയൽ ക്ലസ്റ്ററും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഓർത്തേക്കണം. പിന്നെ ഫിഗർ കാണുമ്പോഴേ മനസ്സിലേക്ക് ഓർമ്മ വന്നേക്കണം. മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ഹെട്രോതാലിക്കാണ്. ഇത് ആർക്കിഗോണിയോഫോർ ഉള്ള താലസാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ആന്ത്രിഡിയോഫോർ ഉള്ള താലസ് വേറെയുണ്ട് അല്ലേ? ഇവിടെ അതുപോലെ സ്പാഗനത്തിൽ ഈ പോർഷനിൽ ആന്ത്രിഡിയത്തിൻ്റെ ക്ലസ്റ്റർ അല്ലെ ബ്രാഞ്ചും, ഇത് ആർക്കിഗോണിയൽ ബ്രാഞ്ചും. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ആന്ത്രിഡിയോ ആർക്കിഗോണിയും സെയിം താലസെ തന്നെയുണ്ട് അല്ലെ? സെയിം പ്ലാൻ ബോഡിയിലുള്ളതുകൊണ്ട് സ്പാഗനും ഹോമോതാലിക്കുമാണ് കേട്ടോ. ഇതിൻ്റെ സ്പീഷീസുകൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. അതിൽ ഇത് രണ്ടും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. അപ്പോൾ ഇനി വായിച്ചു നോക്കാം. എക്സ് എന്ന് പറയുമ്പോഴേ മാർക്കാൻഷ്യയാണ്. ഈസ് ഹെട്രോതാലിക് ആൻഡ് ഇസഡ് ഈസ് ഹോമോതാലിക്. ശരിയാ, കാരണം ഇതിൽ 2 താലസയിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ്. ഇതിൽ ഒരു താലസെ തന്നെ ആന്ത്രിഡിയോ ആർക്കിഗോണിയം ഉണ്ടാവും. അപ്പോൾ ആ കാര്യം ശരിയാണ്.
സെക്കൻഡ് വൺ ആന്ത്രോസോയിഡ്സ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആർ ബൈഫ്ലജെല്ലേറ്റഡ്. ഓർത്തേക്കണേ, ബ്രയോഫൈറ്റിലെ ആന്ത്രോസോയിഡ് എന്ന് പറയുന്നത് മെയിൽ ഗാമീറ്റ് ആണ്, ബൈഫ്ലജെല്ലേറ്റഡ് ആണ്. ഫ്ലജെല്ല ഉള്ളത് കൊണ്ടാണല്ലോ അതിൻ്റെ മെയിൽ ഗാമീറ്റിന് ഫീമെയിൽ ഗാമീറ്റിൻ്റെ അടുത്തെത്താൻ വാട്ടർ എന്ന മീഡിയം ഉപകാരപ്പെടുന്നത് അല്ലേ. അപ്പോൾ ബ്രയോഫൈറ്റിലെ ആന്ത്രോസോയിഡ്സ് ബൈഫ്ലജെല്ലേറ്റഡ് ആണ്, എന്നാൽ ടെഡോഫൈറ്റ്സിൽ അതെത്തുമ്പോൾ മൾട്ടിഫ്ലജെല്ലേറ്റഡ് ആവും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. തേർഡ് വൺ പ്രോട്ടോണിമ ഒക്കേഴ്സ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് വൈ ആൻഡ് ഇസഡ്. വൈ എന്ന് പറയുന്ന ഫ്യൂണേറിയ, ഇസഡ് സ്പാഗ്നം. അപ്പോൾ മോസിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരു ഗാമറ്റോഫൈറ്റിക് ഫേസിന് ഒരു പ്രോട്ടോണിമ എന്നൊരു ഫിലമെൻ്റ് സ്റ്റേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും ശരിയാണ്. ഇനി ഫോർത്ത് വൺ പ്രിഡോമിനൻറ്റ് സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ നോക്കുമ്പോൾ മാർക്കാൻഷ്യ ആൻഡ് ഫ്യൂണേറിയ ഈസ് ഗാമറ്റോഫൈറ്റ്, വേറസ് ദാറ്റ് ഓഫ് ഇസഡ് ഈസ് സ്പോറോഫൈറ്റ്. അപ്പോൾ ഈ കാണുന്ന സ്പോറോഫൈറ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതാണോ? ബ്രയോഫൈറ്റിലെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണ്. ഒരു കാരണവശാലും തെറ്റിക്കരുത്. ആൽഗയിലും ബ്രയോഫൈറ്റിലും മെയിൻ പ്ലാൻ ബോഡി അല്ലെങ്കിൽ ഡോമിനന്റ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഈസ് ദ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ്. എന്നാൽ ടെഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെം ഈ മൂന്നിലും അതെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആ ചെടി എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസുമാണ് കേട്ടോ. അപ്പോൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതെല്ലാം ഓർത്തേക്കണം. ഇതിൽ മെയിൻ പ്ലാൻ ബോഡിയാണ് ഗാമറ്റോഫൈറ്റ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കിക്കേ, ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സൊക്കെ കാണിച്ചിരിക്കുന്ന ഈ പ്ലാൻ ബോഡിയാണ് അതിൻ്റെ ഗാമറ്റോഫൈറ്റ്. അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് സീറ്റ ക്യാപ്സ്യൂളുള്ള സ്പോറോഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ കൂടെ ഇത്രയും കാര്യങ്ങളൂടെ നിങ്ങളുടെ ഒന്ന് ഓർമ്മയിലേക്ക് വന്നാൽ വളരെ നന്നായിരിക്കും. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അന്ന് എടുത്ത് വായിച്ച് നോക്കി തന്നെ വെച്ചേക്കണം പരീക്ഷയ്ക്ക് മുമ്പ്. ഗാമറ്റോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്വയം നിൽക്കാൻ പറ്റണം അല്ലേ. ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പേരൻസിനെ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവും അല്ലേ. അപ്പോൾ എന്താണ് ഡിപ്പെൻഡ്, എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്ന് ഓർത്തേക്കണം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം നിൽക്കാൻ പറ്റുന്ന ഗാമറ്റോഫൈറ്റ് ഉള്ളത് ആൽഗയിലുണ്ട്, ബ്രയോഫൈറ്റിലുണ്ട്, ഹോമോസ്പോറിക് ആയിട്ടുള്ള ടെഡോഫൈറ്റിലുണ്ട്. ഹോമോസ്പോറസ് ടെഡോഫൈറ്റിലെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രോത്താലസ് ആണ്. അതുകൊണ്ട് ഇനി ഗാമറ്റോഫൈറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതോ ഹെട്രോസ്പോറസ് ടെഡോഫൈറ്റിലല്ല, ജിംനോസ്പെമിലും ആൻജിയോസ്പെമിലുമല്ല. ഹെട്രോസ്പോറസ് ടെഡോഫൈറ്റിൽ ഈ പേരന്റ് സ്പോറോഫൈറ്റ് ആയ സ്ട്രോബൈലിക്കുള്ളിലാണ് അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുക. ജിംനോസ്പെമിൽ മെയിൽ ഗാമറ്റോഫൈറ്റ് പോളംഗ്രീനും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എൻഡോസ്പെമുമാണ്. എൻഡോസ്പെം ഓവിയലിനകത്തും മെയിൽ ഗാമറ്റോഫൈറ്റ് ആയ പോളംഗ്രീൻ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുക. ഇനി ആൻജിയോസ്പെം വന്ന മെയിൽ ഗാമറ്റോഫൈറ്റ് പോളംഗ്രീൻ അത് ആന്തറിനകത്ത്, അതുപോലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് എംബ്രിയോസാക്ക്, അത് ഓവിയലിനകത്ത് അല്ലേ. ഇനി അടുത്തത് സ്പോറോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഇൻ. സ്പോറോഫൈറ്റ് മെയിൻ പ്ലാൻ ബോഡി ആയിട്ടുള്ളത് ടെഡോഫൈറ്റിലും ജിംനോസ്പെമിലും ആൻജിയോസ്പെമിലാണ്. അത് മൂന്നിലും അത് ഇൻഡിപെൻഡൻ്റ് ആണ്. സ്പോറോഫൈറ്റ് നോട്ട് ഇൻഡിപെൻഡൻ്റ് ഇൻ ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്. ജനറലായിട്ട് ആൽഗെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഓർഗാനിസമാണ്. അവരിൽ ഡിപ്ലോയിഡ് ആയിട്ടല്ലേ സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് സൈഗോട്ട് മാത്രം, അത് ആ ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ബ്രയോഫൈറ്റിലും അതെ മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ്, അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് സ്പോറോഫൈറ്റ്. ഇനി ബ്രയോഫൈറ്റിലെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാൻ ബോഡിയാണ്. മോസിൽ ആ ഗാമറ്റോഫൈറ്റിന് പ്രോട്ടോണിമയും ലീഫിയും സ്റ്റേജ് ഉണ്ട്. അതുപോലെ സ്പോറോഫൈറ്റ് അവരുടെ ഫുഡ് സീറ്റ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഈ ഫുഡ് സീറ്റ ക്യാപ്സ്യൂളിൻ്റെ പോർഷൻ ഏത്, അല്ലെ സ്പോറോഫൈറ്റിൻ്റെ പോർഷൻ ഏത് വന്നാലും ഡിപ്ലോയിഡ് ആണെന്ന് ഓർത്തോണം. ഗാമറ്റോഫൈറ്റിൻ്റെ പോർഷൻ ഏതാണ് എങ്കിലും പ്ലോയിഡ് എഴുതാൻ വന്നാൽ അത് ഹാപ്ലോയിഡ് ആണെന്ന് ഓർത്തേക്കണം. ടെഡോഫൈറ്റിലെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പ്രോത്താലസ് ആണ്. ഹോമോസ്പോറസിൻ്റെ കാര്യമാണ്. സ്പോറോഫൈറ്റ് മെയിൻ പ്ലാൻ ബോഡിയാണ്, വിച്ച് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ട്രൂ റൂട്ട് സ്റ്റെം ആൻഡ് ലീവ്സ്. ബ്രയോഫൈറ്റിലും ടെഡോഫൈറ്റിലും ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് മെയിൽ ഗാമീറ്റുകൾക്ക് ഫീമെയിൽ ഗാമീറ്റിൻ്റെ അടുത്തെത്തണമെങ്കിൽ വാട്ടർ എന്ന മീഡിയം നെസസറിയാണ്. അതുകൂടെ ഓർക്കുക. ജിംനോസ്പെംസിൽ ഗാമറ്റോഫൈറ്റ് മെയിൽ ഗാമറ്റോഫൈറ്റ് പോളംഗ്രീനും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എൻഡോസ്പെമുമാണ്. സ്പോറോഫൈറ്റ് മെയിൻ പ്ലാൻ ബോഡി തന്നെ. അതുപോലെ ആൻജിയോസ്പെമിൽ ഗാമറ്റോഫൈറ്റ് മെയിൽ ഗാമറ്റോഫൈറ്റ് പോളംഗ്രീനും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോസാക്കുമാണ്. അതുപോലെ സ്പോറോഫൈറ്റ് മെയിൻ പ്ലാൻ ബോഡി അതിൻ്റെ സ്പോറോഫൈറ്റും. ജിംനോസ്പെമിൽ എൻഡോസ്പെം ഹാപ്ലോയിഡ് ആണ്, ഫോംഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ്. എന്നാൽ ആൻജിയോസ്പെമിലെ എൻഡോസ്പെം ട്രിപ്ലോയിഡ് ആണ്, ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ഓർത്ത് വയ്ക്കണം. അതുപോലെ ജിംനോസ്പെമിലും ആൻജിയോസ്പെമിലും അതുപോലെ ഹെട്രോസ്പോറസ് ടെഡോഫൈസിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അത് പേരൻറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആൽഗെ ആൻഡ് ദ ക്ലാസ് ഇൻ വിച്ച് ദ ബിലോങ്. ആൽഗെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ഏത് ക്ലാസ്സിൽ വരുന്നു എന്നും. ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിഗർ ഡിക്റ്റിയോട്ടയുടെയാണ്, അതൊരു ബ്രൗൺ ആൽഗയാണ്. അതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പോളിസൈഫോണിയാണ്, അതൊരു റെഡ് ആൽഗയാണ്. അപ്പം ഏത് ഓപ്ഷനിൽ വരും? ഡിക്റ്റിയോട്ട എന്നുള്ളത് വരും. അതുകൊണ്ട് തന്നെ ഇതും പോയി അല്ലേ. ഡിക്റ്റിയോട്ട ബ്രൗൺ ആൽഗയാണ്, അപ്പോൾ ഡിക്റ്റിയോട്ട ഫിയോഫൈസി എന്നുള്ള പോർഷൻ എടുത്തു. പോളിസൈഫോണിയ റെഡ് ആൽഗയാണ്, റോഡോഫൈസിയെ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. ഫോർത്ത് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന അത് രണ്ടും സെയിം ക്ലാസ്സിലാണെന്നുള്ള പോലെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട
ആൽഗയുടെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളും അത് പെട്ടെന്നുള്ള ക്വിക്ക് റിവിഷനെ ഞാൻ സ്പീഡിൽ പോവും. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഗ്രീൻ ആൽഗ, ബ്രൗൺ ആൽഗ, റെഡ് ആൽഗ എന്ന് കൊടുത്തിരിക്കുന്നത് തന്നെ അതിലുള്ള പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റിനെ വെച്ചിട്ട് കളർ വെച്ചിട്ടാണ്. അതിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്, അതായത് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നത്. ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ എ ആൻഡ് ബി, ബ്രൗൺ ആൽഗയിൽ എ ആൻഡ് സി, റെഡ് ആൽഗ എ ആൻഡ് ഡി. ആക്സസറി പിഗ്മെൻറ്റ്, ചിലരുടെ വിചാരം ആക്സസറി പിഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഫോട്ടോസിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, additional pigments which are also helping in photosynthesis. Green algae അത് കരോട്ടിനോയിഡ് ആണ്. ബ്രൗൺ ആൽഗയിൽ കരോട്ടിനോയിഡും സന്തോഫിലും, ആ സന്തോഫിൽ ബ്രൗൺ കളറാണ് ബ്രൗൺ ആൽഗയ്ക്ക്, ആ ബ്രൗൺ കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്യൂക്കോസാന്തിനാണ്. റെഡ് ആൽഗയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ആർഫൈക്കോഎറിത്രിനാണ്. അതുപോലെ സ്റ്റോർഡ് ഫുഡ്, ഗ്രീൻ ആൽഗയിൽ സ്റ്റാർച്ചും ബ്രൗൺ ആൽഗയിൽ മാനിറ്റോൾ ഓർ ലാമിനാരിൻ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഫോമുകളാണെന്ന് പറയുന്നുണ്ട്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ് റെഡ് ആൽഗയിൽ. അതുപോലെ പ്ലാൻ ബോഡി യൂണിസെല്ലാറും കൊളോണിയലും ഫിലമെൻറ്റസും എല്ലാം ഗ്രീൻ ആൽഗയിലും ഉണ്ടാവും. എന്നാൽ ബ്രൗൺ ആൽഗയിലും റെഡ് ആൽഗയിലും മൾട്ടി സെല്ലാർ ഫോമുകളേ ഉള്ളൂ. അപ്പോൾ മൾട്ടി സെല്ലാറിൽ തന്നെ സിമ്പിൾ ടു പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആണ് ബ്രൗൺ ആൽഗ. എക്ടോകാർപ്പസ് സിമ്പിൾ ബ്രാഞ്ചഡ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധയിലുണ്ടാവണേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 തരമാണ് നമുക്കറിയാവുന്നത്. ഐസോഗമിയുണ്ട്, അനൈസോഗമിയുണ്ട്, ഊഗമിയുണ്ട്. ഈ 3 തരം സെക്ഷൽ റീപ്രൊഡക്ഷനും ഗ്രീൻ ആൽഗയും ബ്രൗൺ ആൽഗയും കാണിക്കും. പക്ഷേ റെഡ് ആൽഗയെ ഊഗമി മാത്രമേ കാണിക്കുള്ളൂ, പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം. അതുപോലെ ഫ്ലജല്ല ഗ്രീൻ ആൽഗയിൽ 2 to 8 ആണ്. അപ്പോൾ അത് ഓർഗനിസ്റ്റിൽ ഉള്ളതാണെന്ന് ചിലതിൽ തെറ്റിദ്ധരിക്കും. അല്ല, ഗ്യാമീറ്റിലും സൂസ്പോറിലും ഉള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 to 8 ആണ് ഫ്ലജല്ല. ഈക്വൽ ലെങ്ത് ആണ്, എപ്പിക്കലി അറ്റാച്ച്ഡ് ആണ്, അതായത് മോളിൽ നിന്നായിരിക്കുമേ. എന്നാൽ ബ്രൗൺ ആൽഗയിൽ 2 ഫ്ലജല്ലേ ഉള്ളൂ, അൺഈക്വൽ ആണ്, ലാറ്ററലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഫ്ലജല്ല ടോട്ടലി ആബ്സെൻറ്റ് ഇൻ റെഡ് ആൽഗെ. അപ്പോൾ മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ഒന്നും ലൈഫ് സൈക്കിളിൽ ഇല്ല ആരുടെ? റെഡ് ആൽഗയിൽ. അതുപോലെ സെൽവോൾ മെറ്റീരിയൽ എല്ലാത്തിലും ഇന്നർ സെൽവോൾ സെല്ലുലോസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നത്, പുറത്തൂടെ വരുന്നതാണ് അഡീഷണൽ ആയിട്ട് വരിക. ഗ്രീൻ ആൽഗയിൽ ഇന്നർ സെല്ലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ് ആണ്. ബ്രൗൺ ആൽഗയിൽ ഇന്നർ സെല്ലോസ് ആൻഡ് ഔട്ടർ ആൾജിൻ ആണ്. റെഡ് ആൽഗയിൽ ഇന്നർ സെല്ലോസും ഔട്ടർ പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്റേസും ഉണ്ടാവേ. അതുപോലെ ഹാബിറ്റാറ്റ് വെച്ചിട്ട് ഒരു നീറ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫ്രഷ് വാട്ടർ ഫോമുകളും ബ്രാക്കിഷ് എന്ന് പറഞ്ഞാൽ നോട്ട് സോൾട്ടി ആസ് സോൾട്ട് വാട്ടർ, നോട്ട് ഫ്രഷ് ആസ് ഫ്രഷ് വാട്ടർ, അങ്ങനെയാണ്. അപ്പോൾ രണ്ടും കൂടെ കലർന്നിരിക്കുന്ന സ്ഥലമാണ്. സോൾട്ട് വാട്ടർ ഉണ്ട്, അത് എല്ലാം നോർമൽ കണ്ടീഷനിലാണ്. 3ലും അങ്ങനെ ഇന്നതിൽ കൂടുതൽ ഇന്നതിൽ കുറവെന്ന് പറയാനില്ല. എന്നാൽ ബ്രൗൺ ആൽഗയിൽ ഫ്രഷ് വാട്ടർ ഫോമുകൾ റയറാണ്, അത് വെച്ചിട്ടാണ് വന്നത്. ബ്രാക്കിഷ് വാട്ടറും സോൾട്ട് വാട്ടറും നോർമൽ രീതിയിൽ. റെഡ് ആൽഗയിൽ ഫ്രഷ് വാട്ടർ ഫോമുകൾ കുറച്ചേ ഉള്ളൂ, ബ്രാക്കിഷ് വാട്ടറും അതുപോലെ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ സോൾട്ട് വാട്ടർ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധയിലുണ്ടാവണം. ഓർത്ത് വെക്കേണ്ട എക്സാമ്പിൾസ് ഗ്രീൻ ആൽഗയിൽ ക്ലാമിഡമോണസ്, യൂളോത്രിക്സ്, സ്പൈറോഗേറ, വോൾവോക്സ്, ക്യാര, ഇത്രയും എക്സാമ്പിൾ ഓർക്കണം. ബ്രൗൺ ആൽഗയിൽ ലാമിനേറിയ, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്, സെക്ടോകാർപ്പസ്, സർഗാസം, അത്രയെണ്ണം. റെഡ് ആൽഗയിൽ ഗ്രാസിലേറിയ, ജെലീഡിയം, പോർഫൈറ, പോളിസൈഫോണിയ. അപ്പോൾ ഓർക്കാൻ എളുപ്പത്തിന് റെഡ് ആൽഗയിൽ 2 Gയും 2 Pയും ആണെന്ന് ഓർക്കുക. ആ ജിയോ പിയോ കൂട്ടിയുള്ളതൊന്നും ഇപ്പോഴത്തെ ഗ്രൂപ്പുകളിലൊന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ റെഡാണ് എന്നൊക്കെ സെലക്ട് ചെയ്യാൻ വരുമ്പോൾ എളുപ്പമുണ്ടാവും. അതുപോലെ ഇത് ഞാൻ പർട്ടിക്കുലറായിട്ട് ഒരു പാർട്ടിയിലും ഉൾപ്പെടുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഓർക്കാൻ എളുപ്പത്തിനൊരു വാചകം എടുക്കുക. ഇത് എന്താ LDF വരും, എല്ലാം ശരിയാവും എന്ന് പറയാറില്ലേ. ഓക്കെ, L ലാമിനേറിയ, D ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്, F ഫ്യൂക്കസ്, E എക്ടോകാർപ്പസ്, S സർഗാസം. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും പരീക്ഷയ്ക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ട്രിക്കുകളൊക്കെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല. എക്സാമിന് എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വരണം, അതല്ലേ ഉള്ളൂ. അതിന് സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതും പെട്ടെന്നൊരു ക്വിക്ക് റിവിഷന് സഹായിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഫോൾസ് അബൌട്ട് ദ ഗിവൺ ഫിഗർ. തെറ്റേതാണെന്നാണ്? സെലാജിനെല്ലയാണെന്ന് പടത്തിന്നേ പെട്ടെന്നേ മനസ്സിലാവണം, ഇത് സെലാജിനെല്ലയാണ്. അപ്പോൾ സെലാജിനെല്ലയുടെ കാര്യമുണ്ടല്ലോ, ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സെലാജിനെല്ല ഹെട്രോസ്പോറസ് ആണ്. 2 തരത്തിലുള്ള സ്പോറുണ്ട്, മൈക്രോസ്പോറും മാക്രോസ്പോറും ഉണ്ട്. ഹെട്രോഫിലസ് ആണ്, 2 തരത്തിലുള്ള ലീഫ് ഉള്ളതാണ്, കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. അപ്പോൾ അവർ മൈക്രോഫിലസ് ആണ്. പൊസസ് സ്ട്രോബൈലി അല്ലെങ്കിൽ കോണുണ്ടാവും, ബിലോങ്സ് ടു ലൈക്കോപ്സിറ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവണേ. നമുക്ക് പഠിക്കാനുള്ളത് 4 ക്ലാസ്സാണ് ടെഡോഫൈറ്റിലുള്ളത്. ലൈക്കോപ്സിഡയിൽ ലൈക്കോപോഡിയം ഉണ്ട്, സെലാജിനെല്ല ഉണ്ട്, സൈലോപ്സിഡയിൽ സൈലോട്ടോ ഉണ്ട്, സ്പീനോപ്സിഡയിൽ ഇക്വിസിറ്റോ ഉണ്ട്, ടീറോപ്സിഡയിൽ ടെറിസും ട്രയോപ്റ്റെറിസും ഏഡിയാൻറ്റും പഠിക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസ് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് സ്പീനോസ്പിഡ. അത് തന്നെ തെറ്റിപ്പോയില്ലേ, ഇവിടെ വരേണ്ട ഏതാ? ലൈക്കോപ്സിഡ. ലൈക്കോപ്സിഡയിൽ ലൈക്കോപോഡിയം ഉണ്ട്, സെലാജിനെല്ലയും ഉണ്ട്. ഇറ്റ് ഈസ് ഹെട്രോസ്പോറസ്, അത് ശരിയാണ്. ഇറ്റ് പൊസസ് സ്ട്രോബൈലി എന്ന് പറയുന്നത് ശരിയാണ്. ഇറ്റ് പൊസസ് മൈക്രോഫിൽസ്, അതും ശരിയാണ്. കുഞ്ഞു കുഞ്ഞു ഇലകളായതുകൊണ്ട് ഇലകളുടെ ബാക്കിലല്ല സ്പോർ വെച്ചേക്കുക, പകരം സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള സ്പോറോഫിൽസ് എല്ലാം കൂടി ഒരു സ്ട്രോബൈലി അല്ലെങ്കിൽ കോണ് ഓരോന്നിൻ്റെയും മറ്റും പോർഷനിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ
1. ചെയ്തു വരുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് സ്പീഡിലങ്ങ് പോവുകയാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഫിഗർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ കാണുമ്പോഴേ ടെഡോഫൈറ്റിലെ സാൽവീനിയ എന്ന മെമ്പറാണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് അക്വാട്ടിക് ഫേണാണ്, ഒരു അക്വാട്ടിക് ഫേണാണ്. അതുപോലെ തന്നെ അതിന് 2 തരത്തിലുള്ള ഇലകളുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ലെവലിന് മുകളിലേക്കുള്ളത് എൻഡിയർ ലീവ്സും വാട്ടറിൻ്റെ ലെവലിന് താഴേക്കുള്ളത് ഇത് ഡിസെക്റ്റഡ് ലീഫുമാണ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ലീഫ് ഉണ്ട്. അതുകൊണ്ട് ഹെട്രോഫിലസ് ആണ്, ഹെട്രോസ്പോറസ് ആണ്. അതുപോലെ തന്നെ അക്വാട്ടിക് ആണെന്ന് ഓർത്തേക്കണം. റൂട്ട്ലെസ് ടെഡോഫൈറ്റ് ആണ്. കണ്ടോ, ഇത് റൂട്ടാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഫിഗറിൽ കണ്ടാൽ തോന്നും, പക്ഷെ അത് റൂട്ടല്ല, ഡിസെക്റ്റഡ് ലീഫുകളാണ് ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിലൂടെയാണ് സ്പൊറാഞ്ചിയം ഉണ്ടാകുക. അങ്ങനെയാണത് റൂട്ടല്ല, ലീഫിൻ്റെ പോർഷനാണെന്ന് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ. അപ്പോൾ അതിനെപ്പറ്റി എന്താ എടുക്കേണ്ടത്? കറക്റ്റ് ഓപ്ഷനാണ്. ഇറ്റ് ഈസ് ആൻ അക്വാട്ടിക് ഫേൺ വിച്ച് ഈസ് ഹെട്രോസ്പോറസ്. ശരിയല്ലേ? നോക്കിക്കേ, ശരിയാ. അതുപോലെ ഇറ്റ് ഈസ് റൂട്ട്ലെസ് ടെഡോഫൈറ്റ്, അതും കറക്റ്റാണ്. ഇത് റൂട്ടല്ല, ഡിസെക്റ്റഡ് ലീഫാണ്. ഇറ്റ് ഈസ് സാൽവീനി ആൻഡ് ഈസ് ഹെട്രോഫിലസ്. 2 തരത്തിലുള്ള ലീഫ്. എൻഡിയർ ലീഫാണ് വാട്ടർ ലെവലിന് മുകളിലേക്ക്, വാട്ടർ ലെവലിന് താഴേക്ക് ഡിസെക്റ്റഡ് ലീഫ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഫോർ ഓൾ ദ എബവ്. ഓക്കെ. Next question, identify the different types of estivation A, B, C and D and select the correct option. അപ്പോൾ ഓരോന്നും എന്താണെന്ന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? ഇത് 1 സൈഡ് ഇൻ ആൻഡ് 1 സൈഡ് ഔട്ടാണ്. അപ്പോൾ അത് 1 സൈഡ് ഇൻ ആൻഡ് 1 സൈഡ് ഔട്ടാണ്. അപ്പോൾ ഇത് ട്വിസ്റ്റഡ് ആണ്. നമ്മൾ എഴുതി വെച്ചത് ഇംബ്രിഗേറ്റ് എന്ന് അല്ലേ? നോക്കാവേ, ഇതിലാണ് ഇതിങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, മറ്റത് കളഞ്ഞു. ഇത് ഇംബ്രിഗേറ്റ്. ഇത് 1 സൈഡ് ഇൻ ആൻഡ് 1 സൈഡ് ഔട്ട് വന്നാൽ അത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈസ്റ്റിവേഷൻ ആണ്. ഇത് ഒരെണ്ണം കംപ്ലീറ്റ്ലി ഔട്ടാണ്. കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഇന്നാണ്, ബാക്കി പാർഷ്യലി ഇൻ ആൻഡ് പാർഷ്യലി ഔട്ടാണ്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്ച്ചതറേ ഉള്ളൂ, അതുകൊണ്ടത് വാൽവേറ്റ് ആണ്. ഇത് ഈ ലെഗ്മിനോസ ഫാമിലിയിലൊക്കെ ബീൻ പോലെയുള്ളതിലുള്ള ഈസ്റ്റിവേഷനാണ്. 5 പെറ്റൽസ് ആണ് ഉള്ളത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് പെറ്റലാണ്. ഇത് 2 വിങ് പെറ്റൽ, ഇത് കീൽ പെറ്റൽ. അപ്പോൾ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താണ് ഇരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഈസ്റ്റിവേഷൻ വെക്സിലറി ഈസ്റ്റിവേഷൻ എന്നാണ്. അപ്പോൾ ആദ്യത്തേത് ട്വിസ്റ്റഡ് ആണ്, 2 ബി ഇംബ്രിഗേറ്റ്, സി വാൽവേറ്റ് ആൻഡ് ഡി വെക്സിലറി. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ അതിൽ ബാക്കിയുള്ളതും കൂടെ ക്യുക്ക് റിവിഷൻ ഒന്ന് ഓർത്തേക്കണം. ഇംബ്രിഗേറ്റിന് നമുക്ക് പഠിക്കാനുള്ള കാഷ്യ ആൻഡ് ഗുൾമോഹറാണ്. ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷന് പഠിക്കാനുള്ള ചൈന റോസും ലേഡീസ് ഫിംഗറും കോട്ടണും ഉണ്ട്. വാൽവേറ്റിന് കലോട്രോപ്പിസ്, വെക്സിലറിക്ക് പിയും ബീനുമാണ്. അപ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻ 4. Next question, go through the given figures showing relative position of different floral parts on the thalamus and then select the correct option. അപ്പോൾ ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ വന്നിട്ടും ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യത്തെ ഫിഗർ കൊടുത്തിരിക്കുന്നത് ഹൈപ്പോഗൈനസാണ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ബിലോ, അതായത് ഗൈനീഷ്യം എബോ ആയിട്ട് അതിൻ്റെ ബാക്കി ഫ്ലോറൽ വേൾസ് എല്ലാം അതിന് ബിലോ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഹൈപ്പോ എന്ന വാക്കിൻ്റെ അർത്ഥം ബിലോ എന്നാണ്. അതായത് ഗൈനീഷ്യം സുപ്പീരിയർ പൊസിഷനിലും ബാക്കി എല്ലാ ഫ്ലോറൽ പാർട്സും അതിന് താഴെ. ബാക്കി ഈ 2 ഫിഗറും പെരിഗൈനസാണ്. അപ്പോൾ ഒരു തവണ ഈ 2 ഫിഗർ കൊടുത്തിട്ട് അപ്പോൾ പെരിഗൈനസ് ആൻഡ് പെരിഗൈനസ് എന്ന് സെലക്ട് ചെയ്യാൻ വന്നിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ഓവറി അതിൻ്റെ തലാമസ് ഇച്ചിരി വളർന്നിട്ട് ഒരു കപ്പ് പോലെയായിട്ട് ആ റിമ്മേന്നാണ് ഫ്ലോറൽ പാർട്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹാഫ് ഇൻഫീരിയർ പൊസിഷനിൽ ഓവറി ഇരിക്കും. എന്നാൽ ലാസ്റ്റിലുള്ളത് എപ്പിഗൈനസ് ആണ്, ഓവറി ഇൻഫീരിയർ വരും. അപ്പോൾ അതിൻ്റെ തലാമസ് വളർന്ന് ആ മൊത്തം ഓവറിയെ കവർ ചെയ്ത് പോകും. എന്നിട്ട് ആ മുകളിലെ പൊസിഷനിൽ നിന്നാണ് ബാക്കി ഫ്ലോറൽ പാർട്സ് എല്ലാം വരിക. അപ്പോൾ ആൻസർ ചെയ്ത് വരും. ആദ്യത്തെ ഹൈപ്പോഗൈനസ് ആണ്, പിന്നെ 2 പെരിഗൈനസ് ആണ്, ലാസ്റ്റ് 1 എപ്പിഗൈനസ് ആണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ അവിടെയും ഒരു ക്വിക്ക് റിവിഷൻ ഇരിക്കട്ടെ. ഹൈപ്പോഗൈനസ് ഓവറി സുപ്പീരിയർ ആയിട്ട് പഠിക്കാനുള്ളത് മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. അതുപോലെ പെരിഗൈനസിൽ ഓവറി ഹാഫ് ഇൻഫീരിയർ ആണ് പഠിക്കാനുള്ള പ്ലാന്റുകൾ പ്ലം, റോസ്, പീച്ച്. എപ്പിഗൈനസ് ഓവറി ഇൻഫീരിയർ ആണ് ഗുവ, കുക്കുംബർ, റേ ഫ്ലോറൻസ് ഓഫ് സൺഫ്ലവർ. അത്രയും ഓർമ്മയിൽ വന്നേക്കണേ. Next question, given figure represents longitudinal section of a monocotyledon seed. Identify the parts labeled as A, B, C and D from the list 1 to 7 and select the correct option. അപ്പോൾ ഓരോന്നും എന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോരാ, അത് ഇതിനകത്ത് ഏതിലാണോ വരുന്നത് അത് വേണം എടുക്കാൻ. അപ്പോൾ ആദ്യം എ വായിച്ചു നോക്കാം നമുക്ക്. എയിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് കോളിയോപ്റ്റൈല. കോളിയോപ്റ്റൈല വന്നിരിക്കുന്ന ഏത് ഓപ്ഷനിലാണ്? 2-ലാണ്. അപ്പോൾ ഫസ്റ്റ് ഭാഗം തന്നെ 2 വരണേ. രണ്ടാമത്തത് ബി എന്ന് കൊടുത്തിരിക്കുന്നത് റാഡിക്കിളാണ്. റാഡിക്കിൾ എത്രാമത്തേലാണ് വരിക?
അഞ്ചാമത്തേലാണ് വരിക. അപ്പോൾ രണ്ടാമത്തെ 5 വരണം. ഇനി സി എന്ന് പറയുന്നത് കോളിയോറൈസിയാണ്. പ്രൊട്ടക്റ്റീവ് കവറേജ് ഓഫ് റാഡിക്കൽ മോണോക്കോട്ടിലേ ഉള്ളൂ എന്ന് പ്രത്യേകം ഓർത്തേക്കണം. അപ്പോൾ കോളിയോറൈസ വന്നിരിക്കുന്നത് 7ലാണ്. അപ്പോൾ അടുത്തത് 7 വരണം. ഇനി അടുത്ത ഡി ആണ്, ഓർഡറിലല്ല, അത് സ്ക്യൂട്ടെല്ലമാണ്. സ്ക്യൂട്ടെല്ലം വന്നിരിക്കുന്നത് മോണോക്കോട്ടെമ്പറിലുള്ള സിംഗിൾ കോട്ടിലിടനാണ് സ്ക്യൂട്ടെല്ലം, അത് 1ലാണ് വന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2, A2, B5, C7 ആൻഡ് D1. അപ്പോൾ ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം, നീറ്റ് എക്സാമിൽ വന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫിഗർ മോർഫോളജിയുടെ ചാപ്റ്ററിലുമുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആ ചാപ്റ്ററിലും ഇതേ ഫിഗർ കിടപ്പുണ്ട്. അപ്പോൾ ഒരു തവണ വന്നപ്പോൾ ഇത് കണ്ടോ, ഇത് റാഡിക്കൽ എന്ന് പറഞ്ഞ് ബി ആ വരയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ വരയിലേക്കാണ് ലേബലിംഗ് വന്നിരിക്കുന്നത്. എന്നാൽ അതേ ഫിഗർ അടുത്ത ചാപ്റ്ററിൽ വന്നപ്പോൾ അകത്തെ ഭാഗത്തേക്ക് ലേബലിംഗ് വന്നു റാഡിക്കൽ. കണ്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ കവറിംഗ് ആണ് കോളിയോറൈസ. ഒരു തവണ ഇതെല്ലാം മാച്ചിട്ട് ABCD ഇട്ടിട്ട് റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചാൽ റാഡിക്കൽ നിന്നാണെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. പക്ഷേ അപ്പോൾ അവർ കോളിയോറൈസ ഉണ്ടല്ലോ എന്നുള്ളത് ചിലരെങ്കിലും മറന്നുപോയി. അപ്പോൾ മോണോക്കോട്ട് എംബ്രിയോയുടെ പ്രത്യേകതയാണ് റാഡിക്കലിന് കവറിംഗ് ആയിട്ട് കോളിയോറൈസയും പ്ലിമ്യൂളിന് കവറിംഗ് ആയിട്ട് കോളിയോപ്റ്റൈലും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ 2. Next question, study carefully the given floral diagram and select the option which correctly represents the related floral formula. അപ്പോൾ പ്രത്യേകിച്ച് ഏത് ഫാമിലിയുടെ എന്ന് കണ്ടുപിടിക്കാനല്ല, ഈ ഫ്ലോറൽ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോറൽ ഫോർമുല ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. നമ്മൾ ആദ്യം എഴുതുന്നത് ബൈസെക്ഷൽ ആണോ, ആക്ടിനോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ എന്നാണ്. ആക്ടിനോമോർഫിക് ആണെങ്കിൽ ഈക്വൽ ഹാഫായിട്ട് എനി പ്ലെയിനിലൂടെ മുറിച്ചാലും കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും എല്ലാം ഈക്വൽ ഹാഫ് ആക്കുമെങ്കിൽ അത് ആക്ടിനോമോർഫിക്കാണ്. ഒറ്റ ഒരു പ്ലെയിനിലൂടെ മുറിക്കാൻ 2 പീസാക്കാൻ പറ്റുള്ളൂ, ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുള്ളെങ്കിൽ അത് സൈഗോമോർഫിക്കാണ്. ഇത് ഏത് പാർട്ടിലൂടെയും നമുക്ക് ഈക്വൽ ഹാഫ് ആക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്ടിനോമോർഫിക്കാണ്. നോക്ക്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്, അതുകൊണ്ട് അത് ബൈസെക്ഷലാണ്. അതുപോലെ ഇതാണ് പെറ്റല്. അപ്പോൾ 1, 2, 3, 4, 5 ഉണ്ട്. 5 പെറ്റൽസ് ഉണ്ട്, യുണൈറ്റഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാമോ പെറ്റലസ് ആണ്. അപ്പോൾ പെറ്റൽസ് 5 ആണ്, ഗ്യാമോ പെറ്റലസ് ആണ്. ഇനി സെപ്പലാണിത്, 1, 2, 3, 4, 5, അതും 5 ആണ്, അതും യുണൈറ്റഡ് ആണ്. അപ്പോൾ ഗ്യാമോ സെപ്പലസ് ആണ്. സ്റ്റേമൻസ് 1, 2, 3, 4, 5 ഉണ്ട്. 5 ഉണ്ട്, അത് പെറ്റലിലേക്ക് കണക്റ്റഡുമാണ്. അതുകൊണ്ട് സ്റ്റേമൻസ് 5 ആണ്. എപ്പി പെറ്റലസ് ആണ്, കണക്ഷന് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഗൈനീഷ്യത്തിൻ്റെ കാര്യം ബൈകാർപ്പിലറി ആണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. സിങ്കാർപ്പസ് ആണ്, യുണൈറ്റഡ് ആണ്. ഇത് സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ പറ്റില്ല, ഫ്ലോറൽ ഫോർമുലയിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഉള്ളതെല്ലാം ഏതിലാന്ന് നോക്കിക്കേ. ഇത് ബൈസെക്ഷലാണ്, ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷലാണ്, പെറ്റൽസ് 5 ആണ്, ഗ്യാമോ പെറ്റലസ് ആണ്, സെപ്പൽസ് 5 ആണ്, ഗ്യാമോ സെപ്പലസ് ആണ്, ആൻഡ്രീഷ്യം 5 ആണ്. അത് തമ്മിൽ കണക്ഷൻ ഇല്ല, അതുകൊണ്ട് ഫ്രീ ആണ്. പക്ഷേ എപ്പിപെറ്റലസ് ആണ്. ഗൈനീഷ്യം ബൈകാർപ്പിലറി ആണ്, അതുപോലെ ഗൈനീഷ്യം സുപ്പീരിയർ പൊസിഷനിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളത് ഓപ്ഷൻ 4ലാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. ബാക്കിയുള്ളതൊന്നും മറന്നു പോയേക്കരുത്. ഇത് ഫാബേസിയയുടെ ആണ്, സൈഗോമോർഫിക് ആയിട്ടുള്ളത്. ബൈസെക്ഷലാണ്, K5C. നമ്മുടെ ഇതില്ലേ, നമ്മുടെ വെക്സിലറി ഈസ്റ്റിവേഷനിലെ 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ, 2 കിൽ പെറ്റൽ. ആൻഡ്രീഷ്യം 9+1 ഡൈ അഡൽഫസ് എന്ന് പറയുന്നില്ലേ, 9+2 ബണ്ടിലായിട്ടാണ്. 9 എണ്ണം യുണൈറ്റഡും 1 ഫ്രീയും. അതുപോലെ ഗൈനീഷ്യം അതുപോലെ തന്നെ 1. ഇത് അടുത്തത് മാൽവേസിയയുടെ അഡീഷണൽ ആഡ് ചെയ്ത ഫാമിലിയാണ് കേട്ടോ. എപ്പിക്കാലിക്സിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത 3rd 1 ഇത് ബ്രാസിക്കസി. അതിൻ്റെ ഫാമിലിയായിട്ട് ഫുൾ ഡീറ്റെയിൽസ് പഠിക്കാനല്ല, ആ ഫ്ലോറൽ ഡയഗ്രം തന്നിട്ടുണ്ട് NCERTയിൽ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത്രയും കൂടെ ഫാമിലികളുടെ, ഇപ്പോൾ ഈ എല്ലാ ഫാമിലികളുടെയും ഫുൾ ഡീറ്റെയിൽസ് പഠിക്കണമെന്നൊക്കെ ഇപ്പോഴും പിള്ളേർ ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് എനിക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല എങ്കിൽ ഫ്ലോറൽ ഫോർമുല പഠിക്കുക. ഫ്ലോറൽ ഫോർമുലയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഫാമിലിയുടെ കാര്യങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. Next question, identify the types of vascular bundles in the given figure 1 and 2 and select the correct option. ആദ്യത്തിൽ ഫ്ലോയും സൈലോ ഉണ്ട്, ഇടയ്ക്കൂടെ കേമ്പിയും ഇല്ല, അതുകൊണ്ട് അത് ക്ലോസ്ഡാണ്. സെയിം റേഡിയസിലായതുകൊണ്ട് അത് കൺജോയിൻ്റ് ആണ്. വാസ്കുലർ ബണ്ടിൽസ് നിന്ന് കിട്ടണം. ഇതും കൺജോയിൻ്റ് തന്നെ, പക്ഷേ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയിൽ വാസ്കുലർ കേമ്പിയും ഉണ്ട്, അതുകൊണ്ട് അത് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3, കൺജോയിൻറ്റ് ക്ലോസ്ഡ് ആൻഡ് കൺജോയിൻറ്റ് ഓപ്പൺ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഞാൻ ഇതിവിടെ ഒന്ന് ഇടാൻ കാരണം റൂട്ടിലുള്ളത് റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം ഇത് സൈലത്തിൻ്റെ
ഗ്രൂപ്പും ഇത് ഫ്ലോയത്തിൻ്റെ ഗ്രൂപ്പുമാണ്. അത് സെയിം റേഡിയസിലല്ല, അതുകൊണ്ട് അതിനെ റേഡിയൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ അതിനെ വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കത്തില്ല. ഇങ്ങനെയാണെങ്കിലാണ് വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. അത് ഓർത്തേക്കണം. ആൻസർ ഈസ് ഓപ്ഷൻ 3. Next question. Figures X and Y represent the transverse section of dash and dash respectively. ഫിഗർ കണ്ടാൽ മനസ്സിലാക്കണം, ബണ്ടിലുകളാണ്, അതുകൊണ്ട് സ്റ്റെമ്മാണെന്ന് നമുക്കറിയാം. ലിമിറ്റഡ് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആണെങ്കിൽ അത് ഡൈക്കോട്ടും, സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണെങ്കിൽ അത് മോണോക്കോട്ടുമാണ്. അപ്പോൾ സ്റ്റെം. അപ്പോൾ അതിൽ ഇത് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും, ഇത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. അതുകൊണ്ട് KMB ഉള്ളത് കൊണ്ടാണല്ലോ അതിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. മോണോക്കോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കത്തില്ല. സോ ദ ആൻസർ ഹിയർ ഈസ് ഡൈക്കോട്ട് stem and monocot stem respectively. Answer option 3 ആണ്. ഇവിടെ ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെ റൂട്ടും മോണോക്കോട്ട് റൂട്ടും കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ എണ്ണം കുറവാണ് സൈലത്തിൻ്റെ ഗ്രൂപ്പുകളുടെ, ഇവിടെ അതിൻ്റെ എണ്ണം കൂടുതലാണ് മോണോക്കോട്ടിൽ. അങ്ങനെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ, കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടെന്നേ ഉള്ളൂ. ആൻസർ ഇവിടെ ഓപ്ഷൻ 3. Next question. Consider the following statements regarding the given figure of transverse section of dorsiventral leaf. എന്താ dorsiventral leaf എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് അല്ലേ. ഐസോബൈലാറ്ററൽ ആണെങ്കിൽ മോണോക്കോട്ടുവേ ലീഫ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺ. അപ്പോൾ ഇത് എന്ന് ഓരോന്നും ലേബലിംഗ് എന്താണെന്ന് നോക്കാം. എ എന്ന് കൊടുത്തിരിക്കുന്നത് പാലിസൈഡ് മീസോഫില്ലാണ്. ഡി എന്ന് പറയുന്ന എയർ ക്യാവിറ്റിയാണ്, മീസോഫിൽ സെൽസിനിടയിലുള്ള ക്യാവിറ്റിയാണ്. ബി എന്ന് കൊടുത്തിരിക്കുന്നത് സ്പോഞ്ചി മീസോഫില്ലാണ്. മീസോഫിൽ തന്നെ പാലിസൈഡ് ആൻഡ് സ്പോസെറ്റി. ഡി എന്ന് പറയുന്നത് ഈ ലേബലിംഗ് ആണ്, ലാർജ് ക്യാവിറ്റി വിച്ച് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ മീസോഫിൽ സെൽസ് ഓഫ് ഡൈക്കോട്ട് ലീഫ്. അത് ശരിയാണ്. ഡൈക്കോട്ട് ലീഫിലെ മീസോഫില്ലിനെയാണ് പാലിസൈഡിൽ നിന്നും സ്പോഞ്ചിൽ നിന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി സ്പോഞ്ചി മീസോഫില്ലിൻ്റെ ഇടയിലൂടെ എയർ ക്യാവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ എന്നോട് ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ഒന്ന് പേര് പറയാം. എൻ്റെ പേര് രോഷ്നി എന്നാണ്. കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ബ്രില്യൻറ്റിലെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. Next question. In the given figure, which component has thin outer walls and highly thickened inner walls? അപ്പോൾ നമുക്കിതൊരു സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ലേബലിംഗ് എന്താണെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പിഡെർമൽ സെല്ലാണ്. എപ്പിഡെർമൽ സെല്ലാണല്ലോ സ്റ്റൊമാറ്റ എന്ന ഓപ്പണിംഗ് ഉള്ളത്. ബി എന്ന് കൊടുത്തിരിക്കുന്നത് സബ്സിഡറി സെല്ലാണ്, അതിൻ്റെ സൈഡിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സെല്ലുകളാണ്. സി എന്ന് കൊടുത്തിരിക്കുന്നത് ഗാർഡ് സെൽസ് ആണ്, ഈ കിഡ്നി ഷേപ്പിൽ വരുന്നേക്കുന്നത്. നോക്കി ആ ഗ്രൂപ്പിനെ മൊത്തമാണ് പറഞ്ഞേക്കുന്നത്. ആ മൊത്തത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്രാനം. അതിൽ ഒരു യൂണിറ്റ് ആണ് എന്ത്? തൈലക്കോയിഡ് അല്ലേ. അപ്പോൾ ബി ആ ഒരു യൂണിറ്റിലേക്കാണ് കാണിച്ചിരിക്കുന്നത്, അത് തൈലക്കോയിഡാണ്. കുറേ തൈലക്കോയിഡുകൾ കോയിൻ അടുക്കി വെച്ച പോലെയാണ് വെച്ചിരിക്കുക. അതിനെ മൊത്തം വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാനം. അതുപോലെ സി എന്ന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രോമ ലാമല്ലയാണ്. ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സ്ട്രോമ റീജിയനിലൂടെ വന്നിരിക്കുന്ന കണക്ഷനെയാണ് വിളിച്ചിരിക്കുന്നത്. ഡി എന്ന് കൊടുത്തിരിക്കുന്നത് സ്ട്രോമയുമാണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും. എ ഗ്രാനം വരണം അല്ലേ, ബി തൈലക്കോയിഡ് വരണം, സി സ്ട്രോമ ലാമല്ല, ഡി സ്ട്രോം. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ്, സെലക്ട് ദ ഓപ്ഷൻ ഗിവിങ് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലേബൽ സി ആൻഡ് ഡി. ഇപ്പോൾ ഒരു സെല്ലിൻ്റെ കൊടുത്തിരിക്കുന്ന 2 പാർട്ടേ ലേബൽ ചെയ്യാനുള്ളൂ, ബാക്കിയുള്ളത് കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നാ. ന്യൂക്ലിയസ് ആണെന്ന് അറിയാം അല്ലേ, ഇത് വാക്യൂളാണ്, വേസ്റ്റ് ബിൻ ആണെന്നൊക്കെ പറയുന്ന കൊടുത്തിരിക്കുന്ന അറിയണം. സി എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ് അല്ലേ, ഗോൾഗി അപ്പാരറ്റസ് ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. ചെറിയ റൈബോസോം സംശയം തോന്നണ്ട, റൈബോസോം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ റൗണ്ടുകളായിട്ടേ കാണിക്കുള്ളേ കേട്ടോ. അപ്പോൾ സി ഗോൾഗി അപ്പാരറ്റസും ഡി മൈറ്റോകോൺട്രിയമാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1, സി ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് ഡി മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ സിംഗുലർ ആണ്, മൈറ്റോകോൺട്രിയ പ്ലൂറലും കേട്ടോ. Next question. Select the option with the correct labeling of given structure of Golgi apparatus. അപ്പോൾ ഒരു ഗോൾഗി അപ്പാരറ്റസ് ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. എയും ബിയും സിയും കൊടുത്തിരിക്കുന്നു. എ എന്ന് പറയുന്നത് സിസ്റ്റേർനെയാണ്, ബി എന്ന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സിസ് ഫേസ് ആണ്. സിസ് ഫേസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനോടെ കൂടെ ഞാൻ എഴുതിയേക്കുന്നത് അക്സെപ്റ്റ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് മോഡിഫൈസ് ദം. അതാണ് സിസ് ഫേസിൻ്റെ ഫംഗ്ഷൻ. എന്നാൽ അടുത്തത് ഉള്ളത് ട്രാൻസ്ഫേസ് ആണ്, റിലീസ് മോഡിഫൈഡ് മോളിക്യൂൾസ് ഇൻ ടു ദ സൈറ്റോസോൾ. സൈറ്റോപ്ലാസിൻ്റെ എഗ്രാനുലാർ പാർട്ടായ സൈറ്റോസോളിലേക്ക് മോഡിഫൈ ചെയ്തതിനെ റിലീസ് ചെയ്യുക. അപ്പോൾ അത് ഇത് കോൺവെക്സ് ആണെന്നും
അത് ഓർത്തേക്കണേ. സിസ് ഫേസ് കോൺവെക്സ് ആണെന്നും ഇത് കോൺകേവ് ആണ്, അകത്തേക്ക് കുഴിഞ്ഞായിരിക്കുന്നത് കോൺകേവ് ആണെന്നും ആ ഒരു ഡീറ്റെയിൽഡ് കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ എ സിസ്റ്റേർണിയാണ്, ബി സിസ് ഫേസ്, സി ട്രാൻസ്ഫേസ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ. Next question. Consider the following cell organelles P, Q, R and S and choose the odd one. അപ്പോൾ ഒരു 4 സെൽ ഓർഗനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ആദ്യം ഓർക്കണം. പി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്, നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ. മൈറ്റോകോൺട്രിയ ആണ്, റെസ്പിറേഷനിലാണ്, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. അത്രയൊന്ന് ഓർത്തേക്കണേ. അടുത്ത സെൽ ഓർഗനിൽ എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. മോഡിഫൈയിങ് ആൻഡ് പാക്കേജിങ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് സിന്തസൈസ്ഡ് ഇൻ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന സെൽ ഓർഗനിലാണ്, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. ലാസ്റ്റ് വൺ റൈബോസോം ആണ്, പ്രോട്ടീൻ സിന്തസിസിന് അതിന് മെംബ്രെയിൻ ബൗണ്ടഡ് അല്ല. അത് സ്മോളസ്റ്റ് സെൽ ഓർഗനിലാണ്. 2 സബ് യൂണിറ്റുകളുണ്ട് അല്ലേ, 2 തരത്തിലുള്ള 2 റൈബോസോമുകളുണ്ട്. ഏതൊക്കെയാണ്? 70S റൈബോസോംസും ഉണ്ട്, 80S റൈബോസോംസും ഉണ്ട്. യൂക്കാരിയോട്ടിക് ഓർഗൻസിലുള്ളത് 80S റൈബോസോംസും, പ്രോകാരിയോട്ടിൻ്റെ സെല്ലിലും അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയ പോലുള്ള സെൽ ഓർഗനുകൾക്കുള്ളിലുള്ളതും 70S റൈബോസോം ആണെന്ന് ഓർത്തേക്കണം. അപ്പോൾ 2 സബ് യൂണിറ്റുകൾ കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഓരോന്നിനെ പറ്റി നമുക്കുള്ളതെന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ എന്ന് പറയുമ്പോഴേ ഗോൾഗി അപ്പാരറ്റസ് ആണ്. ക്യൂ ആണ് ഓഡ് വൺ എന്നാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ദ അതേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ എനർജി പ്രൊഡക്ഷൻ. എനർജി പ്രൊഡക്ഷൻ നടക്കുന്നു കൂടി വന്നാൽ നമുക്ക് മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും പറയാൻ പറ്റും, ബാക്കി ഉള്ളതിനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്യൂ ആണെന്നുള്ള കാര്യം തെറ്റി. രണ്ടാമത്തെ ഓപ്ഷൻ പി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് മൈറ്റോകോൺട്രിയ ആണ്. ബിക്കോസ് ദ അതേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ സെൽ സെക്രീഷൻ. സെൽ സെക്രീഷൻ എന്ന ഫംഗ്ഷൻ ഗോൾഗി അപ്പാരറ്റസിനുണ്ട്, ബാക്കിയുള്ളവർക്കല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റി. തേർഡ് വൺ ആർ, അതായത് ക്ലോറോപ്ലാസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ദ അതേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സ്റ്റോറേജ്. ഇല്ല അല്ലേ, പ്രോട്ടീൻ സിന്തസിസ് റൈബോസോമിന് ഫംഗ്ഷൻ ഉണ്ട്, അല്ലാതെ സ്റ്റോറേജ് അല്ല. അപ്പോൾ അതും തെറ്റി. ഫോർത്ത് വൺ എസ്, അതായത് റൈബോസോം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ദ അതേഴ്സ് ആർ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. അത് ശരിയാ. അപ്പോൾ ഇവൻ മാത്രം ഓഡ് വണ്ണായിട്ട് മാറ്റാം, കാരണം ഇവരെല്ലാം മെംബ്രെയിൻ ബൗണ്ടഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണോ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണോ എന്ന് എടുത്ത് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇവൻ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് കേട്ടോ. അപ്പോൾ ഓഡ് വണ്ണായിട്ട് വന്നിരിക്കുന്ന ആരാ? റൈബോസോം. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് വിച്ച് ഷോസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഫോളോയിങ് ഫീച്ചേഴ്സ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. ആ ഫീച്ചേഴ്സ് കാണിക്കുന്ന സ്റ്റേജ് താഴെയുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ ഏതാ സ്റ്റേജ് നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കണം. സെക്കൻഡ് വൺ, മോർഫോളജി ഓഫ് ക്രോമസോംസ് ഈസ് മോസ്റ്റ് ഈസിലി സ്റ്റഡീഡ്. ക്രോമസോമിൻ്റെ മോർഫോളജി നന്നായി പഠിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോ കോഴ്സ് ഓഫ് ക്രോമസോംസ്. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതേത് ഫേസ് ആണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവണം. ഏതാണ് ആ ഫേസ്? മെറ്റാഫേസ് ആണ്. ഇത്രയും ക്യാരക്ടേഴ്സും മെറ്റാഫേസിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ അനാഫേസിൻ്റെ അല്ലേ. സ്പിൻഡിൽ ആസ്റ്റർ ഫോർമേഷനൊക്കെ കണ്ടൻസ്ഡ് ആയിട്ട് 2 എൻഡിലേക്കും പോയിരിക്കുന്നു. അടുത്തത് സെക്കൻഡ് വൺ എയർലി പ്രോഫേസാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ടീലോഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് മെറ്റാഫേസാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ആരെയാ? മെറ്റാഫേസിനെയാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ ഈ ഒരു ഫിഗറാണ് കൂടുതലായിട്ടും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസോടെ ഓർത്തിരിക്കണം. ബാക്കി പടങ്ങൾ നോക്കണ്ടെന്നല്ല, എല്ലാ പടങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പറ്റാവുന്ന അത്രയും നിങ്ങൾ ഒറ്റയൊരു ക്ലാസ്സിലൂടെ ശ്രദ്ധിച്ചു പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഫോളോയിങ് ഫിഗർ. ആ ഫോളോയിങ് ഫിഗറിനെ ബേസ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് എടുക്കേണ്ടത് അല്ലേ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏതാണ് സ്റ്റേജ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഏതാ സ്റ്റേജ് എന്ന് മനസ്സിലാകുന്നില്ലേ? അത് ടീലോഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടീലോഫേസിൽ സംഭവിക്കാത്ത കാര്യം താഴെയുള്ളതിൽ ഏതാണെന്നാണ് എടുക്കേണ്ടി വരുന്നത് അല്ലേ. ഫസ്റ്റ് വൺ, ക്രോമസോംസ് ഡീകണ്ടൻസ്ഡ് ടു ഫോം ക്രോമാറ്റിൻ. അത് ടീലോഫേസിൻ്റെ ക്യാരക്ടറാണ് അല്ലേ. സെക്കൻഡ് വൺ, ന്യൂക്ലിയോളസ് ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം. അത് വീണ്ടും തിരിച്ച് ഫോം ചെയ്യും, അതും ശരിയാ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയേഴ്സ് ആണോ? അല്ല, റീഅപ്പിയേഴ്സ്. അപ്പോൾ അത് തെറ്റി.
എന്നാലും നാലാമത്തെയും കൂടി ഒന്ന് വായിച്ച് നോക്കിയേക്കാം. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡീജനറേറ്റ്, അതും അതിൻ്റെ ക്യാരക്ടറാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. തെറ്റിയത് ഏതാണെന്നാണ് ഈ സ്റ്റേജിനെ വെച്ചിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ A, B, C ആൻഡ് D ഇൻ ദ ഗിവൺ ഡയഗ്രാം ഡെപിക്റ്റിംഗ് സെൽ സൈക്കിൾ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സെൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ള ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ A എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, B കൊടുത്തിട്ടുണ്ട്, C കൊടുത്തിട്ടുണ്ട്, D ഉണ്ട്. ഇത് എം ഫേസിലുള്ള പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, പിന്നെ സൈറ്റോകൈനസിസ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ A എന്താണെന്ന് മനസ്സിലാക്കണം. എയിൽ കൊടുത്തിരിക്കുന്നത് G0 സ്റ്റേജ് അല്ലേ, ബിയിൽ കൊടുത്തിരിക്കുന്നത് G1, സിയിൽ കൊടുത്തിരിക്കുന്നത് S, ഡിയിൽ കൊടുത്തിരിക്കുന്നത് G2. അപ്പോൾ ആ ഓർഡർ G0, G1, S, G2 എന്ന് വരണം അല്ലേ. അങ്ങനെ കൊടുത്തിരിക്കുന്നത് G1ൽ തുടങ്ങുന്ന G1 വരണം, അല്ല G0 വരണം അല്ലേ. G0ൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാലേ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഫർ ടു ദ ഗിവൺ ഫിഗർ ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്. അപ്പോൾ അതിൽ ഒരു സ്റ്റേജ് അങ്ങ് തന്നിട്ടുണ്ട്, എന്നിട്ട് താഴെ ഒരു ക്വസ്റ്റ്യനും തന്നേക്കുവാണേ. അപ്പോൾ സ്റ്റേജ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് ഏതാ? അനാഫൈസ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഷോസ് ദ സ്റ്റേജ് വിച്ച് ഈസ് ജസ്റ്റ് ബിഫോർ ദിസ് പ്രോസസ്. ഇതിന് ജസ്റ്റ് ബിഫോർ ആയിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ കറക്റ്റ് സ്റ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫിഗറിലൂടെ ഉള്ളതിൽ എല്ലാം പഠിച്ചിരിക്കണം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, പിന്നെ സൈറ്റോകൈനസിസ്, G0 ഉണ്ട്, G1, S, G2. ഇത് എം ഫേസിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ അറിയാമായിരിക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ബിഫോർ എന്നൊക്കെ വരുമ്പോൾ ഏതെടുക്കണമെന്ന് നോക്കിക്കോണേ. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഇയർലി പ്രോഫേസാണ്. അത് ബിഫോർ അനാഫേസ് ആണ്. ബിഫോർ അനാഫേസ് ആണെന്ന് മാത്രമാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ബിഫോർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ അടുത്തത് ടീലോഫേസ് ആണ്. അതേതായാലും ജസ്റ്റ് ആഫ്റ്റർ അനാഫേസ്, അനാഫേസിന് ശേഷം. അപ്പോൾ അതൊട്ടും എടുക്കണ്ട. അടുത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെറ്റാഫേസ് ആണ്. അത് ജസ്റ്റ് ബിഫോർ അനാഫേസാണ്. ജസ്റ്റ് ബിഫോർ അനാഫേസ് ആണ് മെറ്റാഫേസ്. ലാസ്റ്റ് വന്നിരിക്കുന്ന 2 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്തേക്കുന്ന ഇൻ്റർഫേസ്, ആഫ്റ്റർ അനാഫേസ് ആണ് അല്ലേ. അപ്പോൾ അത് ആഫ്റ്റർ വന്ന രണ്ടും നോക്കുകയേ വേണ്ട. ബിഫോർ വരുമ്പോൾ ഇത് ചാടിക്കറി എഴുതരുത്, കാരണം ജസ്റ്റ് ബിഫോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. മെറ്റാഫേസ് വേണം എടുക്കാൻ. ഇവിടെ ഇത് അറിയാമെങ്കിലും ഒറ്റയടിക്ക് തന്നെ ജസ്റ്റ് ബിഫോർ മെറ്റാഫേസ് ആണെന്ന് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈസ് A, B ആൻഡ് C. A എന്ന് കൊടുത്തിരിക്കുന്നത് പിഗ്മെൻറ്റ് സിസ്റ്റം 2 അല്ലേ. നോക്കട്ടെ. പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണ്. ബി എന്ന് കൊടുത്തിരിക്കുന്നത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ്. സി എന്ന് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ETS ആണ്. അപ്പോൾ ഇത് 3 സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേ എന്താണെന്ന് മനസ്സിലാക്കണം. ഇസഡ് സ്കീമാണ് അല്ലേ. ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷനാണ്. പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം 2ഉം ഇൻവോൾവ്ഡ് ആണ്. അത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ്. ഇവിടെ പിഗ്മെൻറ്റ് സിസ്റ്റം 2ൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺ അക്സെപ്റ്റർ വഴി സ്വീകരിക്കുന്നുണ്ട്. പലരും പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അല്ലേ. പലരുടെ പേരുകൾ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1ൽ നിന്ന് എമിറ്റ് ചെയ്ത് പോയ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യാൻ ഈ 2ൽ നിന്ന് വരുന്നതിന് പറ്റും. പക്ഷേ ഈ 2ലുള്ളത് മേക്കപ്പ് ചെയ്യുന്നത് വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് വഴിയാണ്. ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രോണാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അത് ചെന്നോടത്ത് തന്നെയല്ല തിരിച്ചെത്തുന്നത് അല്ലേ. അതുകൊണ്ട് ഇവനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സൈക്ലിക്കലാണെങ്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1ൽ നിന്ന് പോയത് തിരിച്ച് അതിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ തന്നെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ് ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളിലൂടെയൊക്കെ നോക്കിയൊക്കെ പൊക്കോണം. അതുപോലെ ഓരോന്നിലെയും പ്രൈമറി അക്സെപ്റ്റർ ഏതാ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് തന്നെ പൊക്കോണേ. അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണ്. പിന്നെ പിഗ്മെൻറ്റ് സിസ്റ്റം 1 വരണം. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. Next question, study the given flow chart of cyclic photophosphorylation and select the correct option for A, B and C. ഓരോന്നും എന്താന്ന് കിട്ടണം അല്ലേ. A എന്ന് കൊടുത്തിരിക്കുന്നത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ്. അപ്പോൾ ഇത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലേ.
അപ്പം പിഗ്മെൻറ്റ് സിസ്റ്റം 1 നിന്ന് പോയത് അങ്ങോട്ട് തന്നെ തിരിച്ച് വരും ഇലക്ട്രോണെ. അത് ബി എന്ന് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. സി എന്ന് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൽ വരുന്നത് P700. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ പീക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എ ഏതാണെന്നും ബി സി ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ പടത്തിൽ നിന്നും. അപ്പോൾ അത് കൊടുത്തില്ല എങ്കിൽ പോലും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണെന്ന് പറയാൻ അറിയാമായിരിക്കണം. അതായത് അതിൻ്റെ സൈറ്റിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺ ആദ്യം അപ്ഹിൽ ട്രാൻസ്പോർട്ടാണ് കാണിക്കുന്നത്. ഒരു ഇലക്ട്രോൺസ് ലൈറ്റ് വന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ട് ഇലക്ട്രോൺ എമിറ്റ് ചെയ്താൽ അത് ഒട്ടും അതിൻ്റെ എനർജി കളയാതെ തന്നെയാണ് ഫസ്റ്റ് അക്സെപ്റ്ററിലേക്ക് എത്തുക. അതുകൊണ്ട് അത് അപ്ഹീലാണ്. പിന്നെ അടുത്തടുത്ത ഇലക്ട്രോൺ ക്യാരിയേഴ്സിലേക്ക് മാറി മാറി വരുമ്പോൾ ഇലക്ട്രോണിൻ്റെ അളവ് കുറഞ്ഞാണ് വരിക. ഇലക്ട്രോൺ കുറവുള്ള ആറിലേക്കാണ് അടുത്ത് കൊടുത്തു പോകുന്നത് അല്ലേ. ഓക്സിഡേഷനും റിഡക്ഷനും മാറി മാറിയാണ് നടക്കുക. അപ്പോൾ താഴേക്ക് വരുമ്പോൾ അത് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ആവും അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ ഓർമ്മയിലുണ്ടാവണേ കേട്ടോ. അപ്പോൾ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2 അല്ലേ. ആദ്യത്തെ PS1 ആണ്, പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ്, ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്, P700 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് ആസ് A, B and C in the given figures showing ATP synthesis through chemiosmosis അല്ലേ. കെമിയോസ്മോസിസ് ഹൈപ്പോത്തിസിസിനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതിന് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആദ്യമേ നോക്കണം. ഇത് ആ ഫിഗർ തന്നെ കൊടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ കളേർഡ് ആയിട്ടുള്ള ഫിഗർ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കറുത്ത് പോയതുകൊണ്ട് കാണാൻ പറ്റാതെ പോയാലോ ഓർത്തിട്ടെ. അപ്പോൾ ഇത് തൈലക്കോയിഡ് മെംബ്രെയിനാണ് കാണിച്ചേക്കുന്നത്. പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം 2ഉം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അറിയാം ഇത് തൈലക്കോയിഡാണ്. സ്ട്രോമ തൈലക്കോയിഡിൽ അപ്രസ്ഡ് പോർഷനില്ല. അപ്രസ്ഡ് പോർഷനിലേ എന്തുണ്ടാവുള്ളൂ, പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ടാവുള്ളൂ അല്ലേ. 1ഉം 2ഉം ഉള്ളത് കൊണ്ട് തന്നെ ഇത് തൈലക്കോയിഡ് ആണെന്ന് അറിയണം. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണെന്ന്. ഗ്രാനേഡയാണ്. ഇത് ലൂമൺ പോർഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള ഭാഗം അതിൻ്റെ സ്ട്രോമ റീജിയൻ ആയിരിക്കും. ലൂമനിലായിരിക്കും ഗ്രേഡിയൻറ്റ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടുതൽ. കാരണം സ്ട്രോമയിൽ കുറവുള്ളിടത്തുനിന്ന് ഈ പ്ലാസ്റ്റോക്വിനോൺ കൂടുതലുള്ളിടത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോട്ടോൺ പമ്പായിട്ട് ആക്ട് ചെയ്യുമാര് പ്ലാസ്റ്റോക്വിനോൺ. അതുപോലെ എന്നാൽ ലൂമനിൽ നിന്ന് തിരിച്ച് സ്ട്രോമയിലേക്ക് വരുന്നത് CFO പാർട്ടിക്കിൾ, ഓക്സോമിൻ്റെ CFO പാർട്ടിക്കിളിലൂടെയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ അത് പ്രോട്ടോൺസ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ക്രിയേറ്റഡ് ആകുന്ന വഴി CF1 പാർട്ടിക്കിളിലുള്ള ATP സിന്തേസ് എന്ന എൻസൈമിനെ അത് ആക്ടിവേറ്റ് ആക്കും. എന്നിട്ട് ATP സിന്തസിന് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ കെമിയോസ്മോസിസിൽ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു മെംബ്രെയിൻ വേണം. ആ മെംബ്രെയിനാണ് ഏത് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇവിടെ നോക്കിക്കോ, മെംബ്രെയിനാണ്, അതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ. അതുപോലെ പ്രോട്ടോൺ പമ്പ് വേണം. ആ പ്രോട്ടോൺ പമ്പായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പ്ലാസ്റ്റോക്വിനോൺ. അപ്പോൾ പമ്പിങ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഗ്രേഡിയൻറ്റ് കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോകുന്ന വെറുതെ സിമ്പിൾ ഡിഫ്യൂഷനാണ്. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചല്ലേ മൂവ്മെൻറ്റ്. അത് പാസീവാണ്. അതായത് CFO പാർട്ടിക്കിളിലൂടെ ഉള്ളത് ഇത് പാസീവാണ്. എന്നാൽ ഗ്രേഡിയൻറ്റ് കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തേക്ക് വരുന്നത് ആക്റ്റീവായിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. അതിന് എനർജി ആവശ്യമാണ്. അപ്പോൾ അതിനെ നോക്കിക്കുക, അതിനെ പമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ പമ്പാണ് ആര്, പ്ലാസ്റ്റോക്വിനോൺ. പിന്നെ വേണ്ടത് ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആകണം. ലൂമണിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടുതലാണ്, ഇവിടെ അത് കുറവും അല്ലേ. സ്ട്രോമയിൽ അത് കുറവും. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആണ്. ATP സിന്തേസ് എൻസൈമും വേണം. ഈ ATP സിന്തസിന് സഹായിക്കുന്ന എൻസൈമാണ് ATP സിന്തേസ്. കണ്ടോ. അപ്പോൾ അത് CFO പാർട്ടിക്കിളിലൂടെ ആ പ്രോട്ടോൺ ലൂമണിൽ നിന്ന് സ്ട്രോമയുടെ പോർഷനിലേക്ക് വരുമ്പോൾ ക്രിയേറ്റഡ് ആകുന്ന എനർജി ATP സിന്തസിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ കെമിയോസ്മോസിസിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് അതിനുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. മറക്കാതെ പഠിച്ചേക്കണേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? A എന്താണെന്നാ? A ലൂമനാണ് അല്ലേ. അപ്പോൾ A തൈലക്കോയിഡ് ലൂമനാണ്. എന്തായാലും ക്ലോറോപ്ലാസ്റ്റ് ലൂമൻ അല്ലെന്നറിയാം. ഇത് സംശയം വന്നാൽ ബാക്കി 2 വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് B എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ പോർഷൻ CFO ആണ്. അതുപോലെ ഇത് CF1 ആണ്. അതതിൻ്റെ ഹെഡ്, ഓക്സോമിൻ്റെ ഹെഡ്. ഇതതിൻ്റെ അറ്റാച്ച്മെൻറ്റ് സൈറ്റുമാണ് CFO കൊടുത്തിരിക്കുന്നത്. അപ്പം A എന്ന് കൊടുത്തിരിക്കുന്നത് തൈലക്കോയിഡ് ലൂമൻ, B എന്ന് കൊടുത്തിരിക്കുന്നത് CFO, C എന്ന് കൊടുക്കുന്നത് CF1 ആണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. എത്തിയോ 4ൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് സെൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ലെറ്റേഴ്സ് P ആൻഡ് Q ഇൻ ദ ഗിവൺ ഫിഗർ ഷോയിങ് C4 പാത്വേ. അപ്പോൾ ഇത് 2 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്നൊന്ന് ഓർമ്മയിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അതിൽ മീസോഫിൽ സെൽസും ഇൻവോൾവ്ഡ് ആണ്,
ബണ്ടിൽ ഷീത്ത് സെല്ലും. ഇവിടെ കാൽവിൻ സൈക്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുന്ന എവിടെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കണം. അതുപോലെ 3 പ്രോസസ്സുകളല്ലേ ഉള്ളത്. ഫിക്സേഷനുണ്ട്, റീജനറേഷനുണ്ട്, ഡീകാർബോക്സിലേഷനുണ്ട് ഇല്ലേ. അപ്പോൾ അത് ഓരോന്നും നടക്കുന്ന സൈറ്റുകൾ ഏതാണെന്നുകൂടെ മനസ്സിലാക്കുന്ന ഫിഗറാണ്. ഓർത്തേക്കണം. മീസോഫിൽ സെൽസ് ആണ് പിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന, ബണ്ടിൽ ഷീത്ത് സെല്ലാണ് ക്യൂവിൽ. അപ്പോൾ പി എന്ന് പറയുന്നത് മീസോഫിൽ സെല്ല് വരണം, ക്യൂ എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്തും. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. The table given below shows different complexes with their prosthetic groups. ഇത് ഫിഗർ ബേസ്ഡ് അല്ല, പക്ഷേ നമ്മുടെ റെസ്പിറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഓരോ കോംപ്ലക്സുകളിലും ആരൊക്കെ ഇൻവോൾവ്ഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇവിടെ കോംപ്ലക്സുകളുടെ പേരല്ല കൊടുത്തേക്കുന്നത്, അവിടെ അതാണ് ഫില്ല് ചെയ്യേണ്ട ഭാഗമേ. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു, അയൺ സൾഫറും കൊടുത്തിട്ടുണ്ട്, FAD ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഫിഗർ ഒന്ന് കാണിക്കാം. ഇത് കോംപ്ലക്സ് 1 കണ്ടോ, അതിലെ കമ്പൗണ്ട്സ് മറക്കാതെ ഓർക്കണം. FMN ഫ്ലാവിൻ മോണോ ന്യൂക്ലിയോറ്റൈഡ് ആണ്. അയൺ സൾഫറിൻ്റെ കോംപ്ലക്സ് അതിൻ്റെ അതും ഇവിടെ കോംപ്ലക്സ് 1ൻ്റെ പാർട്ടായിട്ട് ഓർത്തേക്കണം. കോംപ്ലക്സ് 2 ഇതാ, അവിടെ FAD ഉണ്ട്, അയൺ സൾഫറും ഉണ്ട്. കോംപ്ലക്സ് 3 ഇതാ, അവിടെ സൈറ്റോക്രോം Bയും ഉണ്ട്, C1 ഉണ്ട്, അയൺ സൾഫറും ഉണ്ട്. കോംപ്ലക്സ് 4 ഇതാണ്, അവിടെ Aയും ഉണ്ട്, A3 ഉണ്ട്, 2 കോപ്പർ സെൻറ്ററുകളുമുണ്ട്. അപ്പോൾ ഇത് അതിലെ 5 കോംപ്ലക്സ്, പിന്നെ കോംപ്ലക്സ് 5 ആണ് ATP സിന്തേസ് അല്ലേ. അപ്പോൾ ഇത് മാട്രിക്സ് ആണ്, ഇത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസുമാണ്. അപ്പോൾ കോംപ്ലക്സ് 1ലൂടെയും 3ലൂടെയും 4ലൂടെയും പ്രോട്ടോണിൻ്റെ പമ്പിങ് നടക്കുന്നുണ്ട്. മാട്രിക്സിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കുറവാണ്, ഇത് കണ്ടോ, മൈനസ് സൈനും കൊടുത്തേക്കുന്നത്. എന്നാൽ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കൂടുതൽ, പ്ലസ് സൈനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറവുള്ളിടത്തു നിന്ന് കൂടുതലുള്ളിടത്തേക്കുള്ള പ്രോട്ടോണിൻ്റെ മൂവ്മെൻറ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ അത് ഈ കോംപ്ലക്സ് 1ലൂടെ കാണിച്ചിട്ടുണ്ട്, 3ലൂടെ ഉണ്ട്, അതുപോലെ തന്നെ 4ലൂടെ ഉണ്ട്. അപ്പോൾ പ്രോട്ടോൺ പമ്പിങ് ഇല്ലാത്തത് കോംപ്ലക്സ് 2ലൂടെ പ്രോട്ടോൺ പമ്പിങ് ഇല്ല, കോംപ്ലക്സ് 5ലൂടെ ഇല്ല. കോംപ്ലക്സ് 5ലൂടെ പ്രോട്ടോണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട്? ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്കുണ്ട്. അത് പക്ഷേ ഗ്രേഡിയൻ്റ് കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ്, അതുകൊണ്ടത് പാസീവാണ് കേട്ടോ. അപ്പോൾ ഈ FO പാർട്ടിക്കിളിലൂടെയുള്ള മൂവ്മെൻറ്റ് പാസീവാണ്. അപ്പോൾ കോംപ്ലക്സ് 1ലുള്ളതും 2ലുള്ളതും കമ്പൗണ്ട്സ് ഓർത്തേക്കണം. ഈ പറഞ്ഞ ഒരു കോംപ്ലക്സിൻ്റെയും പാർട്ടല്ലാതെ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് 2 പേരുണ്ട്, അത് ശ്രദ്ധിച്ചോ. ഇത് കണ്ടോ, യുബിക്വിനോൺ ആ ഒരു കോംപ്ലക്സിൻ്റെയും പാർട്ടല്ല, സൈറ്റോക്രോം Cയും ഒരു കോംപ്ലക്സിൻ്റെയും പാർട്ടല്ല. അതുകൊണ്ട് തന്നെ അവന് മെംബ്രെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് എബിലിറ്റി ഉണ്ട്. അപ്പോൾ NCERTയിൽ സൈറ്റോക്രോം Cയുടെ കാര്യം മാത്രമേ മൊബൈൽ കാരിയറായിട്ട് പറയുന്നുള്ളൂ, പക്ഷേ യുബിക്വിനോണും മൊബൈൽ കപ്പാസിറ്റി ഉണ്ട്. ഈ കോംപ്ലക്സ് 1നും 3ക്കും ഇടയിലും അവന് മൊബൈലാകാൻ പറ്റും, അതുപോലെ കോംപ്ലക്സ് 2നും 3ക്കും ഇടയിലും അവന് മൊബൈൽ കാരിയർ ആകാൻ പറ്റും. എന്നാൽ സൈറ്റോക്രോം C, ദാറ്റ് ഈസ് എ സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ. മറന്നേക്കരുത്, എപ്പോഴും ചോദ്യത്തിൽ വരുന്ന കോംപ്ലക്സ് 3ക്കും കോംപ്ലക്സ് 4നും ഇടയിൽ മൊബൈൽ കാരിയറായിട്ട് ആക്ട് ചെയ്യാൻ അവന് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മൊബൈൽ കാരിയർ ആരാന്ന് ഓർത്തേക്കണം. ഗ്രേഡിയൻ്റ് കൂടുതൽ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലും, ഗ്രേഡിയൻ്റ് കുറവ് ഇവിടെ നമ്മുടെ മാട്രിക്സിലാണെന്ന് ഓർത്തേക്കണം. അപ്പോൾ ഈ ഓരോന്നും അതിലത്തെ ഗ്രൂപ്പിനെ തന്നിട്ടുള്ളൂ, അത് വെച്ചിട്ട് കോംപ്ലക്സ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കിക്കേ, അയൺ സൾഫറും FADയും വരുന്നത് കോംപ്ലക്സ് 2 അല്ലേ. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് 2 വരണം, കോംപ്ലക്സ് 2 വരണം അല്ലേ. കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കോംപ്ലക്സ് 2 പറയുമ്പോൾ അതിലെ കമ്പൗണ്ട്സ് പറയുന്നത് അല്ലാതെ നമുക്ക് ആ കോംപ്ലക്സിൻ്റെ പേരറിയാം. എന്താ അത്? സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. അടുത്തത് സൈറ്റോക്രോം Aയും A3യും 2 കോപ്പർ സെൻറ്ററുകളുണ്ട് ഓർത്തേക്കണേ. ഈ കോംപ്ലക്സ് 1ലും 2ലും 3ലും അയൺ സൾഫർ ഉണ്ട് എങ്കിൽ കോംപ്ലക്സ് 4ൽ Aയ്ക്കും A3യും കൂടെ 2 കോപ്പർ സെൻറ്ററുകളുണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവൻ കോംപ്ലക്സ് 4 അല്ലേ. കോംപ്ലക്സ് 4നെ ഈ Aയും A3യും കൂടി സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി അടുത്തത് അയൺ സൾഫറും FMNും. അയൺ സൾഫറും FMNും ഉള്ളത് ആരില്ല? കോംപ്ലക്സ് 1ലാണ്. അപ്പോൾ C കോംപ്ലക്സ് 1 വരണം അല്ലേ. കോംപ്ലക്സ് 1ന് മാച്ചിങ്ങിൽ വന്നാൽ NADH ഡീഹൈഡ്രോജിനേസ് എഴുതണേ. ഇനി അടുത്ത അയൺ സൾഫറും സൈറ്റോക്രോം C1ഉം Bയും C1ഉം വരുന്നത് കോംപ്ലക്സ് 3ൽ
കോംപ്ലക്സ് 3 ബിയും C1 കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്ന് വിളിക്കും. അപ്പോൾ കോംപ്ലക്സിൻ്റെ കാര്യത്തിൽ കോംപ്ലക്സ് 5 ഏതാണെന്ന് തന്നെയും നീറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് 1 and 4 റെസ്പെക്റ്റീവ്ലി ചോദിച്ചിട്ടുണ്ട്. ഉണ്ട് 5 കോംപ്ലക്സും പഠിച്ചേക്കണം. കോംപ്ലക്സ് 1 ആണ് NADH ഡീഹൈഡ്രോജിനേസ്. ഇവിടെ ഇത് കണ്ടോ NADH ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ ഇവിടെ NADHൻ്റെ ഓക്സിഡേഷൻ നടന്ന് അത് NAD ആവും. ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ചെയിനിലേക്ക് കയറ്റിവിടും. കോംപ്ലക്സ് 2 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് കണ്ടോ. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 5 ആണ് ATP സിന്തേസ്. അപ്പോൾ ഈ ചെയിൻ്റെ സഹായത്തോടെ ATP പ്രൊഡക്ഷൻ നടക്കുന്നതിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുക. എന്നാൽ ഗ്ലൈക്കോൾസിലും ക്രബ് സൈക്കിളിലും ഒക്കെ ETSൻ്റെ സഹായമില്ലാതെ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റോട് കൂടി ATP ഉണ്ടാകുന്നുണ്ട്. ക്രബ് സൈക്കിളിൽ GDP നിന്ന് GTP ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് താനും കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇനി സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വായിച്ച് നോക്കാവേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റായിട്ട് മാച്ചിങ് വേണം. A NADH ഡീഹൈഡ്രോജിനേസ് ആണോ? A NADH ഡീഹൈഡ്രോജിനേസ് ആണോ? അല്ല, തെറ്റി. പിന്നെ അവിടെ എന്താ വരാൻ പാടുള്ളൂ? സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസാണ് വരണ്ടേ. അത് തെറ്റി, എടുക്കാൻ പറ്റത്തില്ല. B സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. B സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. അത് ശരിയായി അല്ലേ. C കോംപ്ലക്സ് 1 ആണ്. സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണോ? അല്ല, ഇത് തെറ്റി. അവിടെ വരേണ്ടത് NADH ഡീഹൈഡ്രോജിനേസ്. അടുത്തത് D എന്ന് പറയുന്ന കോംപ്ലക്സ് 3 ആണ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് അല്ല, അത് കോംപ്ലക്സ് 2 അല്ലേ. അപ്പോൾ അത് തെറ്റിപ്പോയി. ഇവിടെ വരേണ്ടത് ഡിയിൽ വരേണ്ടത് കോംപ്ലക്സ് 3 ആണ് വരേണ്ടത് അല്ലേ. കോംപ്ലക്സ് 3 ഏതാ വന്നേക്കുന്നത്? കോംപ്ലക്സ് 3 ഏതാ? ഇത് സൈറ്റോക്രോം BC1 കോംപ്ലക്സാണ്. അപ്പോൾ അതും തെറ്റി. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കോംപ്ലക്സിൻ്റെ കാര്യത്തിലും ഇതിൽ ഉള്ള കമ്പോണൻസ് പ്രോട്ടോൺ പമ്പിങ് നടക്കുന്നത് ഇതിലെവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ അറിയണം. അല്ല, സൈറ്റോക്രോം സിക്ക് ഇലക്ട്രോണിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ, പ്രോട്ടോണിനെ അത് താഴേക്ക് കൊണ്ടുപോകുന്നില്ല. അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തേക്കണേ. ഓരോന്നിലെയും കമ്പോണൻറ്റ് കൊടുത്ത് ഓർത്തേ വെച്ചേക്കണം. അപ്പോൾ ഇത് ആൻസർ ഓപ്ഷൻ 2. What does A, B and C depict in the given pathways of anaerobic aspiration? Anaerobic aspiration ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് ഗ്ലൈക്കോൾസാണ് കാണിച്ചേക്കുന്നത്. പൈറുവിക് ആസിഡ് വരെയുള്ളതിൽ ഗ്ലൈക്കോൾസാണ്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 3-ഫോസോഗ്ലിസറിക് ആസിഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൾഡിഹൈഡ് ആസിഡ് ആകണമെങ്കിൽ ഓക്സിഡേഷൻ നടക്കണം. ഗ്ലൈക്കോൾസ് ആകുമ്പോൾ എയ്റോബിക്കിനും എനറോബിക്കിനും കോമൺ ആയിട്ട് നടക്കുന്ന ഫേസാണ്. അതുകൊണ്ട് തന്നെ അവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ വഴിയുള്ള ഓക്സിഡേഷനാണ്. ആ റിമൂവ് ചെയ്ത് വരുന്ന ഹൈഡ്രജനെ NAD അക്സെപ്റ്റ് ചെയ്ത് ഒരു മോളിക്യൂൾ NADH2 ഉണ്ടാക്കും. ഇവിടെ NADH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ പൈറുവിക് ആസിഡിൽ നിന്ന് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായി. അതിൽ നിന്നും എത്തനോൾ ഫോം ചെയ്തു. അപ്പോൾ എത്തനോൾ 2 കാർബണാണ്. 3 കാർബൺ 2 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ട് കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് കണ്ടോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ ഗ്ലൈക്കോൾസിൻ്റെ സമയത്ത് ഉണ്ടായ NADH2 ഓക്സിഡൈസ് ചെയ്ത് NADH2 ഓക്സിഡൈസ് ചെയ്ത് NAD ആവും. അപ്പോൾ ഇവിടെ NADH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ അതിൻ്റെ ഉപയോഗമാണ് നടക്കുക. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുക. ഇതിപ്പോൾ അനേറോബിക് സ്പേഷ്യൽ നടക്കുന്ന ഓക്സിഡേഷൻ. ഇതുപോലെ എയ്റോബിക്കൽ നടക്കുന്ന ഓക്സിഡേഷൻ എവിടെയാണ്? ഇവിടെ കണ്ടോ. NCERT പ്രത്യേകം പറയുന്നുണ്ട്, ഇവിടെ അത് വിഗ്രസ് ആകുമ്പോൾ അനേറോബിക്കിൽ അത് റാദർ സ്ലോലി ആണെന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോണേ കേട്ടോ. അപ്പോൾ അപ്പോൾ എയ്റോബിക്കിലെ ഓക്സിഡേഷൻ എവിടെയാണ്? അവിടെ എല്ലാ സ്ഥലങ്ങളിലും NADH2 ആയിട്ട് ഉണ്ടാകുകയല്ലേ. അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ടെർമിനൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഈ NADH2 ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ഇവിടെ NAD ഉണ്ടായത്. ഇവിടെ അതെ സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആകുന്നിടത്ത് FADH2 FAD ആകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനേറോബിക്കിൽ ആ സംഭവം നടക്കുന്ന പൈറുവിക് ആസിഡ് എത്തനോൾ ആകുമ്പോഴോ അല്ലെങ്കിൽ ഈ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ലാക്റ്റിക് ആസിഡ് ആകുകയോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതൊരു 3 കാർബൺ, ഇവിടെയും അതെ ഈ NAD അതർവൈസ് ആണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നതല്ല, ഒറ്റ ചാർട്ടിലേക്ക് അവർ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഗ്ലൈക്കോൾസ് വഴി പൈറുവിക് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൈറുവിക് ആസിഡിന് മുന്നോട്ട് 3 മേജർ വേസ് അവൈലബിളാണ്. ഒന്നെങ്കിൽ അതിന് എയ്റോബിക് അസ്പിറേഷനിലേക്ക് പോകാം, അതുമല്ലെങ്കിൽ അതിന് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിലേക്ക് പോകാം, അതുമല്ലെങ്കിൽ അതിന് എത്തനോൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ എത്തനോൾ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാരണം എന്താ? 3 കാർബൺ ആയിരുന്ന പൈറുവിക് ആസിഡ് 2 കാർബൺ ആയ എത്തനോളായി
ഇല്ലേ? എന്നാൽ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിലേക്കാണ് പോയിരിക്കുന്നതെങ്കിലോ പൈറുവിക് ആസിഡിനെ പോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ അതിനിടയിൽ ഡീകാർബോക്സിലേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡീകാർബോക്സിലേഷൻ ഇല്ലാത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലൈക്കോളിസും അനീറോബിക് റെസ്പിറേഷനും ഒക്കെ ഒരുമിച്ചെടുക്കാൻ പറയുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇല്ലാത്ത പ്രോസസ്സ് ഏത് എന്നൊരു ചോദ്യം മിക്കവാറും ചോദിക്കാറുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഡ്യൂറേഷനിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ അല്ലെങ്കിൽ മാട്രിക്സിൽ നിന്നുള്ള ഹൈഡ്രജൻ അക്സെപ്റ്റർ ആയിട്ടുള്ള ഓക്സിജൻ വന്ന് നിൽക്കുന്നത്. അവനാണ് എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഓക്സിജൻ. എന്നാൽ ഇവിടെ ETS നടക്കുന്നുണ്ടോ? അനീറോബിക്കലി ഇല്ല. അപ്പോൾ ഇവിടെയും എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇല്ല. അപ്പോൾ ഇതിൽ ETSൻ്റെ ആണെങ്കിൽ ഈറോബിക്കിലാണെങ്കിലും ഉണ്ട്, പക്ഷേ അനീറോബിക്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇല്ല. അത്രയും കാര്യങ്ങൾ ഓർത്തേക്കണം. അപ്പോൾ ഗ്ലൈക്കോൾസിൻ്റെ ഡ്യൂറേഷനിൽ NADH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫെർമെൻറ്റേഷനിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനോ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനോ ആയിക്കോട്ടെ, ഗ്ലൈക്കോൾസിൻ്റെ ഡ്യൂറേഷനിലുണ്ടായ ആ NADH2 തിരിച്ച് NAD ആയി മാറുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് പോകാനേ. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് NAD, ഇവിടെ ഞാൻ എന്താ നിങ്ങളെ കാണിക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ, അതേ ഡയഗ്രാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഡയഗ്രത്തിനെയാണ് നമ്മളിങ്ങനെ ചോദ്യമായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തോടത്ത് NADH2 ആയിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ നോക്കിയാൽ മതി. ഇത് രണ്ടും പോയി, ഈ രണ്ടെണ്ണം പോയി. അപ്പോൾ NADH2 ആകുന്നു. പിന്നെ ബാക്കിയുള്ളിടത്ത് NAD ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു, NAD ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 അല്ലേ? ഇതെന്താ എടുക്കാഞ്ഞേ? NADH2 ആയി, NADH2 NAD ആയി, ഇവിടെ തെറ്റിച്ചു പോയി അല്ലേ? NADH2 ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഫോർത്തും എടുക്കാത്തത്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. Next question, identify X, Y and Z in the given diagram representing steps of citric acid cycle and select the correct option. അപ്പോൾ ഇതിൽ ക്രബ് സൈക്കിളിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് എൻട്രൻ്റ് ആണ് ആര്? അസറ്റൈൽ കോൻസൈമേ അല്ലേ? അവൻ ഫസ്റ്റ് എൻട്രൻ്റ് ആയിട്ട് 2 കാർബൺ അസറ്റൈൽ കോൻസൈമേ വരുമ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന 4 കാർബൺ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റായ 6 കാർബൺ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു അല്ലേ? പിന്നെ അത് പല ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളിലൂടെ പോവും. എന്നിട്ട് ഇത് നോക്കിക്കേ, X എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? 3 സ്ഥലങ്ങളിൽ X കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും X NADH2 ആണെന്ന്. എങ്ങനെയാണ്? വിതിൻ കപ്പ് സൈക്കിൾ 3 സ്ഥലങ്ങളിൽ NADH2 ഫോം ചെയ്യുന്നുണ്ട് നമുക്കറിയാമായിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, പ്രത്യേകം ഓർക്കണം. അത് എല്ലാവരും പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക. NCERT-യിൽ ഒരു ചെറിയ ഫിഗറിൽ കുറച്ച് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. MBBS-ന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ വീണ്ടും ആവശ്യമുള്ളതാണ് ഈ ഗ്ലൈക്കോൾസും ക്രബ് സൈക്കിളും ഒക്കെ. അതുകൊണ്ട് ഒരു വിഷയം വിചാരിക്കേണ്ട, പഠിച്ചാലും അത് പിന്നെയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകൾ NCERT-യിലെ ഫിഗറിൽ കൊടുക്കാത്തത് പോലും സൈഡിലെ പ്രിൻ്റഡ് ആയിട്ടുള്ള പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എൻട്രൻ്റായ അസറ്റൈൽ കോൻസൈമേ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന 4 കാർബൺ കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അസറ്റൈൽ ഗ്രൂപ്പിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ഇവിടെയുള്ള കോൻസൈമേ ഇവിടെ മാട്രിക്സിലേക്ക് റിലീസ് ചെയ്യും. പ്രോസസ്സ് നടക്കുന്ന മാട്രിക്സിലാണല്ലോ അല്ലേ? പിന്നീട് സിട്രേസ് സിന്തേസ് എന്ന എൻസൈം സഹായിക്കും എന്നൊക്കെ ഉള്ളത് പ്രത്യേകം ഓർത്തേക്കണം. ആ സിട്രേസ് സിന്തേസ് എൻസൈം പ്രസൻ്റ് ആയിരിക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ്. പിന്നീട് അത് സിട്രിക് ആസിഡ്, സിസക്കോണിക് ആസിഡ്, ഐസോസെറ്റിക് ആസിഡ് ആകുന്നു. പിന്നെ ഓക്സാലോ സക്സിനിക് ആസിഡ് ആകുന്ന ഡ്യൂറേഷനിൽ ഒരു NADH2 ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരു NADH2 3 സൈറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെയൊക്കെ മെയിൻ സ്റ്റെപ്പിൽ നടക്കുന്ന ഓക്സിഡേഷനും ഷോർട്ട് സ്റ്റെപ്പിൽ നടക്കുന്ന റിഡക്ഷനുമാണ്. അതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടി ഓക്സിഡോർ റിഡക്ഷൻ സ്റ്റെപ്പ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ക്രബ് സൈക്കിളിലെ ഓക്സിഡേഷൻ്റെ സ്റ്റെപ്പുകളായിരിക്കും ചോദിക്കുക. ഓക്സാലോ സക്സിനിക് ആസിഡ് വരെ 6 കാർബൺ ആയിരുന്നത് ഡീകാർബോക്സിലേഷൻ വഴി ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡായി. അതുമാത്രമേ ഏക 5 കാർബൺ കോമ്പൗണ്ട് ക്രബ് സൈക്കിളിലുള്ളൂ. അതിനുശേഷം സക്സീനൽ കോൻസൈമേ എന്ന ഫസ്റ്റ് ഫോംഡ് 4 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഡീകാർബോക്സിലേഷനും നടക്കും. കാരണം 5 കാർബൺ 4 കാർബൺ ആയല്ലോ. ആ കൂടെ തന്നെ NADH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പം ഷോർട്ട് സ്റ്റെപ്പിൽ റിഡക്ഷൻ ആണെങ്കിൽ മെയിൻ സ്റ്റെപ്പിൽ ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡേഷനും ഡീകാർബോക്സിലേഷനും ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ വിതിൻ കപ്പ് സൈക്കിൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്ന സ്റ്റെപ്പ് ഇത്. ഇനി സക്സീനൽ കോൻസൈമേ സക്സീനിക് ആസിഡ് ആവും. 2 എസ്സുകൾക്കിടയിൽ നടക്കുന്നത് S കൂട്ടിയുള്ള പ്രോസസ്സ് തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കുക. സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ. അവിടെ ഒരു GTP ആകുന്നുണ്ട്. ഈ GTP അവൻ്റെ കയ്യിലുള്ള ഫോസ്ഫേറ്റിനെ മീഡിയത്തിൽ മാട്രിക്സിലുള്ള ADPക്ക് കൊടുത്തുകൊണ്ട് ATP ആവും. GTP ആയി. ഈ GTP അവൻ്റെ കയ്യിലുള്ള ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ
മീഡിയം മാട്രിക്സിലുള്ള ADPക്ക് കൊടുത്തുകൊണ്ട് ATP ഫോം ചെയ്യും. അപ്പോൾ ഈ ATP പ്രൊഡക്ഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ. ഇനി സക്സീനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് ആകുന്ന സ്റ്റെപ്പിലും ഓക്സിഡേഷനാണ്, പക്ഷേ അവിടെ മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന FAD ആണ് ടു ഫോം FADH2. അപ്പോൾ ഇവിടെ ഒരു എൻസൈം എടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. സക്സീനിക് ആസിഡിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്നു, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ വഴിയുള്ള ഓക്സിഡേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഈ എൻസൈം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് പ്ലേസ് ചെയ്തേക്കുക. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള എൻസൈമാണ് ആര്? സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇവനാണ് നമ്മൾ നേരത്തെ കണ്ട ETSലെ കോംപ്ലക്സ് 2. അപ്പോൾ ക്രബ് സൈക്കിളിലും ETSലും ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. അല്ലാതെ ക്രബ് സൈക്കിളിന് വേണ്ട ബാക്കി എൻസൈംസ് എല്ലാം എൻസൈം മീഡിയേറ്റഡ് NCERTയിലുള്ള സിട്രേസ് സിന്തേസ് ഇവിടെ എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ക്രബ് സൈക്കിളിന് വേണ്ട ബാക്കി എൻസൈംസ് എല്ലാം മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലായിരിക്കെ ഈ ഒരു എൻസൈം സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. അപ്പോൾ വൺ ഓഫ് ദ ഫോളോയിങ് എൻസൈം ഓഫ് ക്രബ് സൈക്കിൾ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ എന്നൊക്കെ പറഞ്ഞാൽ അത് സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണെന്ന് അറിഞ്ഞോണേ. അത് ETSലെ കോംപ്ലക്സ് 2 ആണ് താനുമേ. അപ്പോൾ ഫ്യൂമാറിക് ആസിഡ് ഫോം ചെയ്തു, അത് പിന്നെ മാലിക് ആസിഡായി. മാലിക് ആസിഡ് വീണ്ടും ഒരു ഓക്സിഡേഷൻ നടന്ന് ഓക്സാലോഅസെറ്റിക് ആസിഡായി. അവിടെയും ഓക്സിഡേഷൻ ഉണ്ട്, അവിടെയും NAD ആണ് ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് ഓക്സാലോഅസെറ്റിക് ആസിഡ് അഗൈൻ റിയാക്ട് വിത്ത് അനദർ അസറ്റൈൽ കോഎൻസൈം ടു ഫോം അനദർ അസെറ്റിക് ആസിഡ്. അങ്ങനെ ആ സൈക്കിള് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഒരാളായിട്ട് അസറ്റൈൽ കോഎൻസൈമെ ക്ലബ് സൈക്കിളൊക്കെ കയറി വരുമ്പോൾ വീട്ടിലെ തന്നെ പ്രോസസ്സ് വഴി ഉണ്ടായി വന്നവനാണ് ഓക്സാലോഅസെറ്റിക് ആസിഡ്. അവിടുമായിട്ട് റിയാക്ട് ചെയ്താണ് സിട്രിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അസറ്റൈൽ കോഎൻസൈം എൻ്റർ ചെയ്ത് വരുമ്പോൾ ഈ ക്ലബ് സൈക്കിൾ ഒരു ഇൻ്ററപ്ഷനും കൂടാതെ ഇങ്ങനെ നടന്ന് പോകണമെങ്കിൽ ആരെ കിട്ടിക്കൊണ്ടിരിക്കണം? ഓക്സാലോഅസെറ്റിക് ആസിഡിനെ കിട്ടിക്കൊണ്ടിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ആ ഓക്സാലോഅസെറ്റിക് ആസിഡിൻ്റെ ക്രെഡിറ്റ് ആലോചിച്ച് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഇൻ ക്ലബ് സൈക്കിൾ. NCERT സെൻറ്റൻസ് ആണ്, ശ്രദ്ധിച്ചോണം. ആൻഡ് ഫൈനലി ഫോംഡ് 4 കാർബൺ കോമ്പൗണ്ട് ഇൻ ക്ലബ് സൈക്കിൾ അല്ലേ? ഇപ്പോൾ ഈ വരച്ച് കാണിച്ചിരിക്കുന്ന ക്ലബ് സൈക്കിളിലെ ഫൈനൽ ഫോംഡ് ഓക്സാലോഅസെറ്റിക് ആസിഡ് ഫൈനൽ 4 കാർബൺ കോമ്പൗണ്ടുമാണ്. അവൻ അടുത്ത ക്ലബ് സൈക്കിളിലെ ഫസ്റ്റ് മെമ്പറുമാണ് അല്ലേ? എന്നാലോചിക്കേ അല്ലേ? അപ്പോൾ ഫസ്റ്റ് എൻട്രൻ്റ് ആണ് അസറ്റൈൽ കോഎൻസൈമ്, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ് സിട്രിക് ആസിഡ്, ഏക 5 കാർബൺ കോമ്പൗണ്ടാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ഫസ്റ്റ് ഫോംഡ് 4 കാർബൺ ആണ് സക്സീനൽ കോഎൻസൈമ്, ഫൈനൽ ഫോംഡ് 4 കാർബണും ഫസ്റ്റ് മെമ്പറുമാണ് ഓക്സാലോഅസെറ്റിക് ആസിഡ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തേക്കണം. അതുപോലെ ഒരു വർഷത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, ഒരു ഗ്ലൂക്കോസിന് ഈ പറയുന്നതെല്ലാം 2 തവണ നടക്കുമെന്ന് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഒരു ഗ്ലൂക്കോസിന് ക്ലബ് സൈക്കിളിലേക്ക് എത്ര കാർബൺ ആറ്റത്തിനെ ഫെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ക്ലബ് സൈക്കിളിലേക്ക് അസറ്റൈൽ കോഎൻസൈമെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവനെയാണ് ഫെഡ് ചെയ്ത് കൊടുക്കുന്നത്. അവൻ 2 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ ഒരു ക്ലബ് സൈക്കിളിന് 2 പൈറുവിക് ആസിഡ് ഗ്ലൈക്കോൾസ് വഴി ഉണ്ടായേ ഇല്ലേ? ഒരു ക്ലബ് സൈക്കിളിൽ നിന്നല്ല, ഒരു ഗ്ലൂക്കോസിൽ ഗ്ലൈക്കോൾസ് വഴി 2 പൈറുവിക് ആസിഡ് ഉണ്ടായി. ആ 2 പൈറുവിക് ആസിഡും ഓക്സിഡേറ്റീവ് ഡികാർബോക്സിലേഷൻ വഴി അസറ്റൈൽ കോഎൻസൈമയായി. ആ 2 അസറ്റൈൽ കോഎൻസൈമയും ഓരോരോ ക്ലബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഒരു ഗ്ലൂക്കോസിന് ക്ലബ് സൈക്കിളിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഒരു ക്ലബ് സൈക്കിളിലേക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഗ്ലൂക്കോസിന് ക്ലബ് സൈക്കിളിലേക്ക് എന്ന് പറയുമ്പോൾ 2 ക്ലബ് സൈക്കിൾ നടക്കുമെന്നും അതുകൊണ്ട് ഓരോ ക്ലബ് സൈക്കിളിലേക്കും ഓരോ അസറ്റൈൽ കോഎൻസൈമ എൻ്റർ ചെയ്യുമെന്നും മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ എത്ര കാർബൺ ആറ്റത്തിനെ ഫെഡ് ചെയ്യാൻ പറ്റും? 4 കാർബൺ ആറ്റത്തിനെ ഇല്ലേ? ഒരു ഗ്ലൂക്കോസിനാണ് ക്ലബ് സൈക്കിളൊക്കെ 4 കാർബൺ ആറ്റത്തിനെ ഫെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ഇച്ചിരി ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാലും പിടിച്ച് നിന്നോണം കേട്ടോ. അപ്പോൾ 3 സ്ഥലങ്ങളിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ 3 സ്ഥലത്തുമുള്ള എക്സ് NADH2 ആണെന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ, അല്ലാതെ ഓരോ സ്ഥലത്തും ഏതാ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. 3 തവണ എക്സ് കണ്ട അപ്പോഴേ ഓർത്തോണം അത് NADH2 ആണ്. പിന്നെയുള്ളത് Z ആണ്. അപ്പോൾ ഞാനതിവിടെ പറഞ്ഞു തന്നല്ലോ 2 എസ്സുകൾക്കിടയിൽ സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ ആണെന്ന് അല്ലേ? അപ്പോൾ സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ വഴി ഇവിടെ ഉണ്ടാകുന്നത് GTP ആണ്. അപ്പോൾ Z GTP ആണെന്ന് കിട്ടി. പിന്നെ ഇത് FADH2 ആണ്. FADH2 ആണ് വൈയിലെ FADH2 സക്സീനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ്. അപ്പോൾ ചോദിക്കാം, സക്സീനിക് ആസിഡിൻ്റെ ഓക്സിഡേഷനിൽ ഇലക്ട്രോണിനെയും പ്രോട്ടോനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വരുന്ന ആരാ എന്ന് ചോദിച്ചാൽ അത് FAD ആണെന്ന് ഓർത്തോണം കേട്ടോ. FAD NAD ഒക്കെ കോഎൻസൈംസ് ആണ്. അവർ FADH2 NADH2 ഫോമിലേക്ക് എത്തുമ്പോൾ ഒരു റെഡ്യൂസ്ഡ് കോഎൻസൈംസ് ആവുമേ കേട്ടോ. അപ്പോൾ റെഡ്യൂസ്ഡ് കോഎൻസൈംസ് എത്ര ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ 3 NADH2 ഒരു FADH2. അതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു അതനുസരിച്ച് ആൻസർ ചെയ്തണം. അപ്പോൾ ഒരു ക്ലബ് സൈക്കിളിൽ 4 ഓക്സിഡേഷൻ നടക്കും, ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കും, അതുപോലെ 2 ഡീകാർബോക്സിലേഷൻ നടക്കും. ഒരു സിംഗിൾ ക്ലബ് സൈക്കിളിലാണ്. ഒരു ഗ്ലൂക്കോസിനാകുമ്പോൾ ഇതൊക്കെ ട്വൈസ് ആവും എന്നുള്ള കാര്യം ഓർത്തേക്കണം. ആ DHAP ആൻഡ് PGL 2 3 കാർബൺ ഇല്ലേ, അവിടെ മുതലുള്ള റിയാക്ഷൻസ് എല്ലാം ട്വൈസ് ആണെന്ന് മനസ്സിലുണ്ടായാൽ മതിയേ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് എടുത്തിട്ട് ഇരട്ടി എടുക്കുന്നതായിരിക്കും ഉചിതം.
അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം എണ്ണി വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പോർഷനിൽ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് 1,6 ബിസോസേറ്റ് ആകുന്നവരെ ഒരു ചാനൽ പോലെ ഒരു ലീനിയർ റിയാക്ഷൻ വന്നിട്ട് പിന്നെ അത് 2 എണ്ണമാവും, DHAPയും PGL-ആവും. പിന്നെയുള്ള റിയാക്ഷൻസ് എല്ലാം ട്വൈസ് ആണ് ഒരു ഗ്ലൂക്കോസിന് കേട്ടോ. അപ്പോൾ ആൻസർ X-NADH2 ആണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നിന്ന് കിട്ടും. ഇതൊരു വർഷം വന്നതാണ് കണ്ടോ. X-NADH2 ആണ്, Y-FADH2, Z-GTP. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഗീവൺ ഫിഗർ ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദിസ്. ഇൻകറക്റ്റ് ഓപ്ഷൻ അല്ലേ. ഇത് പുതിയ NCERT-യും പഴയതുമായിരുന്നപ്പോൾ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഫിഗറാണ്. പഴയ NCERT-യിൽ ഇങ്ങനെയാണ്, പുതിയതിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ എന്തായാലും പുതിയതിൽ പ്രിൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു. ഓരോ ATP പ്രൊഡക്ഷനും 4S+ വീതം ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് പോകണം എന്നുള്ള കാര്യം ഇപ്പോൾ ഫിക്സ്ഡ് ആയ കാര്യമായി അല്ലേ. അപ്പോൾ ഇവിടെ ഇത് F0 പാർട്ടിക്കിളാണ്. ഓക്സോമിന് ഒരു ഹെഡുണ്ട്, അത് F1 പാർട്ടിക്കിൾ. ഒരു ബേസ് ഉണ്ട്, അതിന് F0 അല്ലെങ്കിൽ FO പാർട്ടിക്കിൾ എന്ന് വിളിക്കും. ഒരു കണക്റ്റിംഗ് സ്റ്റോക്ക് ഉണ്ട്. ATP സിന്തസിസ് നടക്കുന്നത് F1 സ്പെറിക്കൽ ഹെഡിൽ വെച്ചിട്ടാണെങ്കിൽ F0 പാർട്ടിക്കിൾ ഇന്നർ മെംബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ക്രിസ്റ്റയിലേക്ക് അറ്റാച്ച്മെൻറ്റിന് സഹായിക്കും. അതുപോലെ തന്നെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് പ്രോട്ടോണിൻ്റെ മൂവ്മെൻറ്റിനുള്ള ചാനലായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കൂടുതലാണ്, ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കുറവാണ്. അപ്പോൾ കൂടിയോടത്തു നിന്ന് കുറഞ്ഞോടത്തേക്ക് F0 പാർട്ടിക്കിൾ വഴി പോകുന്നത് പാസീവായിട്ടുള്ള മൂവ്മെൻറ്റാണ്. നേരത്തെ നമ്മൾ കോംപ്ലക്സ് 1-ലൂടെയും 3-ലൂടെയും 4-ലൂടെയും കണ്ടത് ആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റാണ്. അത് റെഡ് ലൈൻ കാണിച്ചിരുന്നത്. എന്നാൽ ആ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടും. അവിടെ നിന്ന് മാട്രിക്സിലേക്കുള്ള F0 പാർട്ടിക്കിൾ വഴിയുള്ള മൂവ്മെൻറ്റ് പാസീവാണ് കേട്ടോ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗ്രേഡിയൻറ്റ് കൂടുതൽ, ഇവിടെ ഗ്രേഡിയൻറ്റ് കുറവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. NCERT-യിലെ ഫിഗറൂടെ ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കളറിലുള്ളത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ്. ഇതപ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇങ്ങനെയല്ലേ ഒരു മൈറ്റോകോൺഡ്രിയ. ഇവിടെ മാട്രിക്സ് അല്ലേ, അല്ലേ ഇങ്ങനെ തിരിക്കും. ഇത്രയും പോർഷനെ ഇങ്ങനെ എടുത്താൽ ഈ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇത് ഇന്നർ മെംബ്രെയിൻ. അപ്പോൾ ഇത് ഔട്ട് സൈഡ് അല്ലേ നോക്കുക, ഈ സൈഡ് ഇത് ഔട്ടർ സൈഡ്, ഇത് ഇൻസൈഡ്. ഇൻസൈഡിൽ വരുമ്പോൾ മാട്രിക്സ് കണ്ടോ, ഇൻസൈഡിൽ വരുമ്പോൾ അത് മാട്രിക്സ്, ഔട്ട് സൈഡിൽ വരുമ്പോൾ അത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ ഇത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസാണ് ഇവിടെ. ഇത് മാട്രിക്സ്. അപ്പോൾ മാട്രിക്സിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കുറവ്, ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടുതൽ. അപ്പോൾ ഇത് വഴിയുള്ള മൂവ്മെൻറ്റ് F0 വഴിയുള്ളത് പാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ATP സിന്തസിന് സഹായിക്കാം. അപ്പോൾ അതിൻ്റെ എനർജി കൊടുക്കുകയുള്ളൂ, ഇതിനുള്ളിലൂടെ പോവുകയല്ല ചെയ്യുക. ആ F1 സ്പെറിക്കൽ ഹെഡിനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ ആ എനർജി വെച്ചിട്ട് ATP സിന്തേസ് എന്ന എൻസൈം ആക്ടിവേറ്റ് ആവും, അവിടെ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞപ്പോൾ ഒരു പ്രോട്ടോൺ എന്തൊക്കെയാണ് കെമിയോസ്മോസിസിന് വേണ്ടത്? ഒരു മെംബ്രെയിൻ വേണം അല്ലേ. ഇവിടെ മെംബ്രെയിൻ ഉണ്ട്, ഏതാ? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ അല്ലേ. പ്രോട്ടോൺ പമ്പ് വേണം. നമ്മൾ കോംപ്ലക്സ് 1-നെയും 3-യെയും 4-നെയും പമ്പായിട്ട് കണ്ടിരുന്നു. യുബിക്വിനോൺ മാട്രിക്സിൽ നിന്ന് എടുത്ത് പമ്പ് ചെയ്ത് കൊടുക്കുവേ. അതുപോലെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആകുന്നില്ലേ ഇല്ലേ. ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടും, മാട്രിക്സിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കുറയും. അപ്പോൾ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആയി. അതുപോലെ ATP സിന്തേസ് എന്ന എൻസൈമും വേണം കണ്ടോ. അപ്പോൾ കെമിയോസ്മോസിസ് 2 കേസിലും വരുമ്പോൾ ഈ 4 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് നോക്കാം. Statement 1. The figure represents the chemiosmotic ATP synthesis by oxysomes where X is the mitochondrial matrix. ആണോ നോക്കിക്കോ. X is the mitochondrial matrix and Y is the inner mitochondrial membrane. അപ്പോൾ ഇത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സും ഇത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനുമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഓക്സോമിൻ്റെ സ്ട്രക്ചറിൽ ഈ ഫിഗറിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന 1-2 കാര്യങ്ങളോടൊന്ന് ഓർത്തേക്കണേ. ഈ F1 സ്പെറിക്കൽ ഹെഡിനെ നമ്മൾ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് വിളിക്കും. F0 പാർട്ടിക്കിൾ ക്രിസ്റ്റയിലേക്ക് ഇന്നർ മെംബ്രെയിനിലേക്ക് ഇൻ്റഗ്രേറ്റഡ്, അതിനെ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് വിളിക്കും കേട്ടോ. ബേസിക് യൂണിറ്റുകളാണിത് റെസ്പിറേഷൻ്റെ. അപ്പോൾ ആ 2 കാര്യങ്ങളൂടെ അവിടെ ഒന്ന് ഓർത്ത് പോക്കോണേ.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എൻസൈം റിക്വയർഡ് ഫോർ ATP സിന്തസിസ് ഈസ് ATP സിന്തേസ് കൺസിഡേർഡ് ടു ബി ദ കോംപ്ലക്സ് 5 ഓഫ് ETS അല്ലേ? കോംപ്ലക്സ് 5 എന്ന് പറയുന്ന ATP സിന്തേസ് അല്ലേ? അത് ATP സിന്തസിന് സഹായിക്കുന്നതാണ് എൻസൈമാണ്. ശരി. The figure represents oxidative phosphorylation, which is the synthesis of energy-rich ATP molecules with the help of energy liberated during oxidation of reduced coenzymes, that is NADH2 and FADH2 produced in respiration. അതല്ലേ ഞാൻ ആ ഫിഗറിൽ NCERT കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോയാൽ തിരിച്ച് 32 വരണം, ഓർത്തോണേ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ NADH2 NAD ആകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇവിടെ സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് ആകുന്നിടത്ത് ക്രബ് സൈക്കിളുണ്ടായ FADH2 FAD ആകുന്നതും പറഞ്ഞില്ലേ? അപ്പോൾ ആ NADH2 FADH2 പല ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഈ ചെയിനിലൂടെ കടത്തി വിടുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ NADH2 എന്നും FADH2 എന്നും ഉള്ള അവരിൽ നിന്നുള്ള ഇലക്ട്രോണും പ്രോട്ടോണിനെയും പല ഇലക്ട്രോൺ ക്യാരിയേഴ്സിലൂടെ കടത്തി വിടുമ്പോൾ ATP റിലീസിങ് പോസിബിൾ ആകുക ചെയ്യുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി ഫോർത്ത് വൺ, ATP സിന്തേസ് ബിക്കം ആക്റ്റീവ് only when there is a proton gradient. അതൊക്കെ ശരിയാണ്. ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ ATP സിന്തേസ് ആക്റ്റീവ് ആവുള്ളൂ. Having higher concentration of protons, that is S+, on the inner side. ഇന്നർ സൈഡ് എന്ന് പറയുമ്പോൾ ഇന്നർ സൈഡിലെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഹയർ ആയിരിക്കണം എന്നും ആൻഡ് ഓൺ ദ ഇന്നർ സൈഡ് F1 സൈഡ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഔട്ടർ സൈഡ്. ആണോ? ഇവിടെ ഗ്രേഡിയൻ്റ് കൂടുതലായിരിക്കണമെന്നും ഇവിടെ കുറഞ്ഞിരിക്കണമെന്നോ അതിൽ പറഞ്ഞിരിക്കുന്നത്, അതാണോ ശരി? അല്ല. ഔട്ടർ സൈഡായ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കൂടുതലായിരിക്കണം, അതുപോലെ ഇന്നർ സൈഡായ മാട്രിക്സിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ F0 പാർട്ടിക്കിൾ വഴി പ്രോട്ടോൺ മൂവ് ചെയ്ത് വന്നിട്ട് എനർജി ക്രിയേറ്റ് ആയി ആ എനർജി വെച്ച് ATP സിന്തേസ് ആക്ടിവേറ്റ് ആയിട്ട് അവിടെ ATP സിന്തസിസ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. Next question, the given figure shows development of an embryo that undergoes 2 phases A and B. Select the correct option regarding it. ഒരു സൈഗോട്ട് ഡിവൈഡ് ദ എംബ്രിയോ ആകുന്ന ആ ഫിഗറാണല്ലേ. ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകൾ ഏതാ അല്ലാത്തത് ഏതാന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് ക്ലിയർ ഇല്ല. ഞാനിങ്ങനെ ഒന്ന് തിരിഞ്ഞോട്ടെ. ഇതിൽ അത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല നിങ്ങളുടെ ഇതിൽ കാണുമ്പോൾ. ഞാനതുകൊണ്ട് ഈ പടം ഒന്ന് എടുത്തിട്ടെ. അപ്പോൾ ആദ്യം A എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യത്തേത് അതിൻ്റെ എയിൽ ജിയോമെട്രിക് ഗ്രോത്താണ് നടക്കുക. ഇവിടെ ജിയോമെട്രിക് ഗ്രോത്ത് എന്നോ ഫേസ് എന്നോ വരും. അപ്പോൾ എല്ലാ സെല്ലും ഡിവൈഡ് ചെയ്യും, എവറി സെല്ല് ഡിവൈഡ് ചെയ്യും അല്ലേ. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ബിയിൽ എത്തുമ്പോഴത്തേനും അത് അരിത്തമെറ്റിക് ഗ്രോത്ത്. അപ്പോൾ അവിടെ only 1 സെല്ലേ ഡിവൈഡ് ചെയ്യുള്ളൂ. NCERTയിലെ ഫിഗർ ഇതുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഉണ്ടാവണം. അരിത്തമെറ്റിക് ഗ്രോത്ത് ആകുമ്പോൾ ഇതിൽ കണ്ടോ, ആ ഡോട്ടർ സെല്ലിലെ ഒരുത്തം മാത്രമേ ഫർദർ ഡിവിഷൻ നടത്തത്തുള്ളൂ. കണ്ടോ, ഇതിൽ 2 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 1 ആക്റ്റീവ് ആകുന്നു, പിന്നെ അത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡോട്ടർ സെല്ലെ പിന്നെ ഫർദർ ഡിവിഷനിലേക്ക് ഇൻവോൾവഡ് ആകുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഈച്ച് ആൻഡ് എവറി സെല്ല് ഡിവൈഡ് ചെയ്യും. അപ്പോൾ only 1 ഡോട്ടർ സെൽ ക്യാൻ ഡിവൈഡ് എന്നുള്ളത് അരിത്തമെറ്റിക്കിൻ്റെ കാര്യത്തിൽ ഓർത്തേക്കണം. ജിയോമെട്രിക്കിൽ ഓൾ സെൽസ് ക്യാൻ ഡിവൈഡ് എന്നുള്ള ഓർത്തേക്കണം. അപ്പം സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആകുന്നതിൽ എയർലി ഡെവലപ്മെൻറ്റ് എല്ലാ സെൽസിനും ഡിവൈഡിങ് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് ജിയോമെട്രിക് ഫേസ് ആണ്. എന്നാൽ മച്യൂരിറ്റി എത്തുമ്പോഴത്തേനും അത് അരിത്തമെറ്റിക് ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങും. സോ ദ ആൻസർ A geometric growth and B arithmetic growth. So the answer is option 1. ഇത് കുറച്ചുകൂടെ അത് ഡിവിഷൻ നടക്കാത്ത സെല്ലുകളൊക്കെ മനസ്സിലാക്കാൻ പാടാണ് ആ പടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഒന്ന് കൊടുത്തത് കേട്ടോ. സെൽസ് കേപ്പബിൾ ഓഫ് ഡിവിഷൻ ഇവിടെ കുറച്ചേ ഉള്ളൂ കണ്ടോ. സെൽസ് ലോസ് കപ്പാസിറ്റി ടു ഡിവൈഡ് ഈ ആഷ് കളറിൽ, റെഡ് കളറിലുള്ള സെൽസ് ഡു നോട്ട് ഡിവൈഡ്, അവൻ്റെ ഡിവിഷൻ കപ്പാസിറ്റി തീർന്നു. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഈ പ്രത്യേകതയും മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കണം. Next question, given graph is drawn on the parameters of growth versus time. Here A, B and C respectively represent. അപ്പോൾ ഇങ്ങനെയൊരു ലേബലിംഗ് കൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ A ഏറ്റവും ആദ്യം, B പിന്നെ C അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ എയെ കൊണ്ടുവന്ന് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുക കണ്ടോ. അവിടെ സ്റ്റഡി ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റഡി ഗ്രോത്താണ്. ബിയിൽ കൊടുത്തിരിക്കുന്നത്
ലാഗ് ഫേസ്. ആ സ്റ്റാർട്ടിങ്ങിലുള്ളത് വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ് കാണിക്കുക, അപ്പോൾ അത് ലാഗ്. എന്നാൽ സിയിൽ കൊടുത്തിരിക്കുന്നത് ലോഗ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ, അതാണ് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നമ്മുടെ NCERT ഫിഗറുണ്ട്, അതൊന്ന് എടുത്തിട്ടതാണ്. അപ്പോൾ ഗ്രോത്തിനെ ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ലാഗ് ഫേസിൽ ഗ്രോത്ത് സ്ലോ ആയിരിക്കും, ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കും. അതിനുശേഷം സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് എന്ന് തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്തെടുക്കണം. എയിൽ സ്റ്റഡി ഫേസ് ആണെന്ന് കിട്ടുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തും അല്ലേ. ബി ലാഗ് ഫേസ് ആണ്, സി ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഫിനോമിനൻ റെപ്രസെൻറ്റ്സ്. NCERTയിലെ പടമാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലാന്റ്, എൻ്റെ എപ്പിക്കൽ ബഡാണ് ഇവിടെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അടുത്ത പടത്തിൽ എപ്പിക്കൽ ബഡ് അവിടെ കാണാനില്ല, ലാറ്ററൽ ഷൂട്ട് അവിടെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താ ഈ പ്രോസസ്സ് എന്നാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എപ്പിക്കൽ റീജിയനിലാണ് ഓക്സിൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്സിൻ എപ്പിക്കൽ ഡോമിനൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഓക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എപ്പിക്കൽ ഡോമിനൻസ് ആണ്. അപ്പോൾ അതിനെ അങ്ങ് റിമൂവ് ചെയ്തതായിട്ടാണ് കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഏത് ഗ്രോത്ത് ഹോർമോണിനെ പ്രൊമോട്ട് ചെയ്തു? സൈറ്റോകൈനിനെ പ്രൊവോക്ക് ചെയ്തു. അത് ലാറ്ററൽ ഷൂട്ട് ഫോർമേഷനിലുള്ള നമ്മുടെ ഈ തേയില നുള്ളുന്നതില്ലേ, കൊളുന്ത് നുള്ളുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ഷൂട്ടപ്പെക്സിലുള്ള ആ പോർഷൻ അവർ കട്ട് ചെയ്തങ്ങ് ഇങ്ങനെ മുറിച്ചങ്ങ് എടുക്കും. അപ്പം ഓക്സിനാണ് റിമൂവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സൈറ്റോകൈനിൻ ആക്ടിവേറ്റ് ആവും, ലാറ്ററൽ ഷൂട്ട് ഉണ്ടാകും. ആലോചിച്ച് നോക്കിയ തേയില നുള്ളുമ്പോൾ കൂടുതൽ തേയില നുള്ളിയെടുക്കാൻ പറ്റണം എന്നല്ലേ അവരുടെ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടിപ്പിലുള്ള ഭാഗം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു ടിപ്പ് ഉണ്ടായിരുന്ന ഭാഗം പൊട്ടിച്ചെടുത്താൽ അവിടുന്ന് ലാറ്ററൽ ഷൂട്ട് ഉണ്ടായ 2-3 ബ്രാഞ്ചുകളുണ്ടായി. അതിൻ്റെ എല്ലാ അറ്റത്തുനിന്ന് പിന്നെ നുള്ളിയെടുക്കാൻ പറ്റില്ലേന്ന് നോക്കിക്കേ. അപ്പോൾ അത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് അങ്ങനെ ഹഡ്ജ് മേക്കിങ്ങിലൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓക്സിൻ റിമൂവ് ആക്കപ്പെട്ടു. ഓക്സിൻ റിമൂവ് ആക്കപ്പെട്ടപ്പോൾ ഇവിടെ ലാറ്ററൽ ഷൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന സൈറ്റോകൈനിൻ ആക്ടിവേറ്റ് ആയതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ബോൾട്ടിംഗ് അല്ല, ബോൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജസ്റ്റ് ബിഫോർ ഫ്ലവറിങ് പെട്ടെന്ന് ഇൻ്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനെയാണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് ലൈറ്റിന് നേരെ വളർന്നു വരുന്നതിനെയാണ് ഫോട്ടോട്രോപ്പിസം. ഹെട്രോഫില്ലി എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ലീഫ് ഉള്ളതാണ്. ഡീക്യാപിറ്റേഷൻ പ്രൊമോട്ട്സ് ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്. അപ്പോൾ അതാണ് ആൻസർ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. 4ലേക്കൊക്കെ എത്തിയല്ലോ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, refer to the given figure, identify the labeled parts and select the incorrect statement regarding them. നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് പാർട്ടാണ് ലേബൽ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്താ P എന്ന് പറയുന്നത് പോളൻ സാക്ക്, Q പോളൻ ഗ്രെയിൻ ആണ്, S ലൈൻ ഓഫ് ഡെക്സൻസ്, R ഫിലമെൻറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒറിജിനൽ NCERT ഫിഗറോടെ ഒന്ന് കണ്ടു. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടോ നിങ്ങൾക്ക് മാറിപ്പോകുമെന്ന് തോന്നുവാണെങ്കിൽ ലേബലിംഗ് ഇത് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതിൽ ഓരോന്നും എഴുതിയേക്കുന്നതിൻ്റെ വെച്ചിട്ട്, അപ്പോൾ പോളൻ സാക്ക് എന്ന് കാണിച്ചപ്പോൾ അത് രണ്ടും ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഓർത്തേക്കണം, യങ് ആന്തർ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇവിടെ ഒരു സ്പൊറാഞ്ചിയം, ഇവിടെ ഒരു സ്പൊറാഞ്ചിയം, ഇവിടെ ഒരു സ്പൊറാഞ്ചിയം, ഇവിടെ ഒരു സ്പൊറാഞ്ചിയം അല്ലേ. ഇവിടെ ഒരു വരച്ച ടിപ്പിക്കൽ ആന്തറാണ്, ബൈലോബ്ഡാണ്. കണ്ടോ, ഈ ഒരു പോർഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഈ ഒരു പോർഷനും ഇത്. അപ്പോൾ ഓരോ ലോബിലും 2 തീക്ക എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി എന്നുള്ള മീനിങ്ങിലാണ്. ഓരോ ലോബിലും 2 തീക്കായുണ്ട്. എന്നാൽ മച്ചുറാകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? മച്ചുറാകുമ്പോൾ ഇവർ 2 പേരും ഇവിടെ യുണൈറ്റ് ചെയ്ത് ഇടയ്ക്കത്തെ വോൾ ലെയറുകൾ പോയിട്ടാണ്, ഇടയ്ക്ക് വോൾ ലെയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള സെല്ലുകൾ പോയിട്ട് ഇത് 2 കൂടെ ഒന്നാവും, ഇത് 2 കൂടെയും ഒന്നാവും. അപ്പോൾ മച്ചുർ ആന്തറായി കഴിയുമ്പോൾ ഇത് മൊത്തം ഒരു തീക്ക, ഇത് മൊത്തം ഒരു തീക്ക. അപ്പോൾ മച്ചുർ ആന്തറിൽ 2 തീക്ക, സോ ഡൈത്തീക്കസ് കേട്ടോ. അപ്പോൾ യങ് ആന്തറിനെ വെച്ചിട്ടാണ് അവർ ഈച്ച് ലോബ് ഹാവ് 2 തീക്ക എന്ന് എഴുതിയിരിക്കുന്നത്. മച്ചുർ ആന്തറിനെ വെച്ചിട്ടാണ്, സോ ദേ ആർ ഡൈത്തീക്കസ്. നിങ്ങൾ ഇത്രയും പഠിക്കുക. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആന്തർ ബൈലോബ്ഡ് ആണ്, ഡൈത്തീക്കസ് ആണ്, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്. കേട്ടല്ലോ, അത് മറക്കാതെ ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ പിന്നെ ഒരു NCERT ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരു ഫുൾ ലെങ്ത്തിലും പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ട്, സെപ്പറേറ്റിംഗ് ദ 2 തീക്ക. ആ ഗ്രൂവാണ് ഇവിടെയുള്ളത്. ഇത് ഈ സെൻറ്ററിലൂടെ ഈ പോകുന്നു കേട്ടോ. ഈ വര അങ്ങ് ഞാൻ മാച്ച് കളഞ്ഞ ഈ ഗ്രൂവ് കണ്ടോ, ഈ ഗ്രൂവ് അത് ഈ തീക്കയും കൂടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ലോഞ്ചിലുള്ള ഗ്രൂവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് A എന്താണെന്ന് കിട്ടി,
അല്ല എ അല്ലല്ലോ, പി എ ക്യൂ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ പി എന്താ, പോളൻ സാക്കാണ്. പി എക്സ്റ്റെൻഡ് ലോഞ്ചിറ്റ്യൂഡിനലി ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ആൻ ആന്തർ ആൻഡ് ആർ പാക്ഡ് വിത്ത് ക്യൂ. അപ്പോൾ ക്യൂ പോളൻ ഗ്രെയിൻ ആണ്. എ പോളൻ സാക്യൂ, അല്ല പി എ പോളൻ സാക്യൂ ആണ്. ശരിയാ അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ. ഇനി ആർ എന്ന് പറയുന്നത് ഫിലമെൻ്റ്. ഈസ് ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് അറ്റാച്ച്ഡ് പ്രോക്സിമലി ടു ദ തലാമസ് ഓർ പെറ്റൽ. അത് ശരിയാ. ഫ്ലോറൽ വെൽസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് തലാമസേന്നാണ് അല്ലേ. ഞാനതിനെ ഇച്ചിരി കുഞ്ഞാക്കിയതാണ് ഇവിടെ വരയ്ക്കാൻ സ്ഥലത്തിന്. ഏറ്റവും ഇന്നർമോസ്റ്റ് വേളാണ് ഗൈനീഷ്യം. പിന്നെ ആൻഡ്രീഷ്യം, അതിലെ യൂണിറ്റ് സ്റ്റേമൻസ്. പെറ്റല്, സെപ്പലിന് ഞാനൊന്ന് പച്ചയാലെണ്ണ ഉപയോഗിക്കേണ്ട തിരിച്ചറിയാൻ. അപ്പോൾ ഇതിൽ ഇത് സ്റ്റോക്കാണ്, സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ. പെഡിസലാണെങ്കിൽ അതിൻ്റെ അറ്റം വന്ന് ഫ്ലാറ്റൻഡായി ഉണ്ടാകുന്ന പോർഷനാണ് തലാമസ്, അല്ലെങ്കിൽ അതിന് റിസപ്റ്റക്കിൾ. അപ്പോൾ ഈ ഫ്ലോറൽ വെൽസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് തലാമസയിൽ നിന്നാണ്, അല്ലെങ്കിൽ പെറ്റലയിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയാമോ, എപ്പിപെറ്റാലസ് എന്നൊരു കണ്ടീഷനുണ്ട്. നമ്മൾ നേരത്തെ ഫാമിലിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഇങ്ങനെ പെറ്റൽസ് യുണൈറ്റഡ് ആയിട്ടുള്ള ഗ്യാമോപെറ്റാലസ് മെമ്പറുകളിൽ അപ്പോൾ അത് എൻ്റെ സ്റ്റേമൻ ഇവങ്ങ് താഴെ ഈ തലാമസയിലേക്കല്ല അറ്റാച്ച് ചെയ്യാൻ വരിക, ഇങ്ങനെ പെറ്റലയിലേക്കാണ്. എപ്പിപെറ്റാലസ് എന്ന് പറയും. പിന്നെ എൻ്റെ മോണോക്കോട്ടിലാണെങ്കിൽ സെപ്പൽ പെറ്റൽ ഡിഫറൻസിയേഷൻ ഇല്ലാത്തപ്പോൾ അതിനെ പെരിയാന്ത് എന്നാണ് വിളിക്കുക അല്ലേ. പെരിയാന്തിലെ ഓരോ യൂണിറ്റുകളെയും ടെപ്പൽ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നെങ്കിൽ എപ്പി ടെപ്പലസ് എന്നോ എപ്പിഫിലസ് എന്നോ വിളിക്കാം. കേട്ടല്ലോ. അപ്പം എപ്പിപെറ്റാലസ് എന്ന് പറയുമ്പോൾ പെറ്റലയിലേക്ക് കണക്ട് ചെയ്ത്, ഫിലസ് എന്ന് പറയുമ്പോൾ പെരിയാന്തയിലേക്ക്, അതിൻ്റെ യൂണിറ്റായ ടെപ്പലയിലേക്കാണ് എപ്പി ടെപ്പലസ് എന്ന് വിളിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പോൾ അത് അതിൻ്റെ പ്രോക്സിമലൻ്റാണ് തലാമസ് ഓർ പെറ്റലിലേക്ക്. ഡിസ്റ്റലൻ്റാ ഇത്, അത് അറ്റാച്ച്ഡ് ടു ആന്തർ കേട്ടോ. ഇത് ഡിസ്റ്റലൻ്റ് അറ്റാച്ച്ഡ് ടു ആന്തർ, പ്രോക്സിമലൻ്റ് ഈസ് കണക്റ്റഡ് ടു തലാമസ് ഓർ പെറ്റൽ. എപ്പിപെറ്റാലസ് കണ്ടീഷൻ ആണെങ്കിൽ പെറ്റലിലേക്ക്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാ. ക്യൂ റെപ്രസെൻറ്റ്സ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ക്യൂ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ് അല്ലേ. പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. കാരണം എന്താ, പോളൻ ഗ്രെയിനിൽ ആദ്യത്തെ മൈറ്റോസ് നടക്കുമ്പോൾ വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെല്ലായി, ജനറേറ്റീവ് സെല്ലിൽ ഒരു മൈറ്റോസ് കൂടെ നടക്കുമ്പോഴാണ് രണ്ട് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് പോളൻ ഗ്രെയിനിനകത്താണ്. മെയിൽ ഗ്യാമേറ്റിനെ ബിയർ ചെയ്യുന്ന സ്ട്രക്ചറിനെ നമുക്ക് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കാം. അതുകൊണ്ട് പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ്സ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഫോർത്ത് വൺ, സെൽസ് ഇൻ ദ റീജിയൻ ഓഫ് എസ് ആർ തിക്ക് വോൾഡ്. എസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഡെഹിസൻസാണ്. ലൈൻ ഓഫ് ഡെഹിസൻസ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ലൈൻ ഓഫ് ഡെഹിസൻസാ. അത് ബ്രേക്ക് ചെയ്യേണ്ട ആ റീജിയനിലെ സെല്ലുകൾ തിക്ക് വോൾഡ് ആയാൽ പറ്റുമോ? അത് തിൻ വോൾഡ് ആയിരിക്കണം. കാരണം അതിലെ ബ്രേക്ക് ചെയ്ത് പോളൻ ഗ്രെയിൻസിന് പുറത്ത് വരേണ്ടതാണ്. അപ്പോൾ അത് തിക്ക് വോൾഡ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. അത് തിൻ വോൾഡ് ആണ് വരേണ്ടത്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം കേട്ടോ. Next question, the given diagram shows two plants of the same species. Identify the type of pollination indicated at P1, P2 and P3. P1 എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലവറിൽ നിന്നും അതേ ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻ പോയേക്കെന്നാണ് കാണിച്ചേക്കുന്നത് അല്ലേ. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണെങ്കിൽ അത് ഓട്ടോഗമിയ അല്ലെങ്കിൽ സെൽ പോളിനേഷൻ എന്ന് വിളിക്കാം അല്ലേ. ഇനി P2 കാണിച്ചിരിക്കുന്ന സെയിം പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ സെയിം പ്ലാന്റിലുള്ള രണ്ട് ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനെ ജീറ്റനോഗമി എന്ന് വിളിക്കും. അപ്പോൾ ജീറ്റനോഗമിയിൽ ഓർക്കേണ്ട കാര്യം എന്താ, ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് അത് ഫങ്ഷണലി ക്രോസ് പോളിനേഷന് കഴിയാണെങ്കിലും രണ്ട് ഫ്ലവറും സെയിം പ്ലാന്റിലെ ആയതുകൊണ്ട് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ സെയിമാണ്. അതുകൊണ്ട് ഫങ്ഷണലി ജീറ്റനോഗമി ഈസ് cross pollination coming under cross pollination but genetically similar to cell pollination ഓർത്തേക്കണം കേട്ടോ. ഇനി സെയിം സ്പീഷീസിലുള്ള രണ്ട് പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിലാണ് P3 കാണിച്ചിരിക്കുന്നത്. സോ P3 ഈസ് സീനോഗമി. പുതിയ വെറൈറ്റി ഫോം ചെയ്യുന്നപ്പോൾ സീനോഗമി വരികയായിരിക്കും കേട്ടോ. പ്യുവർ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് സീനോഗമിയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണ് ഓട്ടോഗമി.
ജീറ്റ്നോഗമി ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma of another flower of the same plant ആണ് ജീറ്റ്നോഗമി. ഇറ്റ് ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ബട്ട് ജെനറ്റിക്കലി സിമിലർ ടു സെൽഫ് പോളിനേഷൻ. ഇനി സീനോഗമി ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma of another flower of a different plant of the same species. അവിടെ സെയിം സ്പീഷീസ് വേണമെന്നേ ഉള്ളൂ. അതിനെയാണ് എന്ത് വിളിക്കുക? സീനോഗമി. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും. ഒന്നാമത്തത് ഓട്ടോഗമി വരും, രണ്ടാമത്തത് ജീറ്റ്നോഗമി വരും, മൂന്നാമത്തത് സീനോഗമിയും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 അല്ലേ? എൻ്റെ ഒപ്പം എത്തിയല്ലോ അല്ലേ? ആൻസർ 3. അവിടെ 1-2 കാര്യം കൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നോട്ടെ. ഇത് എപ്പോഴും സംശയമായിട്ട് കുഞ്ഞുങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് മറക്കാതെ ഓർത്തോണം. മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റുകളിൽ യൂണിസെക്ഷൽ ഫ്ലവറുകളെ ഉള്ളൂ. ബൈസെക്ഷൽ ഫ്ലവർ, ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവർ, മജോറിറ്റി ആൻജിയോസ്പെമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ആണെന്നൊക്കെ NCERT സെൻറ്റൻസ് ആണ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. മജോറിറ്റി പ്ലാന്റ്സും ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവർ ഉള്ള പ്ലാന്റുകളിൽ മൊണേഷ്യസോ ഡയേഷ്യസോ കണ്ടീഷൻ ആവാം. മൊണേഷ്യസ് ആകുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ യൂണിസെക്ഷൽ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റ് തന്നെ ഉണ്ടാവും. എന്നാൽ ഡയേഷ്യസ് ആകുമ്പോൾ യൂണിസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് 2 പ്ലാന്റുകളായിരിക്കും. ഒരു ചെടിയിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രമാണെങ്കിൽ മറ്റൊന്നിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ മൊണേഷ്യസ് പ്ലാന്റിൽ ഈ പ്ലാന്റിനെ നമുക്ക് കൺസിഡർ ചെയ്താൽ ദിസ് പ്ലാന്റ് ഈസ് ഇൻ ബൈസെക്ഷൽ കണ്ടീഷൻ വിത്ത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഞാൻ കണ്ടീഷൻ എന്നാണ് പറഞ്ഞത്, ഫ്ലവേഴ്സ് എന്നല്ല കേട്ടോ. ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ, ദ കണ്ടീഷൻ ഓഫ് പ്ലാന്റ് ഈസ് ബൈസെക്ഷൽ. കാരണം എന്താ ബൈസെക്ഷൽ കണ്ടീഷൻ എന്ന് പറയാൻ കാരണം ആൺപൂവും പെൺപൂവും ഒരു ചെടിയിലുള്ളത് കൊണ്ട് അല്ലേ. എന്നാൽ ഡയേഷ്യസ് ആകുമ്പോഴോ ഇതിൽ ആൺപൂ മാത്രമേ ഉള്ളൂ, ഇതിൽ പെൺപൂ മാത്രമേ ഉള്ളൂ. സോ ദിസ് പ്ലാന്റ് ഈസ് ഇൻ യൂണിസെക്ഷൽ കണ്ടീഷൻ വിത്ത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ മൊണേഷ്യസ് ഡയേഷ്യസ് കേൾക്കുമ്പോഴേ ഓർത്തണം പ്ലാന്റുകളിൽ യൂണിസെക്ഷൽ ഫ്ലവറുകളെ ഉള്ളൂ. ആ യൂണിസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെയാണെങ്കിൽ അതിനെ മൊണേഷ്യസ് എന്നും, 2 പ്ലാന്റുകളാണെങ്കിൽ അതിനെ ഡയേഷ്യസ്. ഇനി ഓർക്കേണ്ടത് മൊണേഷ്യസ് പ്ലാന്റ്സ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മൊണേഷ്യസ് പ്ലാന്റ്സ് പ്രിവെൻറ്റ് ഓട്ടോഗമി ബട്ട് നോട്ട് ജീറ്റനോഗമി. നോക്ക്, മൊണേഷ്യസ് ആകുമ്പോൾ ഇങ്ങനെയൊരു പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ ഇങ്ങനെ ഒരെണ്ണം നടക്കുമോ? ഇങ്ങനെയൊരു പോളിനേഷൻ നടക്കുമോ? അപ്പം ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആയതുകൊണ്ട് ഓട്ടോഗമി നടക്കത്തില്ല. പക്ഷേ ഇങ്ങനെയൊരു പോളിനേഷൻ നടക്കാമല്ലോ അല്ലേ. ഇതിനെയല്ലേ ജീറ്റനോഗമി എന്ന് വിളിക്കുന്നത്. സീനോഗമി ഏത് പ്ലാന്റിലും നടക്കാം. പ്ലാന്റ് സെയിം സ്പീഷീസിലായിരിക്കണം, 2 ഉള്ളൂ കേട്ടോ. അത് യൂണിസെക്ഷൽ ഫ്ലവർ ഉള്ളതാണേലും ബൈസെക്ഷൽ ഫ്ലവർ ഉള്ളതാണേലും എല്ലാം പറ്റും. പക്ഷേ ഈ ജീറ്റ്നോഗമി ഓട്ടോഗമി നടക്കാത്തത് യൂണിസെക്ഷൽ ഫ്ലവർ ആയതുകൊണ്ടാണ്. ജീറ്റ്നോഗമി നടക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റ്സ് പ്രിവെൻറ്റ് ഓട്ടോഗമി ബട്ട് നോട്ട് ജീറ്റനോഗമി. എന്നാൽ പ്ലാന്റ് ഡയേഷ്യസ് ആകുമ്പോൾ ഇങ്ങനെയൊരു ഓട്ടോഗമി നടക്കുമോ? ഇവിടെ ഈ ഓട്ടോഗമി നടക്കുമോ? ഇല്ല. ഇത് ജീറ്റനോഗമി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? 2 മെയിൽ ഫ്ലവേഴ്സ് തമ്മിലോ 2 ഫീമെയിൽ ഫ്ലവേഴ്സ് തമ്മിലോ പോളിനേഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ ജീറ്റനോഗമി അവിടെ നടക്കൂല. പിന്നെ അവിടെ എന്ത് മാത്രമേ നടക്കുള്ളൂ? സീനോഗമി മാത്രമേ നടക്കുള്ളൂ. സോ ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സ് ഓൺലി സീനോഗമി ഈസ് പോസിബിൾ. അല്ലേന്ന് ആലോചിച്ചേ അല്ലേ. ഇത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. മൊണേഷ്യസ് പ്ലാന്റ്സ് പ്രിവെൻറ്റ് ഓട്ടോഗമി ബട്ട് നോട്ട് ജീറ്റനോഗമി. ബട്ട് ഡയേഷ്യസ് പ്ലാന്റ്സ് പ്രിവെൻറ്റ് ഓട്ടോഗമി ആൻഡ് ജീറ്റനോഗമി ബട്ട് നോട്ട് സീനോഗമി. സീനോഗമി മാത്രമേ അവിടെ നടക്കുള്ളൂ. നല്ലതായിട്ട് കൺസെപ്റ്റ് ഉണ്ടാകേണ്ട കാര്യമാണ്, ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below is a diagrammatic representation of the mature embryo sac or the female gametophyte which is developed from the functional megaspore. Identify A to F and answer the following question. ഓരോന്നിൻ്റെയും പ്ലോയിഡി വെച്ചിട്ടും എല്ലാം ക്വസ്റ്റ്യനൊക്കെ വരാറുള്ളതാണ്. എ എന്ന് പറയുന്നത് ആൻറ്റിപോഡൽസ് ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് പോളാർ ന്യൂക്ലിയൈ, സി സെൻട്രൽ സെല്ലാണ്, ഡി എഗ്ഗാണ്, ഈ സൈനാജിഡാണ്, ഈ ഫിലിഫോം അപ്പാരറ്റസ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 4 മാർക്കിങ്ങുകളുടെ പ്ലോയിഡിയാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻറ്റിപോഡൽസ് ആണ്, അത് ഹാപ്ലോയിഡാണ്. പിന്നെ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് പോളാർ ന്യൂക്ലിയാണ്, ഹാപ്ലോയിഡാണ്. അവ തമ്മിൽ ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആയാലേ ഡിപ്ലോയിഡ് ആവുള്ളൂ. അത് നമുക്കിപ്പോൾ NCERTയിൽ സെക്കൻഡറി ന്യൂക്ലിയസ് എന്നുള്ള പ്രയോഗം ഇല്ല. പണ്ട് ഫസ്റ്റ് ഇയറിൽ പ്ലാനിങ്ങിടത്തിൻ്റെ പോർഷൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിലില്ല. അപ്പോൾ പോളാർ ന്യൂക്ലിയ ഹാപ്ലോയിഡ് ആണെന്ന് പ്രത്യേകം ഓർത്തേക്കണേ. ഇനി പിന്നെ കൊടുത്തിരിക്കുന്ന ഡി ആണ്, ഡി എഗ്ഗാണ്, അത് ഹാപ്ലോയിഡാണ്. ഈ സൈനേജിലാണ്, അത് ഹാപ്ലോയിഡാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. എല്ലാം ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സാണ്. അതുപോലെ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൻട്രൽ സെല്ലിൽ ഇൻവോൾവ്ഡ് ആണ്, എഗ്ഗും ഇൻവോൾവ്ഡ് ആണ്. കാര്യമെല്ലാം ഓർത്തേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ദ ഗിവൺ ഫിഗർ ഓഫ് എഗ് apparatus showing entry of pollen tube into a cynagid. Identify any 2 of the labeled parts and select the correct option.
ഏതോ 2 കാര്യങ്ങളെ മാച്ച് പറഞ്ഞിട്ടുള്ളേ. എയിൽ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ സെല്ല അല്ലേ, നോക്ക് ഈ സെല്ല്. ബിയിൽ കൊടുത്തിരിക്കുന്നത് എഗ് ന്യൂക്ലിയസാണ്, ഇത് വലിയ വാക്യൂളൊക്കെ ആയിട്ട്. സിയിൽ കൊടുത്തിരിക്കുന്നത് ആ സെല്ലുകളിലുള്ള പ്ലാസ്മ മെംബ്രെയിനാണ് കൊടുത്തേക്കുന്നത്. ഡി എന്ന് കൊടുത്തിരിക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ് കാണിച്ചേക്കുമ്പോൾ തന്നെ അത് സൈനാജിഡ് ആണെന്ന് കിട്ടും. ഇയിൽ കൊടുത്തിരിക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. എഫിൽ 2 പേരെ ഒരുമിച്ച് കാണിച്ചേക്കുമ്പോൾ മെയിൽ ഗാമീറ്റ് ആണെന്നറിയാം. ജിയിലുള്ളത് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസാണ്. എന്താ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫംഗ്ഷൻ? പോളൻ ട്യൂബ് ഒറിജിനേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പോളൻ ട്യൂബ് എംബ്രിയോസാക്കിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന വരെ ആ സെല്ല് ജീവനോടെ ഇരിക്കണം, വേണ്ടേ? അപ്പോൾ ആ ജീവനോടെ ഇരിക്കണമെങ്കിൽ അതിനകത്ത് ന്യൂക്ലിയസ് വേണമല്ലോ. അപ്പോൾ ഈ എൻട്രിയുടെ സ്ഥലം വരെ അവൻ ആക്റ്റീവായിട്ടുണ്ടാവും, പക്ഷേ ഫെർട്ടിലൈസേഷനിലേക്ക് അവൻ ഇൻവോൾവ് ചെയ്യൂല. സൈനാജിൻ്റെ സൈറ്റോപ്ലാസിലേക്ക് റിലീസ് ചെയ്യുന്ന 2 മെയിൽ ഗാമീറ്റുകളേ ഉള്ളൂ കേട്ടോ. മെയിൽ ഗാമീറ്റുകളെ റിലീസ് ചെയ്യും. അതിലൊരു മെയിൽ ഗാമീറ്റ് തൊട്ടടുത്തിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും, അതാണ് സിംഗമി. ഒന്ന് പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും, അത് ട്രിപ്പിൾ ഫ്യൂഷനും. ഈ 2 ഫ്യൂഷനും സെയിം എംബ്രിയോസാക്കിൽ നടന്നുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചേക്കുന്നത്. അത് ആൻജിയോസ്പെമിന് മാത്രമായിട്ടുള്ള യൂണിക് ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ഈ പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡീജനറേറ്റിംഗ് സൈനാജിഡ് വഴിയാണ് അത് അകത്തേക്ക് എൻ്റർ ചെയ്യുക. മെയിൽ ഗാമീറ്റുകളെ എങ്ങോട്ട് കൊണ്ടുവന്നാണ് പോളൻ ട്യൂബ് റിലീസ് ചെയ്യാന്ന് ചോദിച്ചാൽ സൈനാജിൻ്റെ സൈറ്റോപ്ലാസിലേക്കാണെന്ന് പറഞ്ഞേക്കണം കേട്ടല്ലോ. അപ്പോൾ ഓവ്യൂളിലേക്കുള്ള പോളൻ ട്യൂബിൻ്റെ എൻട്രി മൈക്രോപൈൽ എന്ന ഓപ്പണിംഗ് വഴിയും എംബ്രിയോസാക്കിലേക്ക് എൻ്റർ ചെയ്യുക ഏതെങ്കിലും ഒരു സൈനാജിഡ് വഴിയാണ് വയ ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ വരുന്ന പോളൻ ട്യൂബിനെ ഇതിന് നേരെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഒരു വർഷം ഇങ്ങനെ ചോദിച്ചു, ഫിലിഫോം അപ്പാരറ്റസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏതിൻ്റെയാ? സൈനാജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ശരിയായിട്ടായിരിക്കണം. എ സെൻട്രൽ സെല്ലെന്ന് പറഞ്ഞേക്കുന്നത് ശരിയാ, പക്ഷേ ജി എഗ് ന്യൂക്ലിയസ് ആണോ? അല്ല, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്, അപ്പോൾ അത് തെറ്റി. സി പ്ലാസ്മ മെംബ്രെയിൻ ആണെന്നുള്ളത് ശരിയാ, പക്ഷേ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ആണോ? അല്ല, സൈനാജിഡാ, അപ്പോൾ അത് തെറ്റി. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എഗ് ന്യൂക്ലിയസാ അല്ലേ, അത് ശരിയാ. എഫ് എന്ന് കൊടുത്തിരിക്കുന്നത് മെയിൽ ഗാമീസാ, അപ്പോൾ അത് 2 ശരിയായി. അടുത്ത് ബി എന്ന് കൊടുത്തിരിക്കുന്നത് എഗ് ന്യൂക്ലിയസ് അതിന് സെൻട്രൽ സെൽ എന്ന് കൊടുത്തു. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ്, പക്ഷേ ബാക്കിയുള്ളതിലൊക്കെ ഏതെങ്കിലും ഒരു പോർഷൻ തെറ്റിപ്പോയി. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. എത്തിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ എ, ബി, സി ആൻഡ് ഡി ഇൻ ദ ഗിവൺ ഫിഗർ ഓഫ് E. coli, Escherichia coli, cloning vector PBR322 and select the correct option. എപ്പോഴും വരുന്നതും കാണുന്നതുമായിട്ടുള്ളൊരു ഫിഗറാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതിൽ എ എന്ന് കൊടുത്തിരിക്കുന്നത് എക്കോ R1 ആണ്, ബി എന്ന് കൊടുത്തിരിക്കുന്നത് BAMH1 ആണ്, സി എന്ന് കൊടുത്തിരിക്കുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ അല്ലേ, AMPR ആണ്, ഡി എന്ന് കൊടുത്തിരിക്കുന്നത് ORI അല്ലേ. അപ്പോൾ ഇതിൽ ഇത്രയും എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതിൽ അപ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, എക്കോ R1 BAMH1 ഒക്കെ റെസ്ട്രിക്ഷൻ സൈറ്റുകളാണ്. ആംബിസിലിൻ റെസിസ്റ്റൻ്റ് സെലക്റ്റബിൾ മാർക്കറാണ് അല്ലേ. ഇത് 2 അതെ, TTR അത് 2 സെലക്റ്റബിൾ മാർക്കറാണ്. ORI അത് ഹെൽപ്പ് ഇൻ റെപ്ലിക്കേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ റോപ്പ് ഇതൊഴികെ ബാക്കിയെല്ലാം ഒരേപോലെ വരുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. PVU1, PST1, PVU2, SAL1, BAMH1 അതെല്ലാം ഇക്കോ R1 അതെല്ലാം റെസ്ട്രിക്ഷൻ സൈറ്റുകളാണെന്ന് അറിയാമല്ലോ അല്ലേ. സെലക്റ്റബിൾ മാർക്കറായിട്ട് വരുന്ന ഇവർ 2 പേരും. ORI എന്ന് പറയുന്നത് അതിൻ്റെ റെപ്ലിക്കേഷന് സഹായിക്കുന്നതാണ്, അത്രയും ഓർത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ബയോടെക്നോളജിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനില്ല, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ഫിഗറുകളെല്ലാം ഒന്ന് നോക്കി പോകണേ. അപ്പോൾ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ 4 ആണ്. Next question. Given figure P shows a technique of separation of molecules under the influence of an electric field so that they migrate in the direction of electrode bearing the opposite charge through a medium or matrix. Identify the given technique P. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണത്. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അത് DNA സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ ഒരു വലിയ DNA ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയാൽ അതിൽ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഫ്രാഗ്മെൻ്റ് ആയിരിക്കും നമുക്ക് വേണ്ടത് അല്ലേ. അങ്ങനെയുള്ളതിനെ അപ്പം കട്ട് ചെയ്ത് കുഞ്ഞത് പീസാക്കിയതിനെ ഈ വെല്ലുകളിലിടുന്നു. അപ്പോൾ ഇവിടെ DNA ഓൾറെഡി നെഗറ്റീവ് ചാർജ്ഡ് ആണ്. ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള DNA റിപ്പൽ ചെയ്യുമല്ലോ. എന്നിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ അത് താഴേക്ക്
മൂവ് ചെയ്ത് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്മെൻറ്റിനെ സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അവ DNA സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണത് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഫിഗർ A ആൻഡ് B ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫിഗർ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും രണ്ടാമത്തെ കൊടുത്തിരിക്കുന്ന ഫിഗർ സ്പാജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറുമാണ്. അപ്പോൾ അതിനുള്ളിൽ വളർത്തുന്ന ഓർഗൻസിന് ഈക്വൽ എമൗണ്ടിൽ ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടണമെങ്കിൽ അത് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ, അതായത് അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ അജിറ്റേഷന് സഹായിക്കുന്നതാണ് ഇതിനകത്തെ സ്റ്റിറർ. കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇതിൽ അപ്പോൾ അതിനകത്തുള്ള ഓക്സിജനും ന്യൂട്രിയൻറ്റും ഇങ്ങനെ സ്പാർജ്ഡ് എന്ന് പറഞ്ഞാൽ ചെതറിച്ച് വിടും. ഷവറിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പോലെയൊക്കെ ചെതറിച്ച് വിടും. അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ സ്റ്റിർ ഇങ്ങനെ ഇളക്കിയും കൊടുക്കുന്നുണ്ട്, അജിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ അതിനെ കറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പ്രോസസ്സുകളും ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇത് സിമ്പിൾ ആണെങ്കിൽ ഇത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണെങ്കിൽ ഇത് സ്പാജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ജീൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കോട്ടൺ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം കോട്ടൺ ബോൾ വർംസ്? എപ്പോഴും ചോദ്യത്തിൽ വരുന്നതാണ് അല്ലേ, ഞാൻ ഫിഗർ എടുത്തങ്ങ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 3, ക്രൈ 1 AC ആൻഡ് ക്രൈ 2 AB. ഇവിടെ ക്രൈ 1 AB ഉണ്ട്, അത് കോൺ ബോററിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരാവുന്നൊരു ക്വസ്റ്റ്യൻ അത് തന്നെയാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും വരട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പറ്റട്ടെ. അപ്പോൾ ക്രൈ 1 AB കോൺ ബോററിന് വേണ്ടിയിട്ട്. ദൊള്ളി എന്നിട്ടുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തേ. ക്രൈ 1 AC-യും ക്രൈ 2 AB-യും കോട്ടൺ ബോൾ വേംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. Next question, match column 1 with column 2 and select the correct option from the given codes. അപ്പോൾ ആദ്യത്തത് ബയോപെറസി. ആ വാക്കും ബയോപാറ്റൻ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് എൻ്റെ വിചാരം. ബയോപെറസി എന്ന് പറയുമ്പോൾ ഇല്ലീഗലായിട്ട് ഒരു ബയോളജിക്കൽ മെറ്റീരിയലിന്, അപ്പോൾ നമ്മൾ ഒരു കൂട്ടരുണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ അവരുടെ അനുവാദം കൂടാതെ അതിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം A3 വരും. ബയോപാറ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള റൈറ്റ് വാങ്ങിച്ചേക്കുക, അവരിൽ നിന്നും അതിനുള്ള പേറ്റൻറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അനുവാദം വാങ്ങിച്ചിട്ടുള്ള. അപ്പോൾ റൈറ്റ് ഗ്രാൻഡഡ് ഫോർ ബയോളജിക്കൽ എൻറ്റിറ്റീസ്, അപ്പോൾ അത് 4 വരും. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ജീനിനെ അതിൻ്റെ കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. എഫേർട്ട് ടു ഫിക്സ് ദ നോൺ ഫങ്ഷണൽ ജീൻ, അപ്പോൾ അത് 1 വരും. RNAi എന്ന് പറയുമ്പോൾ ജീൻ സൈലൻസിങ് ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉപയോഗിച്ചിട്ട് മെസ്സഞ്ചർ RNAയുടെ എക്സ്പ്രഷനെ സൈലൻസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് 2 വരും. അപ്പം A3 വരണം, B4 വരണം, C1 വരണം, D2 വരണം. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ കുറച്ച് പ്രീ റിപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ റിപ്രൊഡക്ഷൻ എത്തുന്നതിന് മുമ്പുള്ളവർ, റിപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ റിപ്രൊഡക്ഷൻ എബിലിറ്റി ഉള്ളവർ, പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ റിപ്രൊഡക്ഷൻ്റെ എബിലിറ്റി നഷ്ടപ്പെട്ടവർ. അപ്പോൾ അതിൽ കൂടുതൽ കുറവ്, അത് NCERT-യിൽ ഫിഗർ ഉള്ളതാണ് ഈ 3നെയും ബേസ് ചെയ്തിട്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, പ്രീ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരാണ് കൂടുതൽ, റിപ്രൊഡക്റ്റീവിനേക്കാൾ കൂടുതൽ പ്രീ റിപ്രൊഡക്റ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്പാൻഡിങ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഗ്രോയിങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ്. നോക്ക്, പ്രീ റിപ്രൊഡക്റ്റീവിൻ്റെ അളവ് കൂടുതൽ ആരെക്കാളും, റിപ്രൊഡക്റ്റീവിനേക്കാളും. അപ്പോൾ അതൊരു എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ് പോപ്പുലേഷനാണ്. അപ്പോൾ അത് 2 വരണം. പ്രീ റിപ്രൊഡക്റ്റീവ് ലെസ്സാണ്, റിപ്രൊഡക്റ്റീവ് കൂടുതൽ. അപ്പോൾ റിപ്രൊഡക്റ്റീവ് ആൾക്കാർ കൂടുതൽ ആരെക്കാളും, പ്രീ റിപ്രൊഡക്റ്റീവിനേക്കാളും. അങ്ങനെയെങ്കിൽ അത് കണ്ടോ, പ്രീ റിപ്രൊഡക്റ്റീവിനേക്കാളും റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരാണ് കൂടുതലെങ്കിൽ അത് ഡിക്ലൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. സോ അത് 3 വരണം. അടുത്തത് പ്രീ റിപ്രൊഡക്റ്റീവും ഈക്വൽ ആണെങ്കിൽ അത് സ്റ്റേബിൾ പോപ്പുലേഷനാണ്. അപ്പോൾ അത് 1 വരണം. അപ്പോൾ അതിൻ്റെ പ്രീ റിപ്രൊഡക്റ്റീവ് ആണ്, പിന്നെ റിപ്രൊഡക്റ്റീവ് എന്ന കപ്പാസിറ്റി ഗെയിൻ ചെയ്യാൻ പോകുന്നവർ, അവർ കൂടുതലുള്ളതാകുമ്പോൾ ഗ്രോയിങ് പോപ്പുലേഷനാണെന്ന് ഓർത്തേക്കണം. റിപ്രൊഡക്റ്റീവും പ്രീ റിപ്രൊഡക്റ്റീവും ഈക്വൽ വന്നാൽ അതൊരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. എന്നാൽ പ്രീ റിപ്രൊഡക്റ്റീവിനേക്കാൾ കൂടുതൽ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരാണ് എങ്കിൽ അതൊരു ഡിക്ലൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ A2 വരണം. എവിടെ വന്നു A2? ഇത് 2 ഉള്ളൂ. A2 വരണം, B3 വരണം അല്ലേ, C1 വരണം. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ.
ഇതിൽ നിന്നൊക്കെ ഒത്തിരി ഫിഗർ എടുത്തിടാനില്ല, അതുകൊണ്ട് അങ്ങനെ ആക്കിയത് കേട്ടോ. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ബ്രാഞ്ച്, ഒരു മരത്തിൽ എന്താ വളരുന്ന ഓർക്കിഡ് എപ്പിഫൈറ്റ, സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമേ ആ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല അവർ, അങ്ങനെയുള്ളവർ. അപ്പോൾ അത് കമൻസാലിസ അല്ലേ. കമൻസാലിസം എന്താ, ഒരുത്തന് ഗുണമാണ്, മറ്റവന് ഗുണമോ ദോഷമോ ഇല്ല. മരത്തിന് എന്താ കുഴപ്പം, ഇവനൊന്നും അതെല്ലാം അറ്റാച്ച് ചെയ്ത്, പക്ഷേ അവന് ഒരു അറ്റാച്ചിങ് സൈറ്റ് കിട്ടുകയാണ് ചെയ്യുക അല്ലേ, ഷെയ്ഡ് കിട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുത്തന് ഗുണവും മറ്റത്തിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതിനെയാണ് കമൻസാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 4. അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചെ, അത് മ്യൂച്വലിസമാണ് അല്ലേ. ഫഞ്ചയ്ക്കുള്ളിലാണ് ആൽഗെ ഉണ്ടാവുക. അപ്പോൾ ആൽഗെ ഫിലമെൻ്റ്, ഫഞ്ചയ്ക്കുള്ളിൽ ആൽഗെ, അപ്പോൾ ഫഞ്ചെ ഫിലമെൻ്റാണ്, മൈസീലിയാണ്, അതിനുള്ളിലാണ് ആൽഗെ. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ആൽഗെ ഓട്ടോട്രോഫിക്കാണ്, പുറത്തുകൂടെയുള്ള ഫഞ്ചെ ഹെട്രോട്രോഫിക്കാണ്. അപ്പോൾ ഈ ആൽഗെ ഫഞ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആൽഗെ ഓട്ടോട്രോഫിക്കാണ്, എ കണക്ട് ചെയ്ത് ആൽഗെ ഓട്ടോട്രോഫിക്കാണ്, അവൻ ഫുഡ് പ്രിപ്പയർ ചെയ്യും ഫോർ ഫഞ്ചെ. ഫഞ്ചെ ഹെട്രോട്രോഫിക്കാണ്, അപ്പോൾ ആഹാരത്തിനായിട്ട് ആൽഗെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, പക്ഷേ ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, കാരണം അവനല്ലേ പുറത്ത്. പിന്നെ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്നതും ഫഞ്ചയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റഡ് ആണ്, അതുകൊണ്ട് അത് മ്യൂച്വലിസമാണ്. അപ്പോൾ അത് 3. കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ ഹഡ്ജ് പ്ലാന്റ്. കസ്ക്യൂട്ട ടോട്ടൽ സ്റ്റെം പാരസൈറ്റാണ്. ചുറ്റുമൊക്കെ കണ്ണ് തുറന്നൊക്കെ നടക്കുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പെയിൽ യെല്ലോ കളറിലുള്ള വള്ളി ചില ചെടികളെ വരിഞ്ഞു മുറിഞ്ഞ് വെച്ചേക്കുക. അപ്പം വെറുതെ വള്ളി പോലെയേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഇതിലേക്ക് ഈ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻസർഷൻസ് ഉണ്ടാക്കും, അതിൽ നിന്ന് ഫുൾ നറിഷ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആകുമ്പോൾ ഫുള്ളി പ്രിപ്പയർഡ് ഫുഡാണ് അബ്സോർബ് ചെയ്യുക. എന്നാൽ പാർഷ്യൽ സ്റ്റെം പാരസൈറ്റോ പാർഷ്യൽ റൂട്ട് പാരസൈറ്റോ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, റോ മെറ്റീരിയൽസ് ഹോസ്റ്റയിൽ നിന്ന് എടുക്കുകയുള്ളൂ, ഫുഡ് പ്രിപ്പറേഷൻ തന്നെയാണ് ഇവൻ. പക്ഷേ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ്, അപ്പോൾ അവൻ പാരസൈറ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കും, ഹഡ്ജ് പ്ലാന്റിനെ നശിപ്പിക്കും. അതപ്പോൾ 1. ഇനി ഫ്ലമിംഗോസ് ആൻഡ് റെസിഡൻറ്റ് ഫിഷസ്. അപ്പോൾ ഇത് സെയിം ആയിട്ടുള്ള പോപ്പുലേഷൻ, സെയിം സ്പീഷീസ് തമ്മിൽ കോമ്പറ്റീഷൻ നമുക്കറിയാം, ഒരു ഫുഡിനൊക്കെ ഉള്ള കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് അങ്ങനെയല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സെയിം ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ സോഴ്സിനെയാണെങ്കിൽ അവർ തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ടാവാം അല്ലേ. ഫ്ലെമിംഗോസ് വിസിറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സാണ് നമുക്കറിയാം, അവർ അപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരാണ്. അവർ അവിടുത്തെ റെസിഡൻറ്റ് ആയിട്ടുള്ള ആ ലേക്കിലെ ഫിഷസ് ഉണ്ട്, അവർ അവിടെ തന്നെ ഉള്ളവരാണ്. ഫിഷസിനിടയ്ക്ക് പറന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, അപ്പോൾ അവർ ആ ലേക്കിൽ തന്നെ ഉള്ളവരാണ്. പക്ഷേ ഈ ഫ്ലെമിംഗോസ് വേറെ നിന്ന് വിസിറ്റിങ്ങിന് വരുന്നവരാണ്. അവർ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ലേക്കിലുള്ള സൂപ്ലാങ്ക്ടനെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഫുഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സെയിം ആകുമ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതപ്പോൾ കോമ്പറ്റീഷൻ എക്സാമ്പിളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് 2 വരും. അപ്പോൾ A4 വരണം അല്ലേ, A4 വരണം, B3 വരണം, C1 വരണം, D2 വരണം. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. എടുക്കരാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈസ് A, B ആൻഡ് C ഇൻ ദ ഗീവൺ ടേബിൾ. ഓർഗനിസത്തിനെ കൊടുത്തിരിക്കുന്നു, ട്രോഫിക് ലെവൽ കൊടുത്തിരിക്കുന്നു, ഫുഡ് ചെയിൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൊടുത്തിരിക്കുന്നത്. പല സ്ഥലമാണ് ബ്ലാങ്ക് വിട്ടിരിക്കുന്നത്. ഈഗിൾ ഒരു ഫുഡ് ചെയിനിലെ ട്രോഫിക് ലെവൽ ഏത് വരുമെന്ന് വെച്ചാൽ ടോപ്പായിട്ടുള്ള കാർണിവോറ, ടോപ്പ് കാർണിവോറ അല്ലേ, ടോപ്പ് കാർണിവോറ അതാ ഏറ്റവും, അവരെ മറ്റൊന്ന് കൊന്നു തിന്നുന്ന പോലെ ഇഫക്റ്റ് ഇല്ല ഈഗിൾ. എർത്ത് വേം എന്ന് പറയുന്ന പ്രൈമറി കൺസ്യൂമറാണ് ഏത് ഫുഡ് ചെയിനിലെ, എർത്ത് വേമാണ്, അവർ മണ്ണ തിന്നുന്നത്. അപ്പോൾ ഡിട്രീറ്റസ് ഫീഡിങ്, അപ്പോൾ ആ ഫുഡ് ചെയിൻ ഡിട്രീറ്റസ് ഫുഡ് ചെയിനാണ്. ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ഡിട്രീറ്റസ് സ്റ്റാർട്ട് ചെയ്യും, എർത്ത് വേം, സ്പാരോ അങ്ങനെ പോകും. ഫ്രോഗ് അവൻ ഗ്രേസിങ് ഫുഡ് ചെയിനില്ല. ഗ്രേസിങ് ഫുഡ് ചെയിനിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആരാ, ഗ്രാസ. അതിൻ്റെ പ്രൈമറി കൺസ്യൂമർ ഗ്രാസ് ഹോപ്പറാ, ഇവൻ സെക്കൻഡറി കൺസ്യൂമർ ആയിരിക്കും ഫ്രോഗ്. അപ്പോഴോ A ടോപ്പ് കാർണിവോർ വരണം, B ഡിട്രീറ്റസ് വരണം, C സെക്കൻഡറി കൺസ്യൂമർ വരണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് പിരമിഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ ഫിഗർ. ഒറ്റയൊരു മരം കൊടുത്തിട്ടുണ്ട്, ട്രീ ആസ് ആൻ എക്കോസിസ്റ്റം കൊടുത്തിരിക്കുവാണേ. എന്നിട്ട് അതേ വന്നിരിക്കുന്ന ബേർഡ്സിൻ്റെ എണ്ണമാണ് കാണിച്ചേക്കുന്നത്. മരത്തിൻ്റെ എണ്ണം 1 ആണെങ്കിൽ ബേർഡ്സിൻ്റെ എണ്ണം 3 ആണല്ലോ. പിന്നെ അടുത്തത് ആ പക്ഷിയുടെ മേത്തുള്ള ഇൻസെക്റ്റുകളുടെയാണ്, അതിൻ്റെ എണ്ണം എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ട്രീ ആസ് ആൻ എക്കോസിസ്റ്റം എടുത്താൽ നമ്പർ ഓഫ് പിരമിഡ് ആവാം ഇതല്ലേ, പിരമിഡ് ഓഫ് നമ്പർ ആവാം. അപ്പോൾ അത് നമുക്ക് ടിക്ക് ചെയ്യാം. നോക്കിക്കേ, പിരമിഡ് ഓഫ് ബയോമാസ് ആവുമോ?
ഈ എത്ര പക്ഷികളുണ്ടെങ്കിലും അതിനെ എല്ലാത്തിനെയും കൂടി ഒരു തൂക്കം എടുത്താലും ഈ ഒരു മരത്തിൻ്റെ തൂക്കം എത്തുമോ? നിങ്ങൾ പറ. ബയോമാസ് എന്ന് പറയാൻ ലിവിങ് മാറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇതിലൊരു 10-50 പക്ഷികൾ വന്നിരുന്നോട്ടെ, പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തൂക്കം എടുത്താലും ഈ മരത്തിൻ്റെ തൂക്കത്തിൻ്റെ എത്തൂല. ഇവർ എത്രമാത്രം കൂടുതലുണ്ടായിക്കോട്ടെ, അവന്മാരുടെ ബയോമാസ് എല്ലാം കൂടി എടുത്താൽ ഇവരുടെ ബയോമാസിനൊപ്പം എത്തുമോ? ഇല്ല. അപ്പോൾ ബയോമാസ് അല്ല. പിരമിഡ് ഓഫ് എനർജി എന്തായാലും ആവില്ല. പിരമിഡ് ഓഫ് എനർജി ഇൻ ഓൾ എക്കോസിസ്റ്റം ഈസ് അപ്രൈറ്റ് ബിക്കോസ് എനർജി ഫ്ലോ ഫോളോസ് ദ ലോ ഓഫ് 10%. ഓരോ ട്രോഫിക് ലെവലിലും റിസീവ് ചെയ്യുന്ന എനർജിയുടെ 10% നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ് ഇൻ ഓൾ എക്കോസിസ്റ്റം. അപ്പോൾ എന്തായാലും അതും വരില്ല. അതുകൊണ്ട് 1 and 2 എന്നുള്ളത് ഓപ്ഷനെ നോക്കണ്ട. ആൻസർ ഈസ് ഓപ്ഷൻ 1. Next question, analyze both the pyramids and choose the mismatched pair. അപ്പോൾ ആ പിരമിഡ് കണ്ട ഇതൊരു അപ്രൈറ്റ് പിരമിഡും ഇതൊരു ഇൻവേർട്ടഡ് പിരമിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇത് അപ്രൈറ്റ് ആണ്. ഇവിടെ ആരോ ഉണ്ട്. ഇത് അപ്രൈറ്റ് ആണ്, ഇത് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഏത് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള നിയമങ്ങൾ എന്താ? അതിൽ ബേസിൽ പ്രൈമറി പ്രൊഡ്യൂസർ ആയിരിക്കും, പിന്നെ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി അങ്ങനെ പോകും അല്ലേ? പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ബേസ്, ഹെർബിവേഴ്സ് ഇൻ ദ മിഡിൽ ആൻഡ് കാർണിവേഴ്സ് അറ്റ് ദ ടോപ്പ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ലെവലിൽ ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. സെക്കൻഡ് ലെവലിൽ ആരായിരിക്കും? ഹെർബിവേഴ്സ് ആയിരിക്കും. പിന്നെയുള്ള ലെവലിൽ ആരായിരിക്കും? കാർണിവേഴ്സ് ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രൊഡ്യൂസേഴ്സ്, ഇവിടെ ഹെർബിവേഴ്സ്, ഇവിടെ കാർണിവേഴ്സ്. ഇനി വായിച്ചു നോക്കിക്കേ. പിരമിഡ് എ എന്ന് പറയുമ്പോൾ ഇത് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് എക്സീഡ്സ് ദാൻ ഓഫ് ഹെർബിവേഴ്സ്. ഹെർബിവേഴ്സിനേക്കാളും പ്രൊഡ്യൂസേഴ്സ് കൂടുതലാണ്. ശരിയാ? അതുകൊണ്ടാണല്ലോ ഈ ഇത് നീളത്തിൽ കൂടുതലാക്കി കാണിച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ. നെക്സ്റ്റ്, പിരമിഡ് ബി, കാർണിവേഴ്സ് ആർ മോർ ഇൻ ബയോമാസ് ദാൻ ഹെർബിവേഴ്സ്. ഹെർബിവേഴ്സിനേക്കാൾ കാർണിവേഴ്സിൻ്റെ ബയോമാസ് കൂടുതലാണ്. ശരിയാ? അതുകൊണ്ടാണല്ലോ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ശരിയാ. തേർഡ് വൺ, പിരമിഡ് ബി എന്ന് പറഞ്ഞാൽ ഇത് ഹെർബിവേഴ്സ് ആർ മോർ ഇൻ ബയോമാസ് ദാൻ കാർണിവേഴ്സ്. ഹെർബിവേഴ്സ് കാർണിവേഴ്സിനേക്കാൾ ബയോമാസ് കൂടുതലാണെന്ന്. ശരിയാണോ? അല്ല, നേരെ തിരിച്ചാണെങ്കിലല്ലേ ഉള്ളൂ. തെറ്റി. പിരമിഡ് എ പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് എനർജിയുടെ റെപ്രസെൻറ്റേഷൻ ആവാം. എനർജിയുടെ പിരമിഡ് അപ്രൈറ്റ് ആണെന്നേ പറയുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതും ശരിയാ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗീവൺ ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ. ആ ഫുഡ് ചെയിനെ ഒന്ന് കാണാനാ. ഗ്രാസേ തുടങ്ങി, ഗ്രാസ് ഹോപ്പറാണ്, ബേർഡ്, ഈഗിള് അല്ലേ? അപ്പോൾ അത് ആ ഫുഡ് ചെയിൻ ഗ്രാസേന്ന് അല്ലെങ്കിൽ പ്ലാന്റ്സേന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ഗ്രേസിങ് ഫുഡ് ചെയിനേ ആവുള്ളൂ അല്ലേ? ആൻസർ ഓപ്ഷൻ 1 ആണ്, ഗ്രേസിങ് ഫുഡ് ചെയിൻ. പാരസൈറ്റിക് ഫുഡ് ചെയിൻ ആവില്ല. അതിപ്പോൾ ചെറിയ നിന്ന് വലിയ ഓർഗാനിസത്തിൽ നിന്ന് ചെറുതിലേക്ക് ഉള്ള ട്രാൻസ്ഫറിങ് നടക്കുക. ഡിറ്റീറ്റസ് ഫുഡ് ചെയിൻ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. സാപ്രോഫൈറ്റിക് ഫുഡ് ചെയിനും ഡിറ്റീറ്റസ് ഫുഡ് ചെയിൻ പറയുന്ന മറ്റൊരു പേരാ സാപ്രോഫൈറ്റിക് ഫുഡ് ചെയിൻ. അപ്പോൾ ഇതൊരു ഗ്രേസിങ് ഫുഡ് ചെയിനേ ആവുള്ളൂ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് അബൌട്ട് ദ ഗീവൺ ഫിഗർ. ഗീവൺ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. അപ്പോൾ ഇത് NCERT-യിൽ കൊടുത്തിരിക്കുന്ന ഫിഗറാണ്, വാലിസ്നേറിയയുടെയാണ് അല്ലേ? വാലിസ്നേറിയ അപ്പോൾ ലീഫിൻ്റെ നേച്ചർ കാണുമ്പോൾ അതൊരു മോണോക്കോട്ടാണെന്ന് മനസ്സിലാക്കും. ഫീമെയിൽ ഫ്ലവേഴ്സ് വാട്ടർ ലെവലിന് മുകളിൽ വന്ന് വിടർന്ന് നിൽക്കുക. മെയിൽ ഫ്ലവേഴ്സ് മറ്റൊരു പ്ലാന്റയിലാണ് ഉണ്ടാകുന്നത്. അത് സ്റ്റോക്ക്ലെസ്സാണ്, സെസൈല. എന്നിട്ട് മച്ചുർ ആകുമ്പോഴത്തേനും മെയിൽ ഫ്ലവേഴ്സ് വെള്ളത്തിനടിയിലാണ് ഉണ്ടാവുക. ബ്രേക്ക് ചെയ്തിട്ട് വാട്ടർ ലെവലിന് മുകളിലേക്ക് പൊന്തി വരും. എന്നിട്ട് വെള്ളത്തിന് മുകളിൽ കൂടെ ഒഴുകിയിട്ട് ഫീമെയിൽ ഫ്ലവറിൻ്റെ അറ്റത്തെത്തുമ്പോൾ ആ ടിപ്പിലെത്തുമ്പോൾ അത് വെള്ളത്തിൻ്റെ വാട്ടർ കറൻസിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങുമല്ലോ. അപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റേമിനിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എബോവ് വാട്ടർ ലെവലാണ് പോളിനേഷൻ നടക്കുക അല്ലേ? അക്വാട്ടിക് പ്ലാന്റ് ആണ്, എബോവ് വാട്ടർ ലെവലാണ്, മോണോക്കോട്ടാണ്. അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് 2 പ്ലാന്റയിലാണ്. സോ വാലിസ്നേറിയ ഈസ് ഡയേഷ്യസ് അല്ലേ? അത് പ്രത്യേകം ഓർത്തേക്കണം. ഇത്രയും കാര്യങ്ങൾ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ മച്ചുർ ആകുമ്പോഴത്തേനും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത് മെയിൽ ഫ്ലവേഴ്സ് ആണ്. ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഓൾറെഡി ആണ് ലോങ് സ്റ്റോക്ക്. അത് ഇച്ചിരി സ്പൈറലി കോയിൽഡൊക്കെ ആയിരിക്കും. കാരണം ചിലപ്പോൾ ഈ വാട്ടർ ലെവൽ കൂടിയാൽ ഈ സ്പ്രിങ് അങ്ങ് അയഞ്ഞു കൊടുക്കും. അപ്പോൾ ആ വാട്ടർ ലെവലിന് മുകളിൽ തന്നെ പൂവിന് നിൽക്കാമല്ലോ. ചിലപ്പോൾ വാട്ടർ ലെവൽ അങ്ങ് താഴുമ്പോൾ ആ സ്പ്രിങ് കണ്ടൻസ്ഡ് ആവും. ഏത് വാട്ടർ ലെവലിലാണെങ്കിലും ഈ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ ടിപ്പ് എവിടെ നിൽക്കണം? വാട്ടർ ലെവലിന് മുകളിൽ നിൽക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവണേ. ഒരു വർഷം വന്നപ്പോൾ NEET എക്സാമിന് വന്നപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ ശരി? 2 ഫ്ലവേഴ്സും പ്ലാന്റ് എന്ന് ബ്രേക്ക് ചെയ്യും.
രണ്ട് പ്ലാന്റും പ്ലാന്റിൽ തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും. മെയിൽ ഫ്ലവേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ട് ഫീമെയിൽ ഫ്ലവർ അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകും. പിന്നെ ഒരു ചോയ്സ്, ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഓൾറെഡി ഓൺ എ ലോങ് സ്റ്റോക്ക്, മെയിൽ ഫ്ലവേഴ്സ് ബ്രേക്ക് ഫ്രം ദ പ്ലാന്റ്. അതായിരുന്നു എടുക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് ഇത് പറഞ്ഞേ. ഇറ്റ് ഈസ് വാലിസിനേറിയ ആൻഡ് അക്വാട്ടിക് ആൻജിയോസ്പേം. ശരിയാ അല്ലേ? പോളിനേഷൻ ടേക്സ് പ്ലേസ് എബോവ് ദ വാട്ടർ ലെവൽ. ശരിയാ, എബോവ് ദ വാട്ടർ ലെവലാണ്. അതുകൊണ്ട് അതിനെ എപ്പി ഹൈഡ്രോഫിലി എന്നൊക്കെ വിളിക്കും. അത്രയും പഠിക്കാനൊന്നും ഇല്ല നമുക്ക്. എപ്പി ഹൈഡ്രോഫിലി. ബോത്ത് ഓട്ടോഗമി ആൻഡ് ജീറ്റനോഗമി ഈസ് പോസിബിൾ ഇൻ ദിസ് പ്ലാന്റ്. പറ്റുമോ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലേ? അതിൽ ഓട്ടോഗമി പറ്റുമോ? ഇല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് രണ്ട് പ്ലാന്റേലല്ലേ? അപ്പോൾ ജീറ്റനോഗമി പറ്റുമോ? ഇല്ല, അത് തെറ്റി. അവിടെ എന്താ വരണ്ടേ? ഉള്ളി സീനോഗമി ഈസ് പോസിബിൾ ഇൻ ദിസ് പ്ലാന്റ്സ്. കാരണം പ്ലാന്റ് ഈസ് ഡയേഷ്യസ്. റീസൺ തൊട്ട് താഴെയുണ്ട്. ഡയേഷ്യസ് എന്താ? യൂണിസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് രണ്ട് പ്ലാന്റേല. അതുകൊണ്ട് തന്നെ അത് ഡയേഷ്യസാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ദ ഗിവൺ ഫിഗർ. അപ്പോൾ ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് മാത്രം അതിലേക്കൊന്ന് പോയതാ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണെന്ന് പ്രത്യേകം ഓർത്തേക്കണേ. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോസാക്ക് ആണ്. എംബ്രിയോസാക്ക് 8 ന്യൂക്ലിയേറ്റ് ആണ്, 7 സെൽഡ് ആണ്. എംബ്രിയോസാക്ക്. അപ്പോൾ അതിൽ 8 ന്യൂക്ലിയ ഏതൊക്കെയാണ്? ഒരു എഗ്ഗ്, ഇത് 2 സൈനേജ്ഡ്, അത് മൈക്രോപൈലാറിനിലേക്കേ ഉണ്ടാവുള്ളേ. 2 പോളാർ ന്യൂക്ലിയ, അപ്പോൾ 5ആയി. 3 ആൻറ്റിപോളൽസ്, അപ്പോൾ അത് 8ആയി. ഈ ആൻറ്റിപോൾസ് ചെലാസിലിലേക്കേ ഉണ്ടാവുള്ളൂ. മൈക്രോപൈലാറിൻ്റെ ഇപ്പോൾ എഗ്ഗപ്പാർട്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഫിലിഫോം നോക്കിയാൽ മതി. ഫിലിഫോം ഒപ്പാർട്ടസിൻ്റെ പ്രസൻസ് ഏതിലേ ഉള്ളൂ? സൈനേജിലേ ഉള്ളൂ. അത് എഗ്ഗപ്പാർട്സിൻ്റെ പാർട്ടാണ്. അത് മൈക്രോപൈലാർ എൻഡിലേക്ക് എല്ലാത്തിലും ഉണ്ടാവത്തുള്ളൂ. ലാർജ് സെൻട്രൽ സെല്ലിലാണ് 2 പോളാർ ന്യൂക്ലിയ ഇരിക്കുക. അതുകൊണ്ടാണ് സെല്ലിൻ്റെ എണ്ണം വന്നപ്പോൾ ന്യൂക്ലിയയുടെ എണ്ണത്തേക്കാൾ ഒന്ന് കുറഞ്ഞു പോയത്. അപ്പോൾ സെല്ലിൻ്റെ പേരുകൾ പറഞ്ഞ് നോക്കിക്കേ. ഒരു എഗ്ഗ് സെല്ല്, 2 സൈനേജിൻ്റെ സെല്ല്, ഒരു സെൻട്രൽ സെല്ല്, 3 ആൻറ്റിപോഡൽസ്. അതുപോലെ ടിപ്പിക്കൽ ആൻജിയോസ്പെമിക് എംബ്രിയോസാക്കിലെ ന്യൂക്ലിയകളുടെ അറേഞ്ച്മെൻറ്റിൻ്റെ പാറ്റേൺ ചോദിച്ചിരുന്നു. ഇറ്റ് ഈസ് 3+2+3. ഏതെൻഡിലാണെങ്കിലും 3 ആണ്. 3 at the micropylar end is egg apparatus, 3 at the chelacal end is antipodals and 2 at the center polar nuclei. കേട്ടോ. ഇനി അതിന് പകരം സെല്ലുകളുടെ അറേഞ്ച്മെൻറ്റിൻ്റെ പാറ്റേൺ ആണെങ്കിലോ 3+1+3 എന്ന് എഴുതണം. ഏതാ 3? ഇത് 1 ഏതാ? സെൻട്രൽ സെല്ല്. സൈനേജിഡും ഇതിൻ്റെ എഗ് അപ്പാർട്സ് എല്ലാം കൂടിയാണ് 3. എഗ് അപ്പാർട്സ് എന്നാണ്, സൈനേജിഡ് തന്നെയല്ലേ. എഗ് അപ്പാർട്സ് ആണെങ്കിൽ 3. അപ്പോൾ സെല്ലുകളുടെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും എഴുതാൻ അറിയണം. ഏറ്റവും വലിയ സെല്ല് സെൻട്രൽ സെല്ല്, അത് സ്മോൾ ആണെന്ന് പറഞ്ഞാണ് ഒരു വർഷം സ്റ്റേറ്റ്മെൻറ്റ് ധരിച്ചത്. ഇപ്പോൾ എംബ്രിയോസാക്കിലെ വലിയ സെല്ലാണ് സെൻട്രൽ സെല്ല്. അതുപോലെ പോളൻ ഗ്രീനിലെ വലിയ സെല്ലാണെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ല് പറഞ്ഞോണേ കേട്ടോ. ജനറേറ്റീവ് സെല്ലിൽ നിന്ന് മെയിൽ ഗാമീറ്റ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് പോളൻ ട്യൂബ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് നോക്കാം. അപ്പോൾ 8 ന്യൂക്ലിയേറ്റ് ആണ്, 7 സെല്ലാണ്, അത് ശരിയാ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ 3 മൈറ്റോട്ടിക് ഡിവിഷൻ ഇൻ ഫങ്ഷണൽ മെഗാസ്പോർ. ശരിയല്ലേ? മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്ന് മെഗാസ്പോർ മദർ സെല്ല് എവിടത്തെയാ? ഓവ്യൂളിലെ മൈക്രോപൈലാർ എൻഡിലുള്ള ഒരു സെല്ല് ആർക്കിസ്പോറിയൽ സെല്ലാവും. ആ ആർക്കിസ്പോറിയൽ സെല്ല് തന്നെ മെഗാസ്പോർ മദർ സെല്ലാവും. ഒരെണ്ണമേ. ആ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്ന് 4 4 പേരുണ്ടായാൽ അതിൽ സാധാരണഗതിയിൽ ചെലാസൽ എൻഡിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വൻ ഫങ്ഷണലാവും. മൈക്രോപൈലാർ എൻഡിലാണ് പ്രോസസ്സുകൾ നടക്കുക. പക്ഷേ ഫങ്ഷണലാകുന്ന ഒരുത്തൻ്റെ ഡയറക്ഷൻ വിച്ച് ഈസ് ടുവേർഡ്സ് ദ ചെലാസലൻ. ആ ഫങ്ഷണൽ മെഗാസ്പോറിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 മൈറ്റോസ് നടക്കും. ആദ്യത്തെ മൈറ്റോസ് നടക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ എണ്ണം 2 ആവും, അടുത്ത മൈറ്റോസിൽ 4 ആവും, അടുത്ത മൈറ്റോസിൽ 8 ആവും. എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് 3 ന്യൂക്ലിയ മൈക്രോപൈലാറിനിലും 3 ചെലാസലിനിലും നിന്നുകൊണ്ട് 2 പോളാർ റീജിയനിൽ നിന്നും ഓരോ ന്യൂക്ലിയ മൂവ് ചെയ്ത് സെൻറ്ററിലെത്തും. അതാണ് പോളാർ ന്യൂക്ലിയ. അത് ഹാപ്ലോയിഡാണ്. ആൻറ്റിപോഡൽസും ഹാപ്ലോയിഡാണ്, എഗപ്പാർട്സിലുള്ളവരും ഹാപ്ലോയിഡാണ്. അപ്പോൾ 3 മൈറ്റോസിസ് കൊണ്ടല്ലേ അവിടെ ഈ കണ്ടീഷൻ ക്രിയേറ്റഡ് ആയത്. അപ്പോൾ അതും ശരിയാ. ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയ ഇൻ ഇറ്റ് ഈസ് 3+2+3. അത് ന്യൂക്ലിയ ആയതുകൊണ്ട് സെല്ലായിരുന്നുവെങ്കിൽ 3+1+3 വന്നേനെ. അപ്പോൾ ആൻസർ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പം അങ്ങനെ നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് എല്ലാ ചാപ്റ്ററുകളിലെയും
ഫിഗർ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. നിങ്ങൾ അത് പരീക്ഷയ്ക്ക് മുമ്പ് കാണുമെന്നും അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മെയ് 3-ാം തീയതി വരുന്ന നീറ്റ് എക്സാമിൽ ആ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയുണ്ടാവും. എല്ലാവരും ആ ഒരു ദിവസം നല്ല മാനസിക സന്തോഷത്തോടെ തലേദിവസം നല്ല രീതിയിലൊക്കെ ഉറങ്ങിയിട്ട് എക്സാമിന് വേണ്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് തന്നെ അവിടെ എത്തിച്ചേരാനും നല്ല മനസ്ഥിതിയോടെ നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതി അത് പാസ്സാകാനും നിങ്ങളെ കൊണ്ടെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു, അന്നും പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് അല്ലേ. നമ്മളുടെ ഹോൾ യൂണിറ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തവണയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക്കലി നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ചാപ്റ്റർ വൈസ് ആ ഒരു സീക്വൻസിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദിക്കാൻ പ്രോബബിൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ഈ ലൈവുകളിൽ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേയൊക്കെ നമുക്ക് ബേസിക്കലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടൈപ്പും ഉണ്ട്, പിന്നെ അല്ലാതെ അതിൽ നിന്ന് എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അപ്പം ബേസിക്കലി ആ ഒരു പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും പെൻ ആൻഡ് പേപ്പറൊക്കെ റെഡിയാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പടപടാന്ന് ക്വസ്റ്റ്യൻ ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഈ ഡയമെൻഷൻ ബേസുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും രണ്ട് രീതി വരാം. അതായത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഏതുമായിട്ട് മാച്ച് ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മുടെ ഈ ജെയ്മെൻ്റെ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ഒരു നീറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ നീറ്റ് ലെവൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വാണ്ടിറ്റി
is given by f equal to root of hc raised to 5 divided by g, v is the speed of light, g is the universal gravitation constant and h is the Planck's constant. Dimension of f is that of. അപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കാൻ നേരെ തിരിഞ്ഞായിരിക്കും അല്ലേ, കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ തിരിച്ചും ചോദിക്കാം. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, സാറിന് ചോദിക്കുക ഏതെങ്കിലും ഒരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി എച്ചും സിയും ജിയും വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ എഫിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ നോക്കാം. അപ്പോൾ എഫിൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുവാണ്. എഫിൻ്റെ സ്ക്വയർ എന്ത് വരും? ആ റൂട്ട് നമുക്ക് കളയാമല്ലോ. അപ്പോൾ എച്ച് സി റേസ് ടു 5 ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. ഇതാണ് എഫിൻ്റെ സ്ക്വയർ വരിക അല്ലേ. ഇത് എന്ത് ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഡയമെൻഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എഫ് സ്ക്വയർ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡയമെൻഷൻ ഓഫ് എച്ച്, എച്ച് എസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ എം ഇൻറ്റു എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്, ഇൻറ്റു സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് എൽ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു 5 ഡിവൈഡഡ് ബൈ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്, എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ആണ് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ വരിക. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ എം ഉണ്ട്, താഴെ എം റേസ് ടു -1 ഉണ്ട്, അപ്പോൾ നമുക്ക് എം സ്ക്വയർ ആയി അല്ലേ. പിന്നെ എൽ സ്ക്വയർ എൽ റേസ് ടു 5 ഉണ്ട്, അപ്പോൾ എൽ റേസ് ടു 7 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എൽ റേസ് ടു 4 ആയി. പിന്നെ നോക്കിയാൽ ടി റേസ് ടു -1 ടി റേസ് ടു -5 ടി റേസ് ടു -6 ആയി, ഡിവൈഡഡ് ബൈ ടി റേസ് ടു -2 എന്ന് പറയുമ്പോൾ ടി റേസ് ടു -4 ആയി അല്ലേ. അപ്പോൾ എഫ് സ്ക്വയറിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? എല്ലാത്തിൻ്റെയും പവർ ഒരു 1/2 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 അല്ലേ. എല്ലാവർക്കും അറിയാവുന്നൊരു ഡയമെൻഷനാണ്. എന്തിൻ്റെയാണ്? എനർജിയുടെ ഡയമെൻഷനാണ് വരിക അല്ലേ. സെയിം ആസ് ഡയമെൻഷൻ ഓഫ് എനർജിയാണ് വരിക. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ 2 എനർജിയാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ തന്നെയുള്ള ചോദ്യമാണ്. എ ക്വാണ്ടിറ്റി എക്സ് ഇസ് ഗിവൺ ബൈ ε0 L ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, വെർ ε0 ഇസ് എ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, L ഇസ് എ ലെങ്ത്, ഡെൽറ്റ വി ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഡെൽറ്റ ടി ഇസ് എ ടൈം ഇൻ്റർവൽ. ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ എക്സ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഏതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയായിട്ട് മാച്ച് ചെയ്യുന്നത് പറയുമ്പോൾ എക്സിന് 6 ഡയമെൻഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതാണൊക്കെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ε0 L ഇതിൻ്റെയൊക്കെ ഡയമെൻഷണൽ ഫോർമുല ഓർത്തിരിക്കുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയൊക്കെ എഴുതി നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുന്ന പരിപാടി നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി പോലെ നമ്മളിതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാക്കി നമുക്ക് അറിയാവുന്ന ഡയമെൻഷൻസിലോട്ട് മാറ്റുക എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ε0 L, L എന്ന് പറയുന്ന ലെങ്ത് ആണ് കേട്ടോ, ഇൻഡക്റ്റൻസ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ε0 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ε0 നമുക്കറിയാം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, എൽ ലെങ്ത് ആണ്, ഡെൽറ്റ വി ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ എന്തായാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ ഒരു ഡി വി ബൈ ഡി ടി എന്നൊരു ടൈം വരുന്നുണ്ട് അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. എനിക്കത് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്, കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ε0 A ബൈ ഡി ആണല്ലോ അല്ലേ. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ε0 A ബൈ ഡി ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ക്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാർജ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സി ഇൻറ്റു വി എന്ന് എഴുതാം, ശരിയല്ലേ. അതായത് ചാർജ് ഇൻറ്റു വോൾട്ടേജ്, വോൾട്ടേജ് ഇവിടെ ഡെൽറ്റ വി നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡെൽറ്റ വി എന്ന് എഴുതുവാണ്. കപ്പാസിറ്റൻസ് ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ε0 A ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ε0 ഇൻറ്റു A ബൈ ഡി എന്ന് പറയുന്ന സാധനം, അതായത് ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്താണ് അല്ലേ. ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ക്യൂ ബൈ ഡെൽറ്റ ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു ε0 A ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും, ശരിയല്ലേ. ε0 A ബൈ ഡി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ A ബൈ ഡി എന്ന് പറയുന്ന സാധനത്തിന് നമുക്കറിയാം ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്, ശരിയല്ലേ, ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. ε0 അവിടെ ഉണ്ട്, ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. പോയിട്ട് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ശരിയല്ലേ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അവിടെ ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ അതേ ഡയമെൻഷനാണ് ഇതിനും വരിക, ശരിയല്ലേ? ഇപ്പോൾ ചാർജ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ആണ് വരിക. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് ആരുടെ ഡയമെൻഷൻ ആയിരിക്കും? കറണ്ടിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് വരും. ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ, ഫ്ലക്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഫ്ലക്സിൻ്റെ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് വരിക, ഗോസസ് ലോ. ചാർജ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അപ്പം പല രീതിയിൽ നമുക്ക് റിലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ എഴുതുന്ന റിലേഷൻസ് സെൻസിബിൾ ആവണം നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ കാരണം ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് എഴുതി പോവാം. അപ്പോൾ അതുകൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ സെൻസിബിൾ ആണോ നിർബന്ധമില്ല, അതേ ഡയമെൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള റിലേഷൻസ് വെച്ചിട്ട് എന്താണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ 4 വരും. കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, അതൊരു ഇച്ചിരി കട്ടിയായിരുന്നോ? അധികം ആരും റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അപ്പോൾ അടുത്തത് സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റനാണ് കേട്ടോ. മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ദ പിച്ച് ആൻഡ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ഫോർ എ ഗിവൺ സ്ക്രൂ ഗേജ് ആർ 0.5 mm ആൻഡ് 100 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് പിച്ച് തന്നിട്ടുണ്ട്. സ്ക്രൂ ഗേജിൻ്റെ പിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 mm ആണ്. 0.5 mm. ആൻഡ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ആണ്. 100 ഡിവിഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാമല്ലോ, അല്ലേ? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിലാണ് വരിക. അപ്പോൾ നമുക്ക് 0.5 ഡിവൈഡഡ് ബൈ 100 വരും, ശരിയല്ലേ? പറയുമ്പോൾ 0.005 mm ആണ് നമുക്ക് വരിക. 0.005 mm, ഇതാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ? When the screw gauge is fully tightened without any object, the zero of its circular scale lies 3 division below the mean line. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ജോസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീൻ ലൈൻ, പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈൻ ഇതാണ്. അതിൽ 3 ഡിവിഷൻസ് താഴെയാണ് നമ്മുടെ സർക്കുലർ സ്കെയിൽ 0 അടക്കുക, അല്ലേ? ശരിയല്ലേ? 3 ഡിവിഷൻസ് താഴെയാണ് നമുക്ക് സർക്കുലർ സ്കെയിൽ 0 അടക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 0 എറർ ഉണ്ട്, ശരിയല്ലേ? 0 എറർ ഉണ്ട്. കാരണം എക്സാക്റ്റ് ആയിട്ട് 2 ജോസ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു റീഡിങ് നമുക്ക് കാണിക്കുന്നുണ്ട്, അല്ലേ? ഒരു 3 ഡിവിഷൻസിൻ്റെ റീഡിങ് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ എറർ ഇവിടെ പോസിറ്റീവ് ആണ്, ശരിയല്ലേ? അപ്പോൾ 0 എറർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0 എറർ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് +3 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്ര? 0.005 ആണ്. എന്ന് പറയുമ്പോൾ 0.015 mm ഇത്രയാണ് നമ്മുടെ 0 എറർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ചെയ്യുന്ന 0 കറക്ഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 0 കറക്ഷൻ വരുന്നത് എന്താ? -0 എറർ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -0.015 mm ആണ് നമുക്ക് 0 കറക്ഷൻ വരുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് റീഡിങ്സ് തന്നിട്ടുണ്ടല്ലേ? നമുക്ക് പിച്ച് സ്കെയിൽ റീഡിംഗ് തന്നിട്ടുണ്ട്. പിച്ച് സ്കെയിൽ റീഡിംഗ് എത്രയാണ്? പിച്ച് സ്കെയിൽ റീഡിംഗ് തന്നിരിക്കുന്നത് 5.5 mm ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 5.5 mm ആണ്. ആൻഡ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് നമുക്ക് തന്നിരിക്കുന്നത് 48 ഡിവിഷൻസ് ആണ്. അപ്പോൾ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 48 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആണ്. അപ്പോൾ തിക്നെസ് ഓഫ് ദ ഷീറ്റ് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, ഓക്കെ, പ്ലസ് 0 കറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5.5 പ്ലസ് CSD 48 ആണ് ഇൻറ്റു 0.005 പ്ലസ് 0 കറക്ഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ -0.015 വരും. ഓക്കെ, അപ്പോൾ T നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 5 എത്ര വരും? നമുക്ക് 48 ഇൻറ്റു 0.005 ആണ്. അപ്പോൾ മേളിലും താഴെ നമുക്കൊരു 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇത് 10 ആവും, അല്ലേ? അപ്പോൾ നമുക്ക് 0.01 വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ അപ്പം 5.5 പ്ലസ് 0.01 ഇൻറ്റു 24 വരും, അല്ലേ? -0.015. അപ്പോൾ T ഈസ് ഈക്വൽ ടു 5.5 പ്ലസ് നമുക്ക് 0.24 -0.015 വരും. സോ തിക്നെസ് എത്ര വരുന്നത്? ദറ്റ് ഈസ് 5.74 -0.015 വരും, ശരിയല്ലേ?
അപ്പോൾ നമുക്ക് ആൻസർ വരിക 40 - 15 അപ്പോൾ 25. അപ്പോൾ 5.725 ആണ് നമുക്ക് ആൻസർ വരിക. ശരിയല്ലേ? 5.725 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ തിക്നെസ് വരുന്നത് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞു ചോദ്യം, പക്ഷേ 0 എറർ എടുക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 0 എറർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വെർനിയർ ആയാലും സ്ക്രൂ ഗേജ് ആണെങ്കിലും 0 എറർ 0 കറക്ഷൻ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. The current voltage relation of a diode is given by I is equal to e raised to 1000 V/t minus 1 milliampere, where the applied voltage V is in volts and the temperature T is in degree Kelvin. If a student makes an error measuring plus or minus 0.01 volt while measuring the current of 5 milliampere at 300 K, what will be the error in the value of current in milliampere? അപ്പോൾ നമുക്കൊരു ഡയോഡ് റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. സത്യം പറഞ്ഞ ഡയോഡിൻ്റെ ഒരു I is equal to e raised to 1000 V/t. V എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്, I തന്നിരിക്കുന്ന മില്ലി ആംപിയറിലാണ് അല്ലേ. അപ്പം കറണ്ട് മെഷർമെൻറ്റ്, കറണ്ടിൻ്റെ റെക്കോർഡിംഗ് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്തതിലൊരു എറർ വന്നിട്ടുണ്ട്, 0.01 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൽ എത്ര എറർ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഐയുടെ റിലേഷൻ അവിടെ എഴുതുവാണ്. അപ്പോൾ I is equal to e raised to 1000 V divided by T minus 1 ആണ്. ഓക്കെ, ഇത്രയും മില്ലി ആംപിയർ ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യൽ ചേഞ്ച് എടുത്ത് നോക്കാം. അപ്പോൾ ഡി ഐ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡി ഐ എന്ന് പറയുമ്പം വോൾട്ടേജിലാണ് ആ ഡിഫറൻഷ്യൽ ചേഞ്ച് വരിക അല്ലേ. കാരണം ഐ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ വി ചേഞ്ച് ചെയ്യുന്നത് കാരണമാണ്. ടെമ്പറേച്ചർ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡി ഐ എന്ത് വരും? ഡി ഐ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1000 വി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി വി വരും അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത്രയും മില്ലി ആംപിയർ എന്ന് പറഞ്ഞാണ് വരിക. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു 1000 V/t അതിന് വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ശരിയല്ലേ? എത്രയാണ് വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. വോൾട്ടേജിൽ എറർ മാത്രമേ തന്നിട്ടുള്ളൂ, അതായത് ഡി വി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് 5 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു 1000 V/t എന്നുള്ള ടൈം നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ കറണ്ടിൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇ റേസ് ടു 1000 വി ഡിവൈഡഡ് ബൈ ടി എ I+1 മില്ലി ആംപിയർ എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും അല്ലേ. I+1 മില്ലി ആംപിയർ എന്ന് എഴുതാം. ശരിയാണല്ലോ? ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ഐ എന്ത് വരും? ഡി ഐ ഇസ് ഈക്വൽ ടു I+1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ഡി വി എന്ന് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് എറർ ഇൻ ഐ വരിക. അപ്പോൾ ഡി ഐ ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ 5 മില്ലി ആംപിയർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 5+1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടി 300 ആണ് നമ്മളോട് പറയുന്നുണ്ട് ഇൻറ്റു ഡി വി. എറർ ഇൻ വി എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 0.01 വോൾട്ട് ആണ്. അപ്പം 1/100 വരും. 0.01 1/100 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് 300 ഒരു 10 നമുക്ക് 1000 ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് പോയിട്ട് 5+1 6 ഡിവൈഡഡ് ബൈ 3 2/10 0.2 മില്ലി ആംപിയർ ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ കറണ്ടിലുള്ള എറർ എത്രയാണ് വരുന്നത്? 0.2 മില്ലി ആംപിയർ ആണ് നമുക്ക് കറണ്ടിലുള്ള എറർ വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. 0.2 മില്ലി ആംപിയർ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A man in a car at location Q on a straight highway is moving with speed V. He decides to reach a point P in a field at a distance D from the highway, point M, as shown in the figure. The speed of the car in the field is half to that on the highway. What should be the distance RM so that the time taken to reach P is minimum? Okay, ഇപ്പോൾ ഇതൊരു ഹൈവേ ആണ്. QM എന്ന് പറയുന്നൊരു ഹൈവേ ആണ്. ഹൈവേയിലൂടെ അയാൾക്ക് പോകാൻ പറ്റുന്ന സ്പീഡ് V ആണെന്ന് വിചാരിക്കുക. ഓക്കെ, V ആണ്. കൈനമാറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഹൈവേയിൽ നിന്നും ഒരു ഡി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ഉണ്ട് P. ഓക്കെ, അതൊരു ഫീൽഡ് വഴി വേണം പോകാനായിട്ട്. എന്ന് പറയുമ്പോൾ ഓഫ് റോഡാണെന്ന് വിചാരിച്ചോ, പിയിൽ അയാൾക്ക് എത്തണം. അപ്പോൾ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ അയാൾക്ക് നേരെ Qയിൽ നിന്ന് എമ്മിൽ എത്തിയിട്ട് നേരെ ഡിയിലേക്ക് പോവാം, അല്ലെങ്കിൽ Qയിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് ആറിൽ എത്തിയിട്ട് ആറിൽ നിന്ന് പിന്നെ പിയിലേക്ക് പോവാം. അതൊക്കെ അയാളുടെ താല്പര്യമാണ്. എന്തായാലും സ്പീഡ് ഓഫ് ദ കാർ ഇൻ ദ ഫീൽഡ്, അതായത് ഫീൽഡിലേക്ക് ഈ ഹൈവേ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഫീൽഡിലൂടെ പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദാറ്റ് ഇൻ ദ ഹൈവേ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ V/2 സ്പീഡിലൂടെ മാത്രമേ അയാൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? V/2 സ്പീഡിൽ.
അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് RM സോ ദാറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് P ഈസ് മിനിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയിൽ എത്താൻ എടുക്കുന്ന ടൈം മിനിമം ആയിരിക്കണമെങ്കിൽ അയാൾ എവിടെ വെച്ച് കട്ട് ചെയ്ത് ഫീൽഡിലോട്ട് കയറണമെന്നാണ് ചോദ്യം. ഓക്കെ, അത് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്ത് കയറുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഉത്തരം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. RM എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് വിചാരിക്കാം എമ്മിൽ നിന്ന് ആറിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് X ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ക്യൂവിൽ നിന്ന് എമ്മിലേക്കുള്ള ദൂരം ഫിക്സ്ഡ് ആണ്. ഓക്കെ, ക്യൂവിൽ നിന്ന് എമ്മിലേക്കുള്ള ദൂരം ഫിക്സ്ഡ് ആണ്. ഞാൻ അതിനെ D എന്ന് വിളിക്കുവാണ്, ക്യാപിറ്റൽ D എന്ന് വിളിക്കുവാണ്. അപ്പോൾ ഈ ഒരു ദൂരം എത്ര വരും? D - X വരും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് X ഇത് D. അപ്പം പൈതഗോറസ് തിയറം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് വരും? √D² + X² ആണ് ഈ ഡിസ്റ്റൻസ് ആണല്ലോ. √D² + X² വരും. അപ്പോൾ അയാൾ D - X ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് V സ്പീഡിലും √D² + X² ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് V/2 സ്പീഡിലുമാണ്. അപ്പം കോൺസ്റ്റന്റ് സ്പീഡുകളാണ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമുക്ക് സ്പീഡാണ് വരും അല്ലേ? അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ടു ഗോ ഫ്രം Q to R ആണ് പ്ലസ് ടൈം ടേക്കൺ ടു ഗോ ഫ്രം R to P ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര? D - X D - X ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? V വരും അല്ലേ? പ്ലസ് √D² + X² ഡിവൈഡഡ് ബൈ V/2 എന്ന് വരും. അപ്പോൾ T ഈസ് ഈക്വൽ ടു ആ 2 മേളിൽ പോകും. ഇപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ D - X പ്ലസ് 2 ടൈംസ് √D² + X² ഡിവൈഡഡ് ബൈ V എന്ന് വരും. ഇതാണ് അയാൾക്ക് എടുക്കുന്ന ടൈം. അപ്പോൾ ഈ ടൈം മിനിമം ആക്കണം. ഈ ടൈം മിനിമം ആക്കാനായിട്ട് എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ടൈം മിനിമം ആയിരിക്കണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? അപ്പോൾ നമുക്ക് ടിയെ എക്സിൽ മിനിമൈസ് ചെയ്യണം. അപ്പോൾ ഫോർ ടി ടു ബി മിനിമം വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടീഷൻ എന്താ? dt/dx എന്തായിരിക്കണം? dt/dx എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, ഫോർ ടി ടു ബി മിനിമം വിത്ത് റെസ്പെക്ട് ടു എക്സ് dt/dx എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരുന്നു. അപ്പം ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കേണ്ട, അതൊരു കോൺസ്റ്റന്റ് പാരാമീറ്ററാണ്. V എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് പാരാമീറ്റർ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിനെ മാത്രം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. D കോൺസ്റ്റന്റ് ആണ് അല്ലേ? പോയിട്ട് നമുക്ക് -Xന് ഡെറിവേറ്റ് ചെയ്യുന്നത് വരും -1 വരും പ്ലസ് 2 ടൈംസ് √D² + X² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 √D² + X² ഇൻറ്റു D² + X² ഡെറിവേറ്റീവ് 2x വരും അല്ലേ? ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ √D² + X² വരും. നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ D² + X² നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ D² + X² വാല്യൂ എന്താ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 4x² ആണ്. അപ്പോൾ അതിൽ നമുക്ക് 3x² ഈസ് ഈക്വൽ ടു D² എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ D ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. X is equal to D divided by √3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 1 ആണ്. D/√3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The distance traveled by a body moving along a line in time t is proportional to t³. The acceleration time graph for the motion of the body will be. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു t³ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ടൈം റിലേഷൻ എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ds/dt ആണ്. അപ്പോൾ ds/dt എന്ന് പറയുമ്പോൾ ടൈമിന് ഡെറിവേറ്റീവ് വരുമ്പോൾ പവർ ഒന്ന് കുറയും. അപ്പോൾ t² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. അപ്പോൾ അത് t² വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ടിയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ആക്സിലറേഷൻ ലീനിയർ ഇൻ ടൈം ആയിരിക്കും അല്ലേ? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ് വരിക. ആക്സിലറേഷൻ ലീനിയർ ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഏതാ ഗ്രാഫാണ് വരിക? അത് നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ 2 ആണ് വരിക. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെക്ടേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. In the cube of side A shown in the figure, the vector
ഫ്രം ദ സെൻട്രൽ പോയിന്റ് ഓഫ് ഫേസ് എ ബി ഒ ഡി ഈ ഒരു ഫേസ് ആണ്. ഓക്കെ, ടു ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ ഫേസ് ബി ഇ എഫ് ഒ. ഓക്കെ, അതായത് ഈ സൈഡിലുള്ള പ്ലെയിനിൻ്റെ സെൻറ്ററിൽ നിന്നും ആ പുറകിലുള്ള പ്ലെയിനിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളൊരു വെക്ടർ വരയ്ക്കുകയാണ്. അപ്പോൾ ആ വെക്ടറിനെ എങ്ങനെയാണ് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കത് സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബേസിക്കലി ഈ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ഒരു പ്ലെയിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറാണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എടുത്താൽ മതി. ശരിയാണല്ലോ? അപ്പോൾ ഇനിഷ്യലി നമ്മുടെ വെക്ടർ എവിടെയാണ്? ജിയിലാണ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് പറഞ്ഞാൽ ഒ ജി അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് പറഞ്ഞാൽ ഒ ജി ആണ്. ഒ നമുക്ക് ഒറിജിനായിട്ട് എടുക്കുവാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ക്യൂബാണ്, ക്യൂബിൻ്റെ സൈഡ് എ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ സൈഡിൻ്റെ രണ്ട് സൈഡ് നമുക്ക് എ ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് a/2 ആണ്. അതുപോലെ ഈ വരുന്ന പ്ലെയിൻ വരുന്ന ഇസഡ് XZ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പം ഇസഡ് കോർഡിനേറ്റ് a/2 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് a/2 i ക്യാപ് പ്ലസ് a/2 k ക്യാപ്പ് വരും. നമുക്ക് a/2 ഇൻറ്റു i പ്ലസ് k എന്നാണ് ഒ ജി വരിക. ഓക്കെ, ഒ ജി വരുന്നത്. ഇനി ഒ എച്ച് എടുക്കുവാണെങ്കിൽ ഫൈനൽ പൊസിഷൻ വെക്ടർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അത് ഏത് പ്ലെയിനിലാണ്? YZ പ്ലെയിനിലാണ് ആ ഒരു സർഫസ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ വരണമെങ്കിൽ വൈയിലൂടെ a/2 പോകണം, ഇസഡിലൂടെ a/2 പോകണം. അപ്പോൾ നമുക്ക് a/2 j ക്യാപ് പ്ലസ് a/2 k ക്യാപ് എന്ന് വരും. സോ ദാറ്റ് ഈസ് a/2 ഇൻറ്റു j പ്ലസ് k എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാതെ, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് നമ്മളുടെ ഫൈനൽ പൊസിഷൻ. ശരിയല്ലേ? അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷനാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ശരിയല്ലേ? ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് GH എന്ന് പറയുന്നത് എന്തായിരിക്കും? GH വിൽ ബി ഈക്വൽ ടു ദ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷനാണ് വരിക. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? a/2 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. a/2 ഇൻറ്റു j പ്ലസ് k മൈനസ് i മൈനസ് k എന്ന് വരും. അപ്പോൾ കെയും മൈനസ് കെയും ക്യാൻസൽ ആവും, പോയിട്ട് നമുക്ക് j മൈനസ് i വരും അല്ലേ? അപ്പോൾ a/2 ഇൻറ്റു j ക്യാപ് മൈനസ് i ക്യാപ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ഓക്കെ, മോഷണൽ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റനാണ്. A particle is moving with a velocity v is equal to k times yi plus xj, where k is a constant. The general equation for its path is. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് പാത്ത് അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എഴുതുക, ജനറൽ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരും. ആ കോൺസ്റ്റന്റ് എത്രയാണെന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്തെങ്കിൽ, ഇനിഷ്യൽ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ജനറൽ സൊല്യൂഷൻ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് k ഇൻറ്റു yi ക്യാപ് പ്ലസ് xj ക്യാപ്പ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് എത്രയാണെന്ന് അറിയാം. വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ k y ആണ്. ശരിയല്ലേ? അപ്പം വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് നമുക്കറിയാം dx ഡിവൈഡഡ് ബൈ dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു k ടൈംസ് y ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് എന്ത് വരും? vy ഇസ് ഈക്വൽ ടു k ടൈംസ് x ആണ്. So that implies dy divided by dt is equal to k times x ആണ്. ശരിയാണല്ലോ? ഓക്കെ, ഇനി ഇത് നമ്മുടെ പരിപാടിയെല്ലാം നടക്കും. നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ dy ഡിവൈഡഡ് ബൈ dx, dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt എന്ന് പറഞ്ഞാൽ dy ബൈ dx ആണ്. dt വെട്ടമൊന്നും വിചാരിക്കരുത് കേട്ടോ, മാത്സുകാർ കേട്ടോ നമ്മളെ തല്ലും. ഓക്കെ, അപ്പോൾ dy ബൈ dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? k കട്ടായി പോകും. k കട്ടായി കഴിഞ്ഞാൽ x ഡിവൈഡഡ് ബൈ y വരും. x ഡിവൈഡഡ് ബൈ y എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് y dy എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടും? y dy ഇസ് ഈക്വൽ ടു x ഇൻറ്റു dx ആണ്. ശരിയല്ലേ? y dy ഇസ് ഈക്വൽ ടു x ഇൻറ്റു dx. ഇനിയിപ്പോൾ നമുക്ക് y എക്സിൽ റിലേഷൻ കിട്ടാൻ രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റഗ്രൽ y dy ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ x dx. ഞാൻ ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല,
സോ ഐ ഹാവ് ടു ആഡ് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ശരിയല്ലേ? പ്ലസ് സി വരും. അപ്പോൾ ഇൻറ്റഗ്രൽ വൈ ഡി വൈ എന്താ? വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരും. ശരിയാണല്ലോ? ഓക്കെ. ത്രൂ ഔട്ട് ഒരു 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, കാരണം സി ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വേറൊരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ? ഓക്കെ. ഇപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുക. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിട്ടുക. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതാണുള്ള ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുക. ഇപ്പോൾ വെലോസിറ്റി എന്നിട്ടുണ്ട്, പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിയുടെ എക്സും വൈയും കമ്പോണൻറ്റ് എഴുതുക, ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി റേഷ്യോ എടുക്കുക, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The trajectory of a projectile near the surface of the earth is given as y is equal to 2x minus 9x square. If it were launched at an angle theta 0 with a speed v0, then അപ്പോൾ തീറ്റ 0 എത്രയാണെന്നും v0 എത്രയാണെന്നുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് ട്രജക്ടറി തന്നിട്ടുണ്ട്. y is equal to 2x minus 9x square. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് ട്രജക്ടറി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷനോ ഇനിഷ്യൽ പ്രൊജക്ഷൻ സ്പീഡൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയുടെ ഏറ്റവും എളുപ്പമുള്ള, ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഫോം എന്ന് പറഞ്ഞാൽ y is equal to എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്നൊരു റിലേഷനുണ്ട്. ഈ ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോമിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം തന്നെ ഫസ്റ്റ് ടൈമിൽ 1 വരണം. ശരിയല്ലേ? അപ്പോൾ അതിന് 2x ആണ് നിങ്ങൾ കോമൺ എടുക്കേണ്ടത്. അപ്പോൾ y is equal to 2x ഇൻറ്റു പിന്നെ പോയിട്ടുള്ള ടേംസ് എഴുതിയാൽ മതി, 1 മൈനസ് പിന്നെ 9x സ്ക്വയർ ബൈ 2x ആണ് വരിക. അപ്പോൾ നമുക്ക് 9/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ ആണല്ലോ? അവ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് ടാൻ തീറ്റ എന്താണെന്ന് കിട്ടും? ടാൻ തീറ്റ 2 ആണെന്ന് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീറ്റ 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീറ്റ 0 എന്ന് ഞാൻ എഴുതുവാണ്. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് 2 ആണെന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ടാൻ തീറ്റയിലല്ല നമുക്ക് തന്നിരിക്കുന്നത്, സൈൻ തീറ്റയും കോസ് തീറ്റയും, അതായത് സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സിലാണ് എഴുതേണ്ടത്. പ്രശ്നമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും? ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കും, എന്നിട്ട് ഇത് തീറ്റ 0 എന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ടാൻ തീറ്റ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഇപ്പോൾ 2 വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടൻസ് എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 5 എന്ന് കിട്ടും. റൂട്ട് 5 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് 2 ആണ് വരുന്നതെങ്കിൽ സൈൻ തീറ്റ 0യുടെ വാല്യൂ എത്ര ആയിരിക്കണം? സൈൻ തീറ്റ 0 എന്ന് പറയുന്നത് 2/√5 ആയിരിക്കണം. അല്ലെങ്കിൽ കോസ് തീറ്റ 0 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 1/√5 ആയിരിക്കണം. ഇത് രണ്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടി അല്ലേ? അപ്പോൾ തീറ്റ 0യുടെ വാല്യൂ നിങ്ങൾ എഴുതുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഐദർ സൈൻ ഇൻവേഴ്സ് 2/√5 ആയിരിക്കണം അല്ലേ, ഓർ കോസ് ഇൻവേഴ്സ് 1/√5 ആയിരിക്കണം. ഓക്കെ, കാരണം രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതുമാണ് നമ്മുടെ ആൻസർ വരിക. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ ആണ്. ശരിയല്ലേ? സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ അത് നമുക്ക് റേഞ്ചിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ x/r എന്ന് പറഞ്ഞാൽ ഇവിടെ x/9 9/2 എന്നാണ് വരിക. ശരിയല്ലേ? അപ്പോൾ റേഞ്ചിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? റേഞ്ചിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ എക്സ് ഡിവൈഡഡ് ബൈ 2/9, സോറി 9/2 അല്ല 2/9 വരും, എക്സ് ഡിവൈഡഡ് ബൈ 2/9. അപ്പോൾ റേഞ്ചിൻ്റെ വാല്യൂ നമുക്ക് 2/9 മീറ്റർ ആണെന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം v0 സ്ക്വയർ ഇൻറ്റു സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ്. ശരിയല്ലേ? സൈൻ 2θ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. കാരണം സൈൻ തീറ്റയും കോസ് തീറ്റയും നമുക്കറിയാം. ശരിയല്ലേ? ഇവിടെ എല്ലായിടത്തും തീറ്റ 0 ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് 2/9 ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം, ഇൻറ്റു 2 ഇൻറ്റു സൈൻ തീറ്റ 0 2/√5 ആണ്, കോസ് തീറ്റ 0 എത്രയാണ്? 1/√5 ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിത് എത്രയാണ് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു 2, ഇവിടെ നമുക്കൊരു 2 കട്ട് ചെയ്ത് താഴെ 5 ആക്കാം. അപ്പോൾ 5 ഇൻറ്റു 5 25 വരും. അപ്പോൾ v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 എന്ന് വരും.
അപ്പോൾ V0 സ്ക്വയറിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 25/9 ആണ്. അപ്പോൾ V0യുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? ദാറ്റ് വിൽ ബി 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ V0 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് തീറ്റ സൈൻ ഇൻവേഴ്സ് 2/√5 അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/√5 ആണ് വരിക. ഇവിടെ 5/3 ഉണ്ട്, പക്ഷേ ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/√5 ആണ്. ഇത് തെറ്റാണ്. പിന്നെ വരുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ലോസ് ഓഫ് മോഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. A mass of 10 kg is suspended vertically by a rope from the roof. When a horizontal force is applied on the rope at some point, the rope deviated at an angle of 45 degrees at the roof point. If the suspended mass is at equilibrium, the magnitude of the force applied is. Okay. അപ്പോൾ ഒരു 10 kg മാസിനെ നമ്മൾ ഒരു റോപ്പ് ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വെർട്ടിക്കലി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? റോപ്പിൽ ഏതോ ഒരു പോയിന്റിൽ നമ്മളൊരു എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഒരു എഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റോപ്പ് വെർട്ടിക്കലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു, ഒരു 45 ഡിഗ്രി ആംഗിൾ ഡീവിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സസ്പെൻഡഡ് മാസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് അപ്ലൈഡ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ പോയിൻ്റാന്ന് വിചാരിക്കുക, ഇത് വെർട്ടിക്കലാണ്. നമ്മൾ ഫോഴ്സ് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് സ്ട്രിങ് ഇപ്പം ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് പോകുന്നത്. ശരിയല്ലേ? 45 ഡിഗ്രി ആംഗിളിൽ. ഓക്കെ, എം മാസ് ഉണ്ട്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 kg ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എഫ് എന്ന് പറയുന്നൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ആംഗിൾ 45 ഡിഗ്രി എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഇക്വിലിബ്രിയം പ്രോബ്ലമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ എം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് എമ്മിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണ്ടേ. അപ്പോൾ എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോക്കിയാൽ എന്തൊക്കെ വരും? താഴേക്ക് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഉണ്ട്. ശരിയല്ലേ? mg എന്ന് പറയുമ്പോൾ എത്ര വരും? g നമ്മൾ 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100 ന്യൂട്ടൺ വരും. ശരിയല്ലേ? 100 ന്യൂട്ടൺ ആണ് mg വരിക. പിന്നെ അപ്പം മേളിലേക്കുള്ള ടെൻഷൻ അപ്പോൾ എത്രയായിരിക്കണം? മേളിലേക്കുള്ള ടെൻഷനും അപ്പം 100 ന്യൂട്ടൺ തന്നെ ആയിരിക്കണം. ശരിയല്ലേ? 100 ന്യൂട്ടൺ തന്നെ ആയിരിക്കണം. അപ്പോൾ അതേ ടെൻഷൻ ഇവിടെ നിന്ന് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇത് ഞാൻ നോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ആ നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ 3 ഫോഴ്സുകൾ ഇക്വിലിബ്രിയത്തിലാണ്. റൈറ്റിലേക്ക് ഒരു എഫ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, താഴേക്കൊരു 100 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും ടെൻഷനുണ്ട് ടി അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക. അപ്പോൾ ഈ 3 ഫോഴ്സുകൾ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 ആയിരിക്കണം. ശരിയല്ലേ? 3 ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ, തീറ്റ 45 ഡിഗ്രി ആണല്ലോ. അപ്പം തീറ്റ 45 ഡിഗ്രി ആണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമ്പോണൻസ് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് ടി കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് എത്രയാണെന്ന് കിട്ടും? ടി സൈൻ തീറ്റയാന്ന് കിട്ടും. ടി സൈൻ തീറ്റ. ഇനി നിങ്ങൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി കോസ് തീറ്റ എന്തായിരിക്കണം? ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആയിരിക്കണം. ശരിയല്ലേ? ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്. ആ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ ടി സൈൻ തീറ്റ എന്ത് വരും? ടി സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആണ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് റേഷ്യോ എടുത്താൽ 2/1 ചെയ്ത് നമുക്ക് ടാൻ തീറ്റ വരും. ടി കട്ടായി പോകും അല്ലേ? ടി കട്ടായി പോയി കഴിഞ്ഞാൽ F/100 നമുക്ക് കിട്ടും. അപ്പോൾ തീറ്റ 45 ഡിഗ്രി ആയതുകൊണ്ട് ടാൻ 45 എത്രയാണ് വരിക? 1 ആണ് വരിക. ശരിയല്ലേ? അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? F = 100 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് കിട്ടും. F = 100 ന്യൂട്ടൺ വരും. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. The pulleys and string shown in the figure are smooth and of negligible mass. For the system to remain in equilibrium, the angle theta should be.
അപ്പോൾ ഈ തീറ്റ എത്ര എന്നാണ് ചോദ്യം. ഇവിടെ 2 മാസത്തിൽ എം ഉണ്ട്, ഇവിടെ √2 എം ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? ഇവിടെ നിന്നും താഴേക്ക് ഒരു mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണല്ലോ. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടെൻഷൻ്റെ വാല്യൂ എത്രയായിരിക്കണം? mg ആയിരിക്കണം. ഇവിടെയുള്ള ടെൻഷൻ്റെ വാല്യൂ mg ആയിരിക്കണം. ഇത് ഒരേ സ്ട്രിങ് ആണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ് സ്ട്രിങ് ആണ്. ഓക്കെ, ലൈറ്റ് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ എല്ലായിടത്തും സെയിം ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് mg വരും, ഇവിടെ നമുക്ക് mg തന്നെയാണ് വരിക, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആണ്, ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആണ്. താഴേക്ക് √2 mg ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ? √2 mg ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 2 ഫോഴ്സുകൾ ഒരേ മാഗ്നിറ്റ്യൂഡാണ്, മേക്സ് ഈക്വൽ ആംഗിൾസ് വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ. അപ്പോൾ അതിന് ഈ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ mg cos θ പ്ലസ് mg cos θ 2 mg cos θ വരും. ദാറ്റ് ഷുഡ് ബാലൻസ് √2 mg, കാരണം എല്ലാം ഈക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നമുക്ക് mg 2 mg cos θ ഷുഡ് ബി ഈക്വൽ ടു √2 ടൈംസ് mg ആയിരിക്കണം. അപ്പോൾ mg നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ cos θയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/√2 വരും. സോ തീറ്റ എന്തായിരിക്കണം? തീറ്റ 45 ഡിഗ്രി ആയിരിക്കണം. ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അടുത്ത ലോസ് ഓഫ് മോഷനിൽ ഒരു വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ആൻ ഇൻസെക്ട് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് എ ഹെമിസ്ഫെറിക്കൽ ഡിച്ച് ഓഫ് റേഡിയസ് 1 meter. It crawls up the ditch but starts slipping after it is at a high-weightage from the bottom. If the coefficient of friction between the ground and the insect is 0.75, then h is. അപ്പോൾ നമുക്കൊരു ഹെമിസ്ഫെറിക്കൽ ഡിച്ച് ഉണ്ട്, അല്ലേ? ഒരു കുഴിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് 1 meter എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് 1 meter ആണ്. അപ്പോൾ ഇൻസെക്ട് വേണ്ടി ഈ ഒരു പോയിന്റ് വരെ എത്തിയെന്ന് വിചാരിച്ചോ. നമുക്ക് എത്ര ഹൈറ്റ് ആണെന്ന് കാണാൻ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ വരെ അതിന് കയറാൻ പറ്റുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും ഫ്രിക്ഷൻ ലൂസ് ആവുന്നത് കാരണം അത് സ്ലിപ്പ് ചെയ്ത് പിന്നെ താഴെ വരും. ഓക്കെ, ഇതാണ് സംഭവിക്കുക. അതിന് ഇവിടം വരെ അതിന് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഹെമിസ്ഫെറിക്കൽ ഡിസ്ക് ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സ്ലോപ്പ് കൂടി 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 ഇവിടെയാണ് സ്ലോപ്പ് മാക്സിമം ആവുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ തീറ്റ എന്നെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റ് എടുക്കുവാണ്. ടാൻജൻറ്റ് എടുക്കുന്നു. അപ്പോൾ അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും എന്ന് പറയാമോ? നിങ്ങൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതും തീറ്റ തന്നെ ആയിരിക്കത്തില്ലേ? അതായത് ഈ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ എത്തുമ്പോൾ, ഈ ഒരു ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ഹൊറിസോണ്ടലായിട്ട് എത്തുമ്പം അതിൻ്റെ mg sin θ കമ്പോണൻറ്റ് ഫ്രിക്ഷൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂവിനെ ഓവർകം ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? കാരണം ഇങ്ങോട്ട് പോകുന്നവർ mgയുടെ കമ്പോണൻറ്റ് mg sin θ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് തീറ്റ കൂടുന്നതിനനുസരിച്ച്. ഇവിടെ എത്തുമ്പോഴത്തേക്കിനും അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂവിനെ ഓവർകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ ഇപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല mg sin θ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് പോവുക, ശരിയല്ലേ? അപ്പോൾ ആ ഒരു സ്ലിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആംഗിൾ ഓഫ് ഫ്രീ പോസ് എന്നാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഫ്രീ പോസിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഫ്രീ ബോർഡ് ഡയഗ്രം വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വരച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഫ്രീ പോസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? തീറ്റയുടെ വാല്യൂ ആയിരിക്കണം ഇവിടെ, അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഗ്രൗണ്ട് ആൻഡ് ഇൻസെക്ട് 0.75 ആ. നമുക്കറിയാം തീറ്റ ആംഗിൾ ഓഫ് ഫ്രീ പോസ് ആണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ മ്യൂവിനോട് ഈക്വൽ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റയുടെ വാല്യൂ മ്യൂവിനോട് ഈക്വലാണ്. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 0.75 ആണ്. അത് ഞാൻ 3/4 എന്ന് എഴുതുന്നു. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുമല്ലോ. 37 ഡിഗ്രി, തീറ്റ 37 ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പോൾ തീറ്റ 37 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ്. അപ്പോൾ അത് കയറുന്നത് കണ്ട് ഇത്ര ഹൈറ്റിലേക്കല്ലേ? ഇതാണ് നമ്മുടെ ഹൈറ്റ് h വരിക. അപ്പോൾ അതുകൊണ്ട് ഇതും 6 തന്നെയാണ്, റേഡിയസ് ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെങ്ത് എത്ര വരും? ഈ ഒരു ലെങ്ത് വരുന്ന r cos θ ആയിരിക്കും. ഇത് മൊത്തം 6 ആണ്. അതുകൊണ്ട് h എന്ത് വരും? h is equal to r minus r cos θ വരും. അപ്പോൾ h is equal to r into 1 minus cos θ.
R 1 meter ആണ്. അപ്പോൾ 1 into 1 minus cos 37 degree. Cos 37 എത്ര? 4/5 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? 1/5 വരും. അതായത് 0.2 മീറ്റർ ആണെന്ന് കിട്ടും. അതിന് 0.2 മീറ്റർ വരെ ക്ലൈംബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു റേഞ്ചുമായിട്ട് ഇച്ചിരി ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടാം. ഓക്കെ, ഇപ്പോൾ ബോഡി ഓഫ് മാസ് എം സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം റെസ്റ്റ് അലോങ് ദി എക്സ് ആക്സിസ് സോ ദാറ്റ് ഇസ് വെലോസിറ്റി വേരീസ് ആസ് v is equal to a root s where a is a constant. a ആക്സിലറേഷൻ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. a ആക്സിലറേഷൻ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, a ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. And s is a distance covered by the body. The total work done by all the forces acting on the body in the first second after the start of the motion is. അപ്പോൾ ബോഡിയിൽ ആക്ട് ചെയ്ത മൊത്തം ഫോഴ്സും ചെയ്യുന്ന വർക്കാണ് അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ്ലി വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ. ഇപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പോൾ വെലോസിറ്റി നിങ്ങൾക്ക് ds/dt എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡിലെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ t = 1 സെക്കൻഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതിൽ നമുക്ക് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വി എസിൻ്റെ ഫംഗ്ഷനായിട്ട് വന്നിട്ടുണ്ട്. വി എ ടിയുടെ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടിപ്പിക്കൽ വേയിൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ds വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വി എന്ന് പറഞ്ഞാൽ a root s ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വി എന്ന് പറഞ്ഞാൽ a root s ആ. ആൻഡ് വി എന്ന് പറഞ്ഞാൽ ds/dt ആണല്ലോ. അപ്പോൾ ds/dt is equal to a into root s ആണ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ds ഡിവൈഡഡ് ബൈ റൂട്ട് s എന്ന് പറഞ്ഞാൽ dt യോട് ഈക്വൽ ആണ്. നമുക്ക് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു a ഉണ്ട്. a dt യോട് ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ ds ഡിവൈഡഡ് ബൈ റൂട്ട് s ഇസ് ഈക്വൽ ടു a കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dt വരും ഫ്രം 0 to t. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് എടുക്കാം ആൻഡ് ഫൈനൽ വാല്യൂ s ആയിട്ട് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ds ഡിവൈഡഡ് ബൈ റൂട്ട് s എന്ന് പറഞ്ഞാൽ ഇത് s⁻²² ആണ്. മേളിൽ പോകുമ്പോൾ s⁻⁻² ആവും. ശരിയല്ലേ. s⁻⁻² ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ s⁻⁻² + 1 ഡിവൈഡഡ് ബൈ -1/2 + 1 എന്ന് പറയുമ്പോൾ s⁻² ഡിവൈഡഡ് ബൈ 1/2 വരും, അല്ലെങ്കിൽ 2 root s വരും. അപ്പോൾ നമുക്ക് 2 root s ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും 2 root s തന്നെ, ദാറ്റ് ഇസ് ഈക്വൽ ടു a into t എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ റൂട്ട് എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 80 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? ദാറ്റ് ഇസ് ഈക്വൽ ടു a²t² ഡിവൈഡഡ് ബൈ 4 ആണെന്ന് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണലാണ്. നമുക്കൊരു കാര്യം അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. നെറ്റ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് t² പ്രൊപ്പോർഷൻ ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ക്വാഡ്രാറ്റിക് ഇൻ t ആണെങ്കിൽ അതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഫോഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു നെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ അല്ലാതെ ഇപ്പം അപ്രോച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ v is equal to ds/dt എന്ന് ഞാൻ എഴുതുന്നു. ഇപ്പോൾ എനിക്ക് വെലോസിറ്റിയെ ടൈമിൻ്റെ ഫംഗ്ഷനിൽ കിട്ടും. അപ്പോൾ ds/dt എടുത്താൽ a²/4 ഇൻറ്റു t² ഡെറിവേറ്റീവ് 2t വരും. അപ്പോൾ വെലോസിറ്റി എന്ത് കിട്ടി? വെലോസിറ്റി ഇസ് ഈക്വൽ ടു a²t ഡിവൈഡഡ് ബൈ 2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി പാർട്ടിക്കുലർ റെസ്റ്റിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ t = 0-ൽ വെലോസിറ്റി എന്താ? 0 ആണ്. ദാറ്റ് മീൻസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ശരിയല്ലേ. ആൻഡ് t = 1 സെക്കൻഡിൽ നമുക്ക് വെലോസിറ്റി എത്ര വരും? നമുക്ക് v is equal to a² ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, v is equal to a²/2 ആണ് വരിക. അപ്പോൾ അന്നേരമുള്ള കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി എന്താ വരുന്നത്? 12 mv² ആണ്. അപ്പോൾ 12 mv², ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു m ഇൻറ്റു v² എന്ന് പറയുമ്പോൾ a⁴ ഡിവൈഡഡ് ബൈ 4 വരും. ശരിയല്ലേ. അപ്പോൾ നമുക്ക് m a⁴ ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. m a⁴ ഡിവൈഡഡ് ബൈ 8 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടിയുടെ വാല്യൂ കൊടുത്ത് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടിയുടെ വാല്യൂ കൊടുത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടി എന്ന് തന്നെ കൊടുക്കാം.
ടി തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ടി സ്ക്വയർ ടി എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ നമുക്കൊരു എന്ത് വരും, എം ഇൻറ്റു എ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. അപ്പോൾ നമുക്ക് എം എ റേസ് ടു 4 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ കിട്ടും. ഓക്കെ, എം എ റേസ് ടു 4 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. A block of mass m lying on a smooth horizontal surface is attached to a spring of negligible mass or spring constant k. The other end of the spring is fixed as shown in the figure. The block is initially at rest in its equilibrium position. If now the block is pulled with a constant force F, the maximum speed of the block is. അപ്പോൾ നമുക്കൊരു സ്പ്രിംഗ് ഉണ്ട്, കെ അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡിലോട്ട് ഒരു എം മാസ് അറ്റാച്ച് ചെയ്യുന്നു. ദർ ഇസ് നോ ഫ്രിക്ഷൻ എനിവേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ എഫ് ഫോഴ്സ് വെച്ച് നമ്മൾ പുള്ള് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് വെച്ച് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് എഫ്, അത് വെച്ച് പുള്ള് ചെയ്യുമ്പോഴത്തേന് എന്ത് പറ്റും, അതിൻ്റെ സ്പീഡ് ഒന്ന് ആദ്യം കൂടിയതിന് ശേഷം പിന്നെ കുറഞ്ഞത് എക്സ്ട്രീം പോയിന്റിൽ എത്തുമ്പോൾ സ്പീഡ് വീണ്ടും 0 ആവും. കാരണം ഈ ഫോഴ്സ് വെച്ച് ഉണ്ടാക്കാവുന്ന മാക്സിമം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, അതുവരെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അത് 0 തന്നെ വരും. അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റിലേക്ക് പോയെന്ന് വിചാരിക്കാം. ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, അവിടെ നിന്ന് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റിലേക്ക് പോയെന്ന് വിചാരിക്കാം. ആ സമയത്തെ ബ്ലോക്കിൻ്റെ സ്പീഡ് വി ആണെന്ന് വിചാരിക്കുക. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ബ്ലോക്കിൻ്റെ സ്പീഡ് വി ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുന്ന വരെയുള്ള ആ സിറ്റുവേഷൻ നമ്മൾ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ നോർമൽ റിയാക്ഷൻ ഗ്രാവിറ്റി ഇവിടെ 0 ആണ്, കാരണം ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരിക, ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്ത് വരും, ദാറ്റ് ഇസ് -12 kx square പ്ലസ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എഫ് എന്ത് വരും, ദാറ്റ് ഇസ് പ്ലസ് എഫ് ഇൻറ്റു എക്സ്, കാരണം എഫ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി ½ മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0. അപ്പോൾ നമുക്ക് ½ ഇസ് ഈക്വൽ ടു എഫ് എക്സ് മൈനസ് ½ kx² എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ മാക്സിമം സ്പീഡ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും മാക്സിമം സ്പീഡ് മാക്സിമം ആണെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണല്ലോ. അപ്പോൾ എവിടെ വെച്ചാണ് കൈനറ്റിക് എനർജി, ഏത് എക്സിലാണ് കൈനറ്റിക് എനർജി മാക്സിമം ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, d/dx ഓഫ് ½ mv² 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, d/dx ഓഫ് ½ mv² 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ ദാറ്റ് ഇംപ്ലൈസ് എഫ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ f/k ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു കെ എക്സ് ആയിരിക്കണം. എഫ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്, ശരിയല്ലേ. ഇപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും അതിന് മാക്സിമം സ്പീഡ് വരിക. അപ്പം എക്സ് ഈക്വൽ ടു f/k എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ½ m ഇൻറ്റു വി മാക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു f/k മൈനസ് ½ k ഇൻറ്റു f² ഡിവൈഡഡ് ബൈ k² വരും. അപ്പോൾ നമുക്ക് f² ഡിവൈഡഡ് ബൈ k മൈനസ് f² ഡിവൈഡഡ് ബൈ 2k എന്ന് വരും. സോ ദാറ്റ് ഈസ് f² ഡിവൈഡഡ് ബൈ 2k ആണ്. അപ്പോൾ 2 നമുക്ക് കട്ട് ചെയ്യാം. സോ vm² ഇസ് ഈക്വൽ ടു f² ഡിവൈഡഡ് ബൈ mk എന്ന് വരും. ഓർ മാക്സിമം സ്പീഡ് ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് f² ബൈ mk എന്ന് പറയുമ്പോൾ f/√mk വരും. ഓക്കെ, മാക്സിമം സ്പീഡ് ഇസ് ഗിവൺ ബൈ f ഡിവൈഡഡ് ബൈ √mk വരും. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെർട്ടിക്കൽ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് L is whirled in a vertical circle with the other end of the string at the center. At a certain instant of time, the stone is at its lowest position and has a speed u. The magnitude of the change in velocity as it reaches a position where the string is horizontal is. Okay. അപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലം സെറ്റപ്പ് ആണ് കേട്ടോ. ഒരു ബോബ് നമുക്കുണ്ട്, ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, മാസ് m ആണ്. ആൻഡ് ഇത് ലോവസ്റ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ അതിനൊരു സ്പീഡ് കൊടുക്കുവാണ് അല്ലേ, u നമ്മൾ കൊടുക്കുവാണ്. ദ സ്റ്റോൺ ഇസ് അറ്റ് ദ ലോവസ്റ്റ് പൊസിഷൻ ഹാസ് എ സ്പീഡ് u എന്ന് പറയുന്നുണ്ട്, u.
ഇതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കറങ്ങി എവിടെ എത്തി? വെൻ ദ സ്ട്രിങ് ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇത് കറങ്ങി ഇവിടെ എത്തി അല്ലേ, ഹൊറിസോണ്ടലായി സ്ട്രിങ് ഹൊറിസോണ്ടലായി കഴിയുമ്പോഴത്തേക്കിനും ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും അല്ലേ, വി. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം നമ്മളോട് പറയുന്നുണ്ട്, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വർക്ക് ചെയ്യുന്ന ആര് മാത്രമാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. കാരണം ടെൻഷൻ ഇവിടെ എപ്പോഴും വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ടെൻഷൻ ഡെലിവർ ചെയ്യുന്ന പവർ 0 ആയിരിക്കും, അതുകൊണ്ട് ടെൻഷൻ ചെയ്യുന്ന വർക്കും 0 ആയിരിക്കും. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. അപ്പം ഇത് മേളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജിയോട് ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ത് വരും? ½ m u² - ½ m v² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി mg × L ആണ്. എം എല്ലായിടത്തും നമുക്ക് കട്ട് ചെയ്യാം. ത്രൂ ഔട്ട് 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ u² - v² is equal to 2gl എന്ന് വരും. അപ്പോൾ നമുക്ക് v²ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? v² is equal to u² - 2gl ആണെന്ന് കിട്ടി. ഓക്കെ, അതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് ഇവിടുത്തെ സ്പീഡ് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് ദിസ് ടൈം. വെലോസിറ്റിയുടെ ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും രണ്ടും പെർപെൻഡിക്കുലറാണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? v വെക്ടർ മൈനസ് u വെക്ടർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്ത് വരും? v² + u² ആണ് വരിക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് u² - 2gl + u² വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ടൈംസ് u² - gl എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. An alpha particle of mass m suffers one-dimensional elastic collision with a nucleus at rest of unknown mass. It is scattered directly backwards, losing 64% of the initial kinetic energy. The mass of the nucleus is. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് m ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് നമുക്ക് u ആണെന്ന് വിചാരിക്കാം. അതൊരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് m ആണെന്ന് വിചാരിക്കാം. അത് ഇനിഷ്യലി റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ എന്ത് പറ്റി? ദ ആൽഫ പാർട്ടിക്കിൾ ഇസ് സ്കാറ്റേഡ് ഡയറക്ട്ലി ബാക്ക്വേർഡ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ റീബൗണ്ട് ചെയ്ത് ആൽഫ പാർട്ടിക്കിൾ ലൂസിങ് 64% ഓഫ് ദി കൈനറ്റിക് എനർജി എന്ന് പറയുന്നുണ്ട്. 64% ഓഫ് ദി കൈനറ്റിക് എനർജി. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിട്ട് കുറവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 64% ലൂസായി എന്ന് പറഞ്ഞാൽ 36% ഇപ്പോൾ അതിനുള്ളൂ. അത് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ 36% അതിനുള്ളൂ, ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ 36/100 ഇപ്പോൾ അതിനുള്ളൂ, ശരിയാണല്ലോ? 36/100 അതിനുള്ളൂ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷനാണ്, ശരിയല്ല? അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി 36/100 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് 6/10 ആവുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? റൂട്ട് എടുത്താൽ മതി, 6/10 ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 0.6 × u ആണെന്ന് കിട്ടും. അത് പുറകിലേക്കാണ് സ്കാറ്റർ ചെയ്തത്. ആൻഡ് ന്യൂക്ലിയസ് മുന്നിലേക്ക് പോകുന്നത് വിചാരിക്കുക, കാരണം സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പീഡ് നമുക്ക് v എന്ന് വിളിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട മാസ് ഓഫ് ദി ന്യൂക്ലിയസ് എത്ര എന്നുള്ളതാണ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ mu is equal to എന്ത് വരും? -0.6 mu + m × v എന്ന് കിട്ടും, ശരിയല്ലേ? ഓക്കെ, ഇത് നമുക്കൊരു ഇക്വേഷനായിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് m × v എന്താണെന്ന് കിട്ടും? m × v is equal to mu × 1 + 0.6 എന്ന് വരും. സോ ഇറ്റ് ഈസ് 1.6 × mu എന്ന് വരും, ശരിയല്ലേ? ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് റെസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നമുക്ക് ആൻസർ 1 വരണം അല്ലേ. കോഎഫിഷ്യൻ്റ് റെസ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ, ദാറ്റ് മീൻസ് v + 0.6 × u വരും, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ u ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ v എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു u v + 0.6 u എന്ന് പറയുന്നത് യുവിനോട് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ v എന്താണെന്ന് കിട്ടി? v is equal to u - 0.6 u, ദാറ്റ് മീൻസ് 0.4 ടൈംസ് u ആണെന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മേളിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് m × 0.4 u is equal to 1.6 × mu എന്ന് കിട്ടും. അപ്പോൾ 0.4 u 1.6 u നമുക്ക് വെട്ടാം, പോയിട്ട് നമുക്ക് 4 വരും. അപ്പോൾ m is equal to 4m ആണെന്ന് കിട്ടും.
ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 4 times the mass of the alpha particle ആണ് വരിക. ആൻസർ ഓപ്ഷൻ 4 വരും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്ക് റൊട്ടേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A slender uniform rod of mass m and length l is pivoted at one end so that it can rotate in a vertical plane. There is negligible friction at the pivot. The free end is held vertically above the pivot and then released. The angular acceleration of the rod when it makes an angle theta with the vertical is. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റിലീസ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ടോർക്ക്. അപ്പോൾ അതിൽ താഴേക്ക് വീഴുവാണ്. അപ്പോൾ തീറ്റ ആംഗിൾ നിൽക്കുന്ന സമയത്ത് അതിലെ ആംഗുലാർ ആക്സലറേഷൻ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോഡ് ഇപ്പം തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദി വെർട്ടിക്കൽ. അപ്പോൾ പിവോട്ട് പോയിന്റ് എബൌട്ടായിട്ട് നമുക്ക് ടോർക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടോർക്ക് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg, ശരിയല്ലേ? ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ mg, ഇപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ l/2 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്ന l/2 sin θ വരും അല്ലേ? അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? ടോർക്ക് ഇസ് ഈക്വൽ ടു mg ഇൻറ്റു l/2 sin θ വരും അല്ലേ? അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആണ് അല്ലേ? I ഇൻറ്റു ആൽഫയാണ്. അപ്പോൾ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ mg l/2 ഇൻറ്റു sin θ is equal to moment of inertia about one end of a rod about an axis passing perpendicular to its length എന്ന് പറഞ്ഞാൽ ml²/3 ആണ് ഇൻറ്റു ആൽഫ വരും, ശരിയല്ലേ? നമുക്കൊരു l ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് g/2 sin θ is equal to എന്ത് വന്നു? l α/3 എന്ന് വന്നു. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താ? 3g/2l ഇൻറ്റു sin θ എന്ന് വരും. ഓക്കെ, 3g/2l ഇൻറ്റു sin θ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. A disk of mass m and radius r is rolling with angular speed omega on a horizontal plane as shown in figure. The magnitude of angular moment of the disk about the origin O is. ഓക്കെ, അപ്പോൾ അതൊരു റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ ഒരു കേസാണ്. നമുക്ക് അതിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റൻ ആണിത്. ഇതൊരു ഡിസ്ക് ആണ് കേട്ടോ. ഒരു ഡിസ്ക് മാസ് m ആണ്, റേഡിയസ് r ആണ്. അപ്പോൾ അത് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. അതിൻ്റെ ആംഗുലർ സ്പീഡ് ഒമേഗയാണ് തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ റോൾ ചെയ്യുവാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അബൌട്ട് ദി ഒറിജിൻ. നമുക്ക് ആംഗുലാർ മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ് വരിക. അപ്പോൾ നമുക്ക് L എന്ത് വരും? നമുക്ക് രണ്ട് ആംഗുലാർ മൊമെൻറ്റം വരുന്നത് എങ്ങോട്ടേക്കാണ്? നമുക്ക് r×mv ആണ് നമുക്ക് വരിക അല്ലേ? അപ്പോൾ r ഇങ്ങനെയാണ്. അപ്പം mv എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് z ഡയറക്ഷനിലാണ് വരിക. റൊട്ടേഷൻ കാരണമുള്ള ആംഗുലാർ മൊമെൻറ്റ് നമുക്ക് നെഗറ്റീവ് z ഡയറക്ഷൻ തന്നെയാണ് വരിക. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? മൊമെൻറ്റ് ഓഫ്, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റി വരുന്നത് എന്താ? VCM ഇസ് ഈക്വൽ ടു r ഇൻറ്റു ഒമേഗയാണ്, ശരിയല്ല? r ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൊസിഷൻ വെക്ടർ വരയ്ക്കുക സെൻറ്റർ ഓഫ് മാസിലോട്ട്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിന് നമുക്കറിയാം വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് r ആണ് വരിക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് m ഇൻറ്റു വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ VCM ഇൻറ്റു r, ഓക്കെ, പ്ലസ് ആംഗുലാർ മൊമെൻറ്റ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് വരും. അത് റൊട്ടേഷൻ ആംഗുലാർ മൊമെൻ്റ് ആണ്. പ്ലസ് I ഒമേഗ വരും, ശരിയല്ലേ? I ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ L ഇസ് ഈക്വൽ ടു m ഇൻറ്റു VCMന് വരെ r ഒമേഗ കൊടുക്കാം ഇൻറ്റു r പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ mr²/2 ആണ് ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ നമുക്ക് mr² ഒമേഗ പ്ലസ് mr² ഒമേഗ/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2 mr² ഒമേഗ വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. As shown in the figure, a bob of mass m is tied by a massless string whose other end portion is wound on a flywheel of radius r and mass m. When released from rest, the bob starts falling vertically. When it has covered a distance h, the angular speed of the wheel will be. ഇതൊരു h ഹൈറ്റ് താഴെ എത്തുമ്പോൾ ഡിസ്കിൻ്റെ ആംഗുലർ സ്പീഡ് എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് h ഹൈറ്റ് താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആയിട്ട് ഡിക്രീസ് ചെയ്യും, ശരിയല്ലേ? ആ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയോട് ഈക്വൽ ആയിരിക്കും.
ഇപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഗെയിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി, ഇതിൻ്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും വരുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. ആൻഡ് ത്രെഡ് ഇവിടെ ഫ്രിക്ഷൻ ഇസ് സഫിഷ്യൻറ്റ് സോ ദാറ്റ് ദർ ഇസ് നോ സ്ലിപ്പിംഗ് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇത് h ഹൈറ്റ് താഴേക്ക് പോകുന്നു. ഓക്കെ, അന്നേരം അതിൻ്റെ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. അന്നേരം ഈ പോയിന്റിൻ്റെ വെലോസിറ്റിയും v ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് v ഇസ് ഈക്വൽ ടു r ഒമേഗ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. വേർ ഒമേഗ ഈസ് ആംഗുലർ സ്പീഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ആ ഇൻസ്റ്റൻറ്റിൽ ആംഗുലർ സ്പീഡാണ് ഒമേഗ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് r ആൻഡ് h. അപ്പോൾ നമുക്ക് ലോസ് ഇൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക, mgh വരും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഹാഫ് m ഇൻറ്റു വി സ്ക്വയർ പ്ലസ് നമുക്ക് റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്ത് വരും, ഹാഫ് ഇൻറ്റു i ഒമേഗ സ്ക്വയർ ആണ് വരിക. അപ്പോൾ mgh ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു വിക്ക് വരെ നമുക്ക് r ഒമേഗ കൊടുക്കാം, r ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, mr സ്ക്വയർ ബൈ 2 വരും. mr സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ m എല്ലായിടത്തും നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ജി എച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും. സോ ഇറ്റ് ഇസ് 3/4 ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരും, ദാറ്റ് ഇസ് ഈക്വൽ ടു 4gh ഡിവൈഡഡ് ബൈ 3 ആർ സ്ക്വയർ ആണ്. ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു റൂട്ട് ഓഫ് 4gh ഡിവൈഡഡ് ബൈ 3 വരും. ഓക്കെ, റൂട്ട് ഓഫ് 4gh ഡിവൈഡഡ് ബൈ 3. ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 1. നിങ്ങളോട് അതിൻ്റെ സ്പീഡ് ചോദിക്കുവാണെങ്കിൽ, ആ ഒരു ബ്ലോക്കിൻ്റെ സ്പീഡ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു r ഒമേഗയാണ് വരിക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4gh ഡിവൈഡഡ് ബൈ 3 വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നമ്പർ 20. Planet A has mass m and radius r. Planet B has half the mass and half the radius of planet A. If the escape velocities from the planets A and B are v and vb respectively, then va by vb equal to n/4. The value of n is. അപ്പോൾ escape velocity ആണ്, നമുക്കറിയാം escape velocity എന്ന് പറയുന്നത് that is equal to root of 2gm/r ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ escape velocity proportional to root of m divided by r ആണ്. ശരിയാണല്ലോ. അപ്പോൾ പ്ലാനറ്റ് ബിയുടെ പ്രത്യേകത, പ്ലാനറ്റ് ബിയുടെ മാസ് എയുടെ പകുതിയാണ്, റേഡിയസും എയുടെ പകുതിയാണ്. അപ്പം പ്ലാനറ്റ് ബിയുടെ മാസും റേഡിയസും എയുടെ മാസിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് എന്ന് പറയുമ്പോൾ m/r റേഷ്യോടെ സെയിമാണ്. ശരിയല്ലേ. അതുകൊണ്ട് വി എ ബൈ വി ബി എടുത്താൽ നിങ്ങൾക്ക് ആൻസർ 1 വരണം, വിച്ച് ഇസ് ഈക്വൽ ടു n/4. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 4 ആയിരിക്കും വരിക അല്ലേ. സിമ്പിൾ ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ. The figure shows an elliptical path ABCD of a planet around the sun S such that the area of the triangle CSA is 1/4 of the area of the ellipse. With DB as a semi-major axis and CA as a semi-minor axis, if T1 is the time taken for the planet to go over path ABC and T2 the path taken over CDA, then T1 T2 compare ചെയ്തിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു എലിപ്സ് ആണ്, ABCD എന്ന് പറയുന്ന എലിപ്സ് ആണ്. ഇവിടെയാണ് സൺ വരുന്നത്. സൺ ഒരു ഫോക്കസിലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ABC എന്ന് പറയുന്ന പാത്ത് എയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് എടുക്കുന്ന ടൈം T1 ഉം CDA പോകാൻ എടുക്കുന്ന ടൈം T2 ആണ്. അങ്ങനെ T1 T2 കമ്പയർ ചെയ്യാനായിട്ടാണ് ചോദ്യം. നമുക്കറിയാം ഏരിയൽ വെലോസിറ്റി വെച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ, ലോ ഓഫ് ഏരിയസ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം ദ ടൈം ടേക്കൺ ഈക്വൽ ഇൻ്റർവൽസിൽ ഈക്വൽ ഏരിയ സബ്ടെൻഡ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏരിയ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ശരിയല്ല, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല ഒരു പ്ലാനറ്റിന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളപ്പോൾ വിചാരിക്കരുത് ABC എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ എലിപ്സിൻ്റെ ഏരിയയും CDA എന്ന് പറയുന്ന എലിപ്സിൻ്റെ ഏരിയയും ഈക്വലാണ്. ശരിയല്ലേ, ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയയുടെ പകുതിയാണ് വരിക. പക്ഷെ അങ്ങനെയല്ല നമ്മൾ നോക്കട്ടെ. ഏരിയ ജോമെട്രിക്കൽ ഏരിയ ഓഫ് ദി എലിപ്സ് അല്ല നമ്മളിവിടെ നോക്കുന്നത്, ഏരിയ സ്വെപ്റ്റ് ബൈ ദ ലൈൻ ജോയിനിങ് ദ സൺ ആൻഡ് ദ പ്ലാനറ്റ് ആണ്. ശരിയല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു ലൈൻ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ. എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ഏരിയ വരും. ഇത്രയുമാണ് നമ്മുടെ ഏരിയ വരിക, അല്ലാതെ പകുതി ഏരിയ എന്ന് വിചാരിക്കരുത്. ഈ ഒരു ലൈൻ സ്വീപ്പ് ചെയ്യുന്ന ഏരിയയെ പറ്റിയാണ് ഏരിയൽ വെലോസിറ്റിക്ക് അത് പറയുന്നത്. ശരിയല്ലേ. ആൻഡ് മിച്ചമുള്ള ഏരിയ എന്ന് പറയുന്നത് കണ്ട് ഇത്രയും വരും. ശരിയാണല്ലോ, മിച്ചമുള്ള ഏരിയ ഇത്രയാണ് വരിക. അപ്പോൾ നമുക്ക് T1 ഡിവൈഡഡ് ബൈ T2 എന്ന് പറഞ്ഞാൽ A1 ഡിവൈഡഡ് ബൈ A2നോട് ഈക്വലാണ്. ഓക്കെ,
അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ. നിങ്ങൾ നോക്കുക, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ഓഫ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയ A ആണെങ്കിൽ A/4 പ്ലസ്, പിന്നെ ഇത് ഹാഫ് ഓഫ് ദി എലിപ്സ് ആണ് വരിക, അപ്പോൾ അതിൻ്റെ ഏരിയ A/2 ആയിരിക്കും, ഡിവൈഡഡ് ബൈ, എന്നിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ഹാഫാണ്, ഇത് 1/4 ആണ്. അപ്പോൾ ടോട്ടൽ 3/4 ആയാലോ. 3/4 കഴിഞ്ഞാൽ പിന്നെ എത്ര ഏരിയ അവൈലബിൾ ആയിട്ടുള്ളൂ? ബ്ലൂ കളറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഏരിയ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3 വരും. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 3 ടൈംസ് T2നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ. അപ്പോൾ അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. If the ratio of lengths, radii and Young's modulus steel and brass waves in the figure are A, B and C respectively, then the corresponding ratio of increase in their lengths is. ഇപ്പോൾ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ദർ ലെങ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ നമുക്കറിയാം എലോങ്ങേഷൻ്റെ ഫോർമുല എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു Y ആണ്. എന്ന് പറയുമ്പോൾ ഇവിടെ F എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പോൾ mg ഇൻറ്റു L ഡിവൈഡഡ് ബൈ Aക്ക് നമുക്ക് πr² ഇൻറ്റു Y എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ L പ്രൊപ്പോർഷണൽ ടു M ഇൻറ്റു L ഡിവൈഡഡ് ബൈ r² ഇൻറ്റു Y ആണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് എലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ എലോങ്ങേഷൻ ഓഫ് ബ്രാസ് എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റീലിൽ കൊടുത്തിരിക്കുന്ന ടോട്ടൽ മാസ് m+2m 3m വരും അല്ലേ, ഡിവൈഡഡ് ബൈ ബ്രാസിൽ കൊടുത്തിരിക്കുന്ന മാസ് 2m ആണ്, ഇൻറ്റു അടുത്ത ലെങ്തുകളുടെ റേഷ്യോ വരും. നമ്മളോട് പറയുന്നുണ്ട് ലെങ്തുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ A ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ LS/LB എന്ന് പറഞ്ഞാൽ A വരും, ഇൻറ്റു ഇനി റെസിപ്രോക്കൽ റിലേഷൻസ് ആണ് വരിക അല്ലേ, r² Y ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ റേഡിയസുകളുടെ റേഷ്യോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന B ആണ്. അപ്പോൾ ബിയുടെ റെസിപ്രോക്കലിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 1/b² ഇൻറ്റു യങ്സ് മോഡുലസുകളുടെ റേഷ്യോ തന്നിരിക്കുന്നത് C ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വരും 1/c വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഇസ് ഈക്വൽ ടു 3a ഡിവൈഡഡ് ബൈ 2b² ഇൻറ്റു C എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 3. ഇപ്പോൾ അടുത്ത 23 നോക്കുക. A wooden block with a coin placed on its top floats in water as shown in figure. The distance L and H are shown here. After some time the coin falls into the water. Then H എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് ലെവലിൻ്റെ ഹൈറ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ കണ്ടെയ്നർ. ആൻഡ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഇമ്മേഴ്സ്ഡ് ലെങ്ത് ആണ് വരിക ലിക്വിഡിനകത്ത്. അപ്പോൾ നമുക്കറിയാം ഇതാണൊക്കെയുള്ള ക്വസ്റ്റൻസ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ഫൈനൽ ഡിസ്പ്ലേസ്ഡ് വോളിയം, ഇനിഷ്യൽ ഡിസ്പ്ലേസ്ഡ് വോളിയം നോക്കണം. ശരിയല്ലേ? അപ്പം ഞാൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി, ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി ഞാൻ ρB എന്ന് എടുക്കുവാണ്. ഓക്കെ, ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി ρB എന്ന് എടുക്കുവാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി ρW എന്ന് ഞാൻ എടുക്കുന്നു. ആൻഡ് കോയിൻ്റെ ഡെൻസിറ്റി ഞാൻ ρC എന്ന് എടുക്കുന്നു. കോയിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം ബ്ലോക്ക് വുഡൻ ബ്ലോക്ക് ആണ്. അപ്പോൾ അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ρB എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ρW ആണ്. പക്ഷേ കോയിൻ സിങ്ക് ചെയ്തു പോകും നമുക്കറിയാം. അതുകൊണ്ട് കോയിൻ്റെ ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വരിക. ശരിയല്ലേ? അപ്പോൾ ഇനിഷ്യൽ ഡിസ്പ്ലേസ്ഡ് വോളിയം എന്ത് വരും? ഇനിഷ്യൽ ഡിസ്പ്ലേസ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ സിസ്റ്റം മൊത്തത്തിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ കോയിൻ നമ്മുടെ എവിടെ നിൽക്കുന്നത്? കോയിൻ എന്ന് പറയുന്നത് ബ്ലോക്കിൻ്റെ മേളിലാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മാസ് ഓഫ് കോയിൻ പ്ലസ് മാസ് ഓഫ് ദി ബ്ലോക്ക് വരും. ഫ്ലോട്ട് ചെയ്യുമായതുകൊണ്ട് ഡിസ്പ്ലേസ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ വരും. കാരണം mg ഈക്വൽ ടു ρVg ആണ് വരിക. അത് m ഇസ് ഈക്വൽ ടു ρ ഇൻറ്റു v എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു mc ഡിവൈഡഡ് ബൈ ρW പ്ലസ് mb ഡിവൈഡഡ് ബൈ ρW ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഫൈനൽ ഡിസ്പ്ലേസ്ഡ് വോളിയം നോക്കുവാണെങ്കിൽ, ഫൈനൽ ഡിസ്പ്ലേസ്ഡ് വോളിയം, ഇത് കോയിൻ ഇപ്പോൾ താഴെ പോയി അല്ലേ, കോയിൻ താഴേക്ക് പോയി. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ താഴേക്ക് പോകുമ്പോൾ കോയിൻ സിങ്ക് ചെയ്യുവാണ്. അപ്പോൾ കോയിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അപ്പം മാസ് ഓഫ് കോയിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് കോയിൻ വരും. അതാണ് കോയിൻ്റെ വോളിയം. അത്രയും വോളിയം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി. പ്ലസ് പിന്നെ വുഡൻ ബ്ലോക്ക് ഉണ്ട്. വുഡൻ ബ്ലോക്കിൻ്റെ മാസ് mb ആണ്. mb ഡിവൈഡഡ് ബൈ ρW. അത് ഫ്ലോട്ട് ചെയ്യുമായതുകൊണ്ട് mb ഡിവൈഡഡ് ബൈ ρW വോളിയമാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്തേ, ഈ രണ്ട് ടൈമും രണ്ടിടത്തും സെയിം ആണ്. ശരിയല്ലേ? പോയിട്ട് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്താൽ മതിയല്ലോ. നമുക്കറിയാം ഇവിടെ ρC ആണ് ρWനേക്കാൾ കൂടുതൽ. അങ്ങനെ വരുവാണെങ്കിൽ ഈ ടൈം ലെസ് ദാൻ ഈ ടൈം അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫൈനൽ ഡിസ്പ്ലേസ്ഡ് വോളിയം കുറവാണ്. ശരിയാണല്ലോ? ഫൈനൽ ഡിസ്പ്ലേസ്ഡ് വോളിയം ഈസ് ലെസ് ദാൻ ഇനിഷ്യൽ ഡിസ്പ്ലേസ്ഡ് വോളിയം ആണ് വരിക. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്ഡ് വോളിയം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം ലെവൽ ഓഫ് വാട്ടർ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. ശരിയല്ലേ? അപ്പം H ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുക. H ഡിക്രീസ് ചെയ്യും. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ടത് എല്ലിൻ്റെ കാര്യം. ഇപ്പോൾ ഈ കോയിൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കോയിൻ്റെ വെയിറ്റിനെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ബോയൻ ഫോഴ്സിനില്ല. ശരിയല്ലേ?
അപ്പോൾ അതുകൊണ്ട് ഇമ്മേഴ്സ്ഡ് വോളിയം കുറച്ച് മതി. കാരണം ഇപ്പോൾ ബ്ലോക്കിൻ്റെ വെയിറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് കുറച്ചത് എന്ത് ചെയ്യും, റൈസ് ആവും. ഇത് മേളിലോട്ട് റൈസ് ആയി കഴിഞ്ഞാൽ ഇമ്മേഴ്സ്ഡ് ലെങ്ത് കുറയും. അപ്പോൾ എല്ലും ഡിക്രീസ് ചെയ്യുവാണ് വരിക. അപ്പോൾ ആൻസർ എന്ത് വരും, ബോത്ത് എൽ ആൻഡ് എച്ച് ഡിക്രീസ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ബോത്ത് എൽ ആൻഡ് എച്ച് ഡിക്രീസസ് ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ വാട്ടർ ജാർ ഓഫ് റേഡിയസ് ആർ that has water filled up to high-H and is kept on a stand of height small h. Through a hole of radius r at its bottom, the water leaks out and the stream of water coming down towards the ground has a shape like a funnel as shown in figure. If the radius of cross-section of water stream when it hits the ground is x, then x കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. അപ്പോൾ സാധാരണ നമുക്കറിയാം ബെർണോളിസ് പ്രിൻസിപ്പിളും അതുപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് നോർമലി നമുക്ക് ക്വസ്റ്റൻസ് കൂടുതൽ വരിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റനാണിത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ നിന്ന് വരുന്ന വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ √2gh ആയിരിക്കും അല്ലേ, ടോർസലിസ് ലോ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഞാൻ v1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ഞാൻ v2 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ v1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, v1 = √2g × h ആണ് വരിക. ഓക്കെ, ആൻഡ് v2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, v2 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈ ഒരു ഫണലിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യും, ഒരു സ്ട്രീം ലൈനിലൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ എനർജി, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, ഹോൾ ആയതുകൊണ്ട് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് വരിക. അപ്പോൾ പ്രഷറിൻ്റെ ടൈംസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ ഹൈറ്റിലുള്ള വ്യത്യാസവും കൈനറ്റിക് എനർജിയുടെ ടൈമും മാത്രമേ അതിനകത്ത് വരുള്ളൂ അല്ലേ. അപ്പോൾ ½ ρv1² + ρgh = ½ ρv2² എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ, ½ ρv1² + ρgh = ½ ρv2² എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതിൽ നിന്ന് v2² = v1² + 2gh എന്ന് കിട്ടും. ശരിയല്ലേ, അപ്പോൾ അതിൽ നിന്ന് v2 എന്താണെന്ന് കിട്ടും, v2² = v1² എന്ന് പറഞ്ഞാൽ 2g × H ആണ് + 2gh വരും. അപ്പോൾ നമുക്ക് 2g × h + h എന്നാണ് വരിക. അപ്പോൾ v2ൻ്റെ വാല്യൂ എന്ത് വന്നു, v2 = √2g × h + h വന്നു. ശരിയല്ലേ, ഓക്കെ. അപ്പോൾ അടുത്ത കണ്ടിന്യൂറ്റി ഇക്വേഷനുകൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ വെലോസിറ്റി = ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ വെലോസിറ്റി ആണ്. ശരിയല്ലേ, അതായത് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ a1 v1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ, a2 v2നോട് ഈക്വലാണ്. a1 എന്ന് പറയുമ്പോൾ πr² × v1 വരും. ദാറ്റ് ഈസ് = a2 എന്ന് പറഞ്ഞാൽ π × x² × v2 വരും അല്ലേ. അപ്പോൾ π കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് x² എന്താണെന്ന് കിട്ടും, r² × v1/v2 ആണെന്ന് വരും. ശരിയല്ലേ, ആൻഡ് v1/v2 എടുത്താൽ 2g കട്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, r² × h / h + h എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കണം. സോ ഇറ്റ് ഈസ് = ഇതിൻ്റെ റൂട്ടാണ് വരിക കേട്ടോ, ⁻²² ആണ്. അപ്പോൾ x = r × എന്ത് വരും, h / h + h ⁻⁴ എന്നാണ് നമുക്ക് ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെർമൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 different wires having lengths L1 and L2 and respective temperature coefficients of expansion α1 and α2 are joined end to end. The effective temperature coefficient of linear expansion is. എഫക്റ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ലീനിയർ എക്സ്പാൻഷൻ ആണ്, സീരീസ് കോമ്പിനേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് L1 = നമുക്ക് എന്ത് വരും, നമുക്കിത് 0 ഡിഗ്രിയിലെ ടെമ്പറേച്ചറിലെ ലെങ്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ L1' എന്ന് പറഞ്ഞാൽ എന്ത് വരും, L1 × 1 + α1 × Δθ ആണ് വരിക അല്ലേ. ആൻഡ് L2' എന്ന് പറഞ്ഞാൽ നമുക്ക് L2 × 1 + α2 × θ ആണ് വരിക. അപ്പോൾ ഇപ്പോൾ അവർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ്റെ ലെങ്ത് എന്ത് വരും, ദാറ്റ് ഈസ് LS' = L1' + L2' ആണ്. സോ ദാറ്റ് ഈസ് L1 × 1 + α1 × θ + L2 × 1 + α2 × θ എന്ന് വരും. ഓക്കെ, അപ്പോൾ LS' = L1 + L1 α1 θ + L2 + L2 α2 × θ ആണ്. അപ്പോൾ നമുക്കിതിനെ ഈ ഫോമിലോട്ട് തന്നെ മാറ്റി എഴുതണം. ഇപ്പോൾ LS' = L1 + L2 എന്ന് പറഞ്ഞാൽ നമുക്ക് LS ആണ് വരിക അല്ലേ. L1 + L2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് 1 + L1 α1 + L2 α2 / L1 + L2 × θ എന്ന് വരും.
ഓക്കെ, സോ LS dash is equal to ഇത് LS ആണ് ഇൻറ്റു 1 പ്ലസ് alpha 1 L1 പ്ലസ് alpha 2 L2 ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2 ഇൻറ്റു തീറ്റ. അപ്പോൾ നമുക്കറിയാം ഇക്വലൻ്റ് രീതി എങ്ങനെ വരുന്നത് LS ഇൻറ്റു 1 പ്ലസ് ആൽഫ എസ് ഇൻറ്റു തീറ്റ എന്നാണ് വരേണ്ടത്. അപ്പോൾ ആൽഫ എസിൻ്റെ വാല്യൂ എന്താണ്? alpha 1 L1 പ്ലസ് alpha 2 L2 ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2 ആണ് വരേണ്ടത്. ശരിയല്ലേ? നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, two materials having coefficients of thermal conductivity 3K and K and thickness D and 3D respectively are joined to form a slab as shown in figure. The temperatures of the outer surface are theta 2 and theta 1 respectively, with theta 2 greater than theta 1. Temperature at the interfaces. Okay. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം ഇതിലൂടെ രണ്ടിലൂടെയുള്ള ഹീറ്റ് കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ. ഹീറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ dQ/dt ആണ്. അപ്പോൾ അത് KA ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു KA ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ആണ് വരിക. അപ്പോൾ അത് രണ്ടിലൂടെയും സെയിം ആയിരിക്കണം, കാരണം സീരീസ് കോമ്പിനേഷൻ ആണ് വരിക. അപ്പോൾ രണ്ടിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇയാളുടെ K എടുക്കുകയാണെങ്കിൽ 3K ആണ് വരിക ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് T എന്ന് വിളിക്കാം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തീറ്റ 2 മൈനസ് T ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നതിൻ്റെ തിക്നെസ് ആണ് D ഈസ് ഈക്വൽ ടു അടുത്ത ആളുടെ ഹീറ്റ് കറണ്ട് KA ഇൻറ്റു അവിടെ നമുക്ക് വരുന്നത് T മൈനസ് തീറ്റ 1 ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ വരുന്നത് 3D ആണ്. ശരിയല്ലേ? അപ്പോൾ KA നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ടൈംസ് തീറ്റ 2 മൈനസ് T ഈസ് ഈക്വൽ ടു T മൈനസ് തീറ്റ 1 എന്ന് വരും. അപ്പോൾ 9 തീറ്റ 2 മൈനസ് 9T ഈസ് ഈക്വൽ ടു T മൈനസ് തീറ്റ 1. അപ്പോൾ നമുക്ക് 10 ടൈംസ് T ഈസ് ഈക്വൽ ടു തീറ്റ 1 പ്ലസ് 9 തീറ്റ 2 എന്ന് വരും. അപ്പോൾ ടിയുടെ വാല്യൂ എന്താ? തീറ്റ 1 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 9 തീറ്റ 2 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 1 mole of an ideal gas passes through a process where pressure and volume obey the relation P equal to P0 into 1 minus 1 by 2 times V0 by V the whole square, where P0 and V0 are constants. Calculate the change in temperature of the gas if its volume changes from V0 to 2V0. നമ്മുടെ ഇത്തവണ ജെയും മെയിനും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രഷറിൻ്റെ റിലേഷൻ തന്നിട്ടുണ്ട്. P is equal to P0 ഇൻറ്റു 1 മൈനസ് 1 by 2 ടൈംസ് V0 ഡിവൈഡഡ് ബൈ V ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം PV is equal to nRT ആണ്, നമ്പർ ഓഫ് മോൾസ് 1 ആണ്. അപ്പോൾ PV equal to RT നമുക്ക് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? PV ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം V0 ആയിരിക്കുമ്പോഴുള്ള പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് P0 ഇൻറ്റു 1 മൈനസ് 1 by 2 ടൈംസ് V0 ഡിവൈഡഡ് ബൈ V0 എന്ന് തന്നെ വരും അല്ലേ. അപ്പോൾ നമുക്ക് P0 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ P1 V1 ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ P0 by 2 ഇൻറ്റു V0 ഡിവൈഡഡ് ബൈ R എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു P0 V0 ഡിവൈഡഡ് ബൈ 2R എന്ന് കിട്ടും. ഇതാണ് T1 വരിക. അപ്പോൾ അടുത്ത T2 കണ്ടുപിടിക്കണം, അതിന് P2 അറിയണം. അപ്പോൾ P2 ഈസ് ഈക്വൽ ടു P0 ടൈംസ് 1 മൈനസ് 1 by 2 ഇൻറ്റു V0 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ വോളിയം 2V0 ആയി, സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ഇത് എത്ര വരും? 1/4 ഇൻറ്റു 1/2 1/8 വരും. അപ്പോൾ 1 മൈനസ് 1/8 7/8 ആണ് വരും. അപ്പോൾ 7 P0 by 8 വരും. അപ്പോൾ T2ൻ്റെ വാല്യൂ എന്ത് വരും? T2 is equal to P2 V2 by R ആണ്. അപ്പോൾ നമുക്ക് 7 P0 by 8 ഇൻറ്റു V2 എത്രയാണ്? 2V0 ആണ്, ഡിവൈഡഡ് ബൈ R എന്ന് വരും. അപ്പോൾ നമുക്ക് 7 P0 V0 ഡിവൈഡഡ് ബൈ 4R എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് 2 P0 V0 ഡിവൈഡഡ് ബൈ 4R എന്ന് എഴുതാം. ഇപ്പോൾ ഡിഫറൻസ് എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. അപ്പോൾ നമുക്ക് 5 P0 V0 ഡിവൈഡഡ് ബൈ 4R എന്ന് വരും. ഓക്കെ, 5 P0 V0 ബൈ 4R. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. Question number 29. 5.6 liter of helium gas at STP is adiabatically compressed to 0.7 liter. Taking the initial temperature to be T1, the work done in the process is. അപ്പോൾ STP യിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹീലിയം ആയതുകൊണ്ട് മൊണറ്റമിക് ഗ്യാസ് ആണ് അല്ലേ. മൊണറ്റമിക് ഗ്യാസ് ആയതുകൊണ്ട് ഗാമയുടെ വാല്യൂ നമുക്കറിയാം
5/3 ആണ് വരിക. ഓക്കെ, അപ്പോൾ എസ് ടി പിയിലാണ്. അപ്പോൾ 5.6 ലിറ്റർ ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 mol ഓഫ് എ ഗ്യാസ് അറ്റ് എസ് ടി പി ഓക്യുപ്പൈ ചെയ്യുന്നത് നമുക്കറിയാം 22.4 ലിറ്റേഴ്സ് ആണ്. 22.4 ലിറ്റേഴ്സിൻ്റെ 1/4 ആണ് 5.6 ലിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ട് 1/4 ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്. ഇപ്പോൾ വോളിയം എത്രയായി? 1/8 ആയിട്ട് കുറയണം. 5.6 നിന്ന് 0.7 ആവുമെന്ന് പറഞ്ഞാൽ 1/8 ടൈംസ് ആവുകയാണ്. ശരിയല്ലേ? എന്ന് പറയുമ്പോൾ V2 എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ 8 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ വേണം. അപ്പോൾ നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ടി വി റേസ് ടു ഗാമ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ T1 ഇൻറ്റു V1 റേസ് ടു ഗാമ -1 ഈക്വൽ ടു T2 ഇൻറ്റു V2 റേസ് ടു ഗാമ -1 വരും. ശരിയല്ലേ? അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? T2 ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ -1 വരും. അപ്പോൾ V1 ബൈ V2 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ആണ് വരിക അല്ലേ? അപ്പോൾ T ഇൻറ്റു എത്ര വരും? 8 റേസ് ടു 5/3 -1 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് T2ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? T2 ഇസ് ഈക്വൽ ടു 8 റേസ് ടു 5/3 -1 2/3 വരും ഇൻറ്റു T വരും. ഓക്കെ, അപ്പം 8 റേസ് ടു 1/3 നമുക്കറിയാം 2 ആണ്. 2 സ്ക്വയർ 4 വരും. 4T1 ആവും. ശരിയല്ലേ? അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു NR ഡിവൈഡഡ് ബൈ ഗാമ -1 ഇൻറ്റു T1 - T2 ആണ്. അപ്പോൾ W ഇസ് ഈക്വൽ ടു 1/4 R ഡിവൈഡഡ് ബൈ ഗാമ -1 എന്ന് പറയുമ്പോൾ 5/3 -1 ഇൻറ്റു T1 - 4T1 വരും അല്ലേ? ചെയ്ത് നമുക്ക് -9/8 ഇൻറ്റു RT1 ആണ് ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത കൈനറ്റിക് തിയറി എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. For a given gas at 1 atm pressure, RMS speed of the molecules is 200 meter per second at 127 degrees Celsius. At 2 atm pressure and 227 degrees Celsius, RMS speed of the molecules will be. നമുക്ക് RMS speed of the molecules പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T ആണ് വരിക അല്ലേ? അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് V2 ഡിവൈഡഡ് ബൈ V1 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് T2 ഡിവൈഡഡ് ബൈ T1 ആണ് വരിക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2 എന്ന് പറയുമ്പോൾ 227 പ്ലസ് 273 ഡിവൈഡഡ് ബൈ 127 പ്ലസ് 273 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 500 ബൈ 400 വരും. എന്ന് പറയുമ്പോൾ റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അപ്പോൾ V2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു V1. സോ ഇറ്റ് ഇസ് റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 200 വരും. അപ്പോൾ നമുക്ക് 100 റൂട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ 3 വരും. അടുത്ത ക്വസ്റ്റൻ, when heat Q is applied to a diatomic gas of rigid molecules at constant volume, its temperature increases by delta T. The heat required to produce the same change in temperature at a constant pressure is. അപ്പോൾ ഡയറ്റമിക് ഗ്യാസ് ആണ് അല്ലേ? ഡയറ്റമിക് ഗ്യാസ് ആണ്. റിജിഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവിടെ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ അതിനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ CP കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ആദ്യം ഹീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ T ആണ്. അപ്പോൾ Q ഹീറ്റാണ് സപ്ലൈ ചെയ്തത്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു ഡെൽറ്റ T ആണ്. അപ്പോൾ N ഇൻറ്റു CVയുടെ വാല്യൂ എത്ര വരും? 5/2 R വരും ഇൻറ്റു ഡെൽറ്റ T എന്ന് വരും. ശരിയല്ലേ? അടുത്തത് ഇതേ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് എത്ര ഹീറ്റ് വേണമെന്നാണ് ചോദ്യം. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമുക്കറിയാം NCP ഇൻറ്റു ഡെൽറ്റ T ആണ് അല്ലേ? അപ്പോൾ N ഇൻറ്റു 7/2 R ഇൻറ്റു ഡെൽറ്റ T എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ Q'/Q നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7/5 ആണ് കിട്ടുക. അപ്പോൾ Q' വാല്യൂ എന്ത് വരും? 7/5 ഇൻറ്റു Q എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, അപ്പോൾ അടുത്ത ഓസിലേഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. A particle undergoes simple harmonic motion has time dependent displacement given by x is equal to a sin pi t by 9d. The ratio of kinetic to potentiality of this particle at t equal to 210 seconds will be. അപ്പോൾ നമുക്ക് ആദ്യം x കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ x is equal to a sin pi ഇൻറ്റു ടൈം നമുക്ക് തന്നിരിക്കുന്നത് 210 ആണ് ഡിവൈഡഡ് ബൈ 90 വരും അല്ലേ? അപ്പോൾ നമുക്ക് a sin നമുക്ക് 3 വെച്ച് വെട്ടുവാണെങ്കിൽ 7 pi ഡിവൈഡഡ് ബൈ 3 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു a sin 2 pi പ്ലസ് പൈ ബൈ 3 വരും. അപ്പോൾ സൈൻ 2 pi പ്ലസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 3 ആണ്. അപ്പോൾ a sin പൈ ബൈ 3 എന്ന് പറയുമ്പോൾ √3/2 ആണ് വരിക. നമുക്ക് √3a/2 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഓക്കെ,
അപ്പോൾ √3a/2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? ½ k × a² - x² ആണ്. നമുക്ക് ½ k × a² - 3a² / 4 വരും. അപ്പോൾ നമുക്ക് ½ k × a² / 4 എന്ന് വരും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എടുത്താൽ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ = ½ k x² ആണ്. അപ്പോൾ നമുക്ക് ½ k × 3a² / 4 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ക്ലിയർലി റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? k/u എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/3 ആണ് ആൻസർ വരിക. ഓക്കെ, ആൻസർ ഇസ് 1/3. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. A closed organ pipe has a fundamental frequency of 1.5 kHz. The number of overtones that can be distinctly heard by a person with this organ pipe will be. Assume that the highest frequency a person can hear is 20,000 Hz. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1.5 kHz ആണ്. നമുക്ക് എത്ര ഓവർടോൺസ് കേൾക്കാൻ പറ്റുന്ന എത്ര എന്നാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ 20,000 വരെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ താഴെ വരുന്ന ഫ്രീക്വൻസിയിൽ എത്രയൊക്കെയാണ്? അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡ് ഹാർമോണിക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1.5 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാർമോണിക്സ് വരുന്നത് 2n+1 × 1.5 ആണ് വരിക അല്ലേ? സോ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 20,000 ആയിരിക്കണം. അപ്പോൾ 20 kHz നമുക്ക് കൊടുക്കാം. അപ്പോൾ 2n+1 വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 / 50 നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 വെച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എത്ര വരും? ദാറ്റ് ഈസ് 40 / 3 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 13 പോയിൻ്റ് ആണ് വരിക അല്ലേ? 13 × 3 49 ആണ്. അപ്പോൾ 13.3 എന്ന് പറഞ്ഞാണ് നമുക്ക് വരിക. അപ്പോൾ 2n+1 വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ലെസ് ദാൻ എത്ര ആയിരിക്കണം? 13 ആയിരിക്കണം. ശരിയല്ലേ? എന്ന് പറയുമ്പോൾ 2n വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കണം. അപ്പോൾ n വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഓവർടോൺസ് എത്ര വരും? നമ്പർ ഓഫ് ഓവർടോൺസ് നമുക്ക് 6 വരെയാണ് കേൾക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം. 2 ഐഡൻറ്റിക്കൽ കണ്ടക്ടിങ് സ്പിയേഴ്സ് A and B ക്യാരി ഈക്വൽ ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഐഡൻറ്റിക്കൽ കണ്ടക്ടിങ് സ്പിയേഴ്സ് ഉണ്ട് A and B. ദേ ക്യാരി ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ Q and Q ആണെന്ന് വിചാരിക്കുക. ദേ ആർ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ് ആൻഡ് അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? F ആണെന്ന് പറയുന്നുണ്ട്. സോ F ഈസ് പ്രൊപ്പോർഷണൽ ടു Q² ആണ് വരിക അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് ആണ്. ഇനി തേർഡ് ഐഡൻറ്റിക്കൽ കണ്ടക്ടിങ് സ്പിയർ C ഈസ് അൺചാർജ്. C അൺചാർജാണ്, ഐഡൻറ്റിക്കൽ ആണ് ടു A and B. അതിനാദ്യം നമ്മൾ AU ആയിട്ട് ടച്ച് ചെയ്യുന്നു. നമുക്കറിയാം ഐഡൻറ്റിക്കൽ സ്പിയേഴ്സ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ചാർജസ് പകുതിയാവും. അപ്പം സിയിൽ ഇനിഷ്യലി ചാർജ് ഇല്ല, എയിൽ ചാർജ് Q ആണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജസ് പകുതിയാവും. അപ്പോൾ Q/2 ആവും. ശരിയല്ലേ? അപ്പോൾ എയിലെ ചാർജ് ഇപ്പോൾ എത്രയായി? Q/2 ആയി. സിയിലെ ചാർജും Q/2 ആണ്. ഇനി ആ C കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയിലോട്ട് ടച്ച് ചെയ്യുന്നു. അപ്പോൾ സിയിലെ ചാർജ് Q/2, ബിയിലെ ചാർജ് Q. ടോട്ടൽ ചാർജ് 3Q/2 വരും. അപ്പോൾ അതിൻ്റെ പകുതി 3Q/4 ആണ് വരിക. അപ്പോൾ ബിയിലെ ഫൈനൽ ചാർജ് എത്രയായിട്ട് മാറി? 3Q/4 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇവർക്കിടയിലുള്ള ഫോഴ്സ് സെയിം ഡിസ്റ്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ F ഇപ്പോൾ എന്തിനോട് പ്രൊപ്പോർഷണലായി? ഇവരുടെ പ്രൊഡക്റ്റ് അല്ലേ വരിക? അപ്പോൾ നമുക്ക് 3Q² / 8 എന്ന് വരും. ശരിയല്ലേ? പുതിയ ഫോഴ്സ്. അപ്പോൾ റേഷ്യോ എടുത്താൽ F'/F വരുന്ന എത്രയാണ്? 3/8 ആണ്. അപ്പം പുതിയ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3/8 × F ആണ് വരിക. ഓക്കെ, ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 4 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. An electric dipole of moment P is equal to I minus 3J plus 2K is at the origin. The electric field due to this dipole at minus I plus 3J plus 5K is parallel to. നമ്മളോട് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. R.P 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചോദിക്കാതെ തരാം. ഇത് ചോദിക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ കിടന്നൊന്ന് കറങ്ങും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ R.P 0 എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഡൈപോൾ മൊമെൻറ്റും പൊസിഷൻ വെക്ടറും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡ് ഏത് ഡയറക്ഷന് പാരലായിരിക്കും എന്നാണ് ചോദ്യം.
ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറയുമ്പോൾ ഈ വെക്ടറിൻ്റെ മൈനസ് വരണം. ഈ വെക്ടറിൻ്റെ മൈനസ് വരുന്നത് എവിടെ? ഓപ്ഷൻ 2-ലല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. ശരിയല്ലേ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. A hollow cylinder has a charge q coulomb at its center. If phi is the electric flux in units of voltmeter associated with the curved surface B, then the flux linked with the plane surface A in units of voltmeter will be. Okay. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്യൂ ചാർജ് ഇതിൻ്റെ സെൻറ്ററിലുള്ളതായിട്ട് പറയുന്നുണ്ട്. ക്യൂ ചാർജ് കറക്റ്റ് സെൻറ്ററിലാണ്, അപ്പോൾ സിമെട്രിക്കലി പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇതൊരു ക്ലോസ് സർഫസ് ആയതുകൊണ്ട് ഗോസസ് ലോ പ്രകാരം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? Q/ε0 ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഫ്ലക്സ് ത്രൂ എ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫ്ലക്സ് ത്രൂ ബി ഫൈ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള ഫൈ ആണ്. ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇതിലോട്ടുള്ള ഫൈ ഡാഷ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിമെട്രി പ്രകാരം ഇതിലോട്ടുള്ളതും ഫൈ ഡാഷ് ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5 + 5' + 5' 2 5' വരും. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ ε0 ആണ്. അപ്പോൾ 2 5' എന്ന് പറഞ്ഞാൽ എന്ത് വരും? Q/ε0 - 5 എന്ന് കിട്ടും. ഓർ 5' വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ടൈംസ് Q/ε0 - 5 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. 1/2 ടൈംസ് Q/ε0 - 5 വരും. അടുത്ത ക്വസ്റ്റ്യൻ. 3 concentric metal shells A, B and C of respective radii A, B and C have surface charge densities +σ, -σ and +σ respectively. Potential of shell B is. അപ്പോൾ നമുക്ക് 3 ഷെല്ലുകളുണ്ട്. ഓക്കെ. A, B and C. ഇതിൻ്റെ റേഡിയസ് A ആണ്, ഇതിൻ്റെ റേഡിയസ് B ആണ്, ഇതിൻ്റെ റേഡിയസ് C ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ചാർജ് +σ ആണ്, സർഫസ് ചാർജ്. ഇതിൻ്റെ -σ, ഇതിൻ്റെ വീണ്ടും +σ ആണ്. A, ഇത് B, ഇത് C. അപ്പോൾ നമുക്ക് ബിയിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ബിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം എ ബിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എക്സ്റ്റീരിയർ പോയിന്റ് ആയതുകൊണ്ട് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു KQ / R ആണ്. ശരിയല്ലേ? അപ്പോൾ K ഇൻറ്റു എയിലെ ചാർജ് എത്ര ആണ്? σ ഇൻറ്റു 4πa² വരും, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിയിലോട്ടുള്ളത് B ആണ്. ഇനി അടുത്ത ബി തന്നെ അതിൻ്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് -K ഇൻറ്റു σ ഇൻറ്റു 4πb² ഡിവൈഡഡ് ബൈ B വരും. ശരിയല്ലേ? ഇനി സി ബിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സിയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആയതുകൊണ്ട് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ യൂണിഫോം ആയിരിക്കും. അപ്പോൾ +K ഇൻറ്റു σ ഇൻറ്റു 4πc² ഡിവൈഡഡ് ബൈ C വരും. ഇപ്പോൾ ഇവിടുന്ന് ഒരു C കട്ട് ചെയ്യാം, ഒരു ബിയും കട്ട് ചെയ്യാം. അപ്പോൾ VB ഇസ് ഈക്വൽ ടു നമുക്ക് കെയുടെ വാല്യൂ 1/4πε0 ആണ്, ഇൻറ്റു σ ഇൻറ്റു 4π എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? പോയിട്ട് A² ഡിവൈഡഡ് ബൈ B - B + C എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് 4π കട്ട് ചെയ്യാം. അപ്പോൾ VB ഇസ് ഈക്വൽ ടു σ/ε0 ഇൻറ്റു A² - B² ഡിവൈഡഡ് ബൈ B + C നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. σ/ε0ൻ്റെ A² - B² ബൈ B + C. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. In the given circuit, the charge on the 4 microfarad capacitor will be. ഇപ്പോൾ ഇവിടെ 10 വോൾട്ടിൻ്റെ സെല്ലുണ്ട്, ഇവിടെ 3 മൈക്രോഫാരഡ് ഉണ്ട്. നമുക്കപ്പോൾ ഈ ബ്രാഞ്ച് മാത്രം നോക്കിയാൽ, കാരണം രണ്ടും പാരൽ ബ്രാഞ്ച് കൊണ്ട് രണ്ടിനും അക്രോസ് 10 വോൾട്ട് കാണും. അപ്പോൾ ഞാൻ മേളിലുള്ള ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ അവിടെ 4 ഉണ്ട്, 1ഉം 5ഉം എന്താണ്? പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അവരുടെ എഫക്റ്റീവ് എത്ര വരും? 6 വരും. ഇവിടെ 4 മൈക്രോഫാരഡ്, ഇവിടെ 6 മൈക്രോഫാരഡ് വരും. ടോട്ടൽ നമ്മൾ 10 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്, 10 വോൾട്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് V1, ഇവിടെ വോൾട്ടേജ് V2 ആണ് നമുക്ക് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് V1 V2 റേഷ്യോ അല്ലേ? അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് രണ്ടിലെയും ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ C ഇൻറ്റു V ആണ്. ദാറ്റ് മീൻസ് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആയിരിക്കും. അപ്പോൾ നമ്മൾ V1/V2 എടുത്താൽ എന്ത് വരും? V1/V2 ഇസ് ഈക്വൽ ടു C2 ഡിവൈഡഡ് ബൈ C1 ആണ്. എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ 3/2 വരും. ഓക്കെ. ഇനി V1ഉം V2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? V1 + V2 എടുത്താൽ നമുക്ക് 10 വോൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ നോക്കുവാണെങ്കിൽ V1 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 ഡിവൈഡഡ് ബൈ 5 ആണ് വരിക. ഓക്കെ. അപ്പോൾ V1ൻ്റെ വാല്യൂ നമുക്ക് 6 ആണെന്ന് കിട്ടും. V1 6 ആണെങ്കിൽ അപ്പോൾ V2 എത്ര ആയിരിക്കും? 4 വോൾട്ട് ആയിരിക്കും, കാരണം 6 + 4 ആണ് 10 കിട്ടുക. ഓക്കെ. അപ്പോൾ ഇവിടെ
6 വോൾട്ടും ഇവിടെ 4 വോൾട്ടും ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ചാർജ് അല്ലേ വേണ്ടേ? ഇതിലെ ചാർജ് അപ്പോൾ എന്ത് വരും? Q is equal to CV ആണ് വരും. അപ്പോൾ 4 മൈക്രോ ഫാരഡ് ഇൻറ്റു 6 വോൾട്ട് വരും എന്ന് പറയുമ്പോൾ 24 മൈക്രോ കുളോംബ് ആണ് ആൻസർ വരും. ഓക്കെ, 24 മൈക്രോ കുളോംബ് വരും. ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Drift speed of electrons when 1.5 ampere of current flows in a copper wire of cross section 5 millimeter square is V. If the electron density in copper is 9 into 10 raised to 28 per meter cube, the value of V in millimeter per second is close to. Okay. അപ്പോൾ millimeter per second അടുത്തുള്ള രീതിയിൽ വേണം നമുക്ക് വാല്യൂ എഴുതാനായിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി, കറണ്ട്, നമ്പർ ഡെൻസിറ്റി, ക്രോസ് സെക്ഷണൽ ഏരിയ ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NE ഇൻറ്റു A ആണ്. അപ്പോൾ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1.5 ആണ് ഡിവൈഡഡ് ബൈ നമ്പർ ഡെൻസിറ്റി 9 ഇൻറ്റു 10 റെസ്റ്റ് ടു 28 ആണ്. ഇലക്ട്രോൺ ചാർജ് 1.6 ഇൻറ്റു 10 റെസ്റ്റ് ടു -19. ക്രോസ് സെക്ഷൻ ഏരിയ 5 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 5 ഇൻറ്റു 10 റെസ്റ്റ് ടു -6 വരും അല്ലേ? ഇത് രണ്ട് വെട്ടിയാൽ 0.3 വരും. അപ്പോൾ നമുക്ക് വി ഡി എന്ത് വന്നു? വി ഡി ഇസ് ഈക്വൽ ടു 0.3. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 10 റേസ് ടു -1 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു ഇവിടെ 10 റേസ് ടു 28 ഉണ്ട്, ഇത് 25. അപ്പോൾ 9 ഇൻറ്റു 10 റേസ് ടു 28 ഇൻറ്റു 10 റേസ് ടു -25 നമുക്ക് വെട്ടിയാൽ താഴെ 3 വരും. ഒരു ഇൻറ്റു 1.6 കൂടെ ഉണ്ടേ. അപ്പോൾ താഴെ നമുക്ക് വരുന്നത് 1.6 ഇൻറ്റു 3 നമുക്ക് എത്ര വരും? 4.8 വരും. അപ്പോൾ ഇത് മേളിൽ പോകുമ്പോൾ 10 റേസ് ടു 24 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 28. അപ്പോൾ 10 റേസ് ടു -4 വരും ഡിവൈഡഡ് ബൈ 4.8 വരും. അപ്പോൾ റഫ്ലി ഇതിനെ 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 10 റേസ് ടു -4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരേണ്ടത്. ഓക്കെ, എന്ന് പറയുമ്പം മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ എത്ര വരും? 0.02 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ്. അപ്പോൾ 3 ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസുകൾ ട്രയാങ്കിളിൻ്റെ രീതിയിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് സൈഡ്സ് ആയിട്ട്. അപ്പോൾ അതിന് അക്രോസ് ഒരു ഏതെങ്കിലും ഒരു കോർണറിന് അക്രോസ് 2 അഡ്ജസ്റ്റൻറ്റ് കോർണേഴ്സിന് അക്രോസ് നമ്മൾ 2 വോൾട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിലോട്ടുള്ള കറണ്ട് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദാണ്ട് ഈ 2 റെസിസ്റ്റൻസുകൾ സീരീസിലാണ്. 30 + 30 60 വരും, ശരിയല്ലേ? ഈ 60 ഈ 30യുമായിട്ട് പാരലലാണ്. അപ്പോൾ 60 30 പാരലാണെങ്കിൽ ഇക്വലൻറ്റ് 20 വരും. അപ്പോൾ R ഇക്വലൻറ്റ് നമുക്ക് കിട്ടി 20 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ V/R ഇക്വലൻറ്റ് വരും അല്ലേ? അപ്പോൾ V 2 ആണ് ഡിവൈഡഡ് ബൈ 20. സോ ആൻസർ ഇസ് 1/10 ആംപിയർ വരും. ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ദ റീഡിംഗ് ഓഫ് ദി ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ ഈസ്. നമുക്കിവിടെ ഒരു 20 30 30 20 ഉണ്ട്. ഓക്കെ, ഇതൊരു ഐഡിയൽ വോൾട്ട്മീറ്റർ. ഐഡിയൽ വോൾട്ട്മീറ്റർ ആകുമ്പോൾ അതിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്, അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കത്തില്ല, ശരിയല്ലേ? അപ്പോൾ ഈ 20യും 30യും നമുക്ക് സീരീസിലെടുക്കാം, ഇവിടുത്തെ 30 20 സീരീസിലെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ഡയഗ്രാം വരച്ചാൽ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, ഇവിടെ 30 20, ഇവിടെ 20 30 ഓം ആണ് വരിക. ഇത് 2 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2 ബ്രാഞ്ചുകളുടെ റെസിസ്റ്റൻസ് സെയിം ആണ്. 20 + 30 50 ഓം ആണ് വരിക അല്ലേ? അപ്പോൾ രണ്ടിനെ അക്രോസ് 2 വോൾട്ട് ആയതുകൊണ്ട് രണ്ടിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. രണ്ടിലൂടെ എത്ര വെച്ച് പോകും? 2/50 ആംപിയർ വെച്ചായിരിക്കും കറണ്ട് പോവുക. 2/50 ആംപിയർ. നമുക്ക് ഈ 2 പോയിന്റുകൾക്ക് അക്രോസ് ആണ് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കിയാൽ പോരെ? അതിന് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജോടെ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ പോരെ? അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് 2/50 ഇൻറ്റു 30 - 20 വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് 2/50 ഇൻറ്റു എത്ര വന്നു? 10 വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് 2/5 വരും, അതായത് 0.4 വോൾട്ടാണ് നമുക്ക് ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, 0.4 വോൾട്ടാണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ദ സർക്യൂട്ട് ഷോൺ ദ കറണ്ട് ഇൻ ദ 1 ohm റെസിസ്റ്റർ ഈസ്. അപ്പോൾ 1 ohമിലോട്ടുള്ള കറണ്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കിർച്ചോസ് റൂൾസ് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം. ഓക്കെ, ഞാൻ കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിലൂടെ I1 കറണ്ട്, ഇതിലൂടെ I2 കറണ്ട്. I2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടുള്ള കറണ്ട് I1 - I2 വരും അല്ലേ? ഇതിലൂടെ I1 - I2 ആണ്, ഇതിലൂടെ I1 ആണ്. ഇപ്പോൾ 2 ലൂപ്പുകൾ നമുക്ക് കിട്ടും, ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം.
ഇപ്പോൾ ലൂപ്പ് 1-ൽ നമ്മൾ കിർച്ചോസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഒരു ഡയറക്ഷൻ നമ്മൾ പോവുകയാണെങ്കിൽ 9 - 2i1 - i2 - 3i1 = 0 എന്ന് വരും. അപ്പോൾ നമുക്ക് 9 - 5i1 - i2 = 0 എന്ന് വരും. അപ്പോൾ 5i1 + i2 = 9 ആണെന്ന് കിട്ടും. ഇതൊരു ഇക്വേഷൻ. രണ്ടാമത്തെ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? രണ്ടാമത്തെ ലൂപ്പിൽ 6 - 3 × i1 - i2. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ +i2 = 0 എന്ന് വരും. അപ്പോൾ നമുക്ക് 6 - 3i1, പിന്നെ അത് 3i2 + i2 4i2 വരും, = 0. ഓക്കെ, അപ്പോൾ നമുക്ക് 3i1 - 4i2 = 6 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നമുക്ക് i2 ആണ് വേണ്ടത്. i2 കളയാൻ വേണ്ടിയിട്ട് നമുക്ക് 1-നെ 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 15i1 + 3i2 = 27 എന്ന് വരും. ഓക്കെ, സെക്കൻഡ് ഇക്വേഷന് 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 15i1 - 20i2 = 30 എന്നും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 3 - -20 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 23 വരും. 23i2 = -3 എന്ന് വരും. അപ്പോൾ i2ൻ്റെ വാല്യൂ -3/23 ആംപിയർ ആണ് വരിക. ഓക്കെ, -3/23 എന്ന് പറയുമ്പോൾ 0.13 ആംപിയർ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മൈനസ് കിട്ടാൻ കാരണം എന്താ? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് Q ആണ്. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആക്ച്വലി എവിടെ നിന്നാണ്? Q to P ആണ്. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0.13 ആംപിയർ ആണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ 1 വരും. ഓക്കെ, ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ. A particle of mass m and charge q moves with a constant velocity v along the positive x direction. It enters a region containing a uniform magnetic field B directed along the negative z direction, extending from x = a to x = b. The minimum value of v required so that the particle can just enter the region x greater than b is. അപ്പം ഇത് x = a എന്ന് പറയുന്നൊരു ഭാഗമാണ്, ഇത് x = b എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ, നെഗറ്റീവ് z ഡയറക്ഷനിൽ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുവാണ് ഹൊറിസോണ്ടലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് x = b ക്രോസ് ചെയ്യാൻ പറ്റണം. x ഗ്രേറ്റർ ദാൻ ബിയിലോട്ട് അതിന് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിയുടെ മിനിമം വാല്യൂ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനായിട്ടാണ് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വരിക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ mv/qb ആണ് അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ mv/qb. അപ്പോൾ r ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v ആണ്. അപ്പോൾ വെലോസിറ്റി എത്രത്തോളം കൂടുതലാണോ റേഡിയസ് ഓഫ് കർവേച്ചർ അതിലോളം കൂടുതലായിരിക്കും. അപ്പം v കുറവാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറും കുറവായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇതിനകത്തുനിന്ന് തന്നെ തിരിച്ച് x <a പാർട്ടിക്കിൾ വരത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനെയെങ്കിലും ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വാല്യൂ എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? b-a കൂടുതലായിരിക്കണം, ശരിയല്ലേ? അപ്പോൾ r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ b-a ആണ് എന്ന് പറയുമ്പോൾ mv/qb ഗ്രേറ്റർ ദാൻ b-a ആണ്. അപ്പോൾ v ഷുഡ് ബി ഗ്രേറ്റർ ദാൻ qb ഇൻറ്റു b-a ഡിവൈഡഡ് ബൈ m ആണ് അല്ലേ? ആൻസർ എന്ത് വരും? ഓപ്ഷൻ 2 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. A long straight wire along the z axis carries a current I in the negative z direction. The magnetic vector B at a point having coordinates xy in the z = 0 plane is. അപ്പോൾ ഞാൻ എക്സും വൈ ഇവിടെ വരയ്ക്കുവാണ്. ഇതാണ് z = 0 എന്ന് പറയുന്ന പ്ലെയിന്. ഓക്കെ, അപ്പോൾ കറണ്ട് പോകുന്നത് നെഗറ്റീവ് z ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ കറണ്ട് അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുക അല്ലേ? സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് XY എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്സിൽ ഇതിൻ്റെ വെക്ടർ ഫോം എങ്ങനെ വരുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, ഇതെൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. ഓക്കെ, ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ച് നോക്കിയാൽ മതി. ഇതാണ് നമുക്ക് ബി വരിക, ശരിയല്ലേ? അപ്പോൾ ബിയെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരും, ഇങ്ങോട്ടേക്കൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റും വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നോക്കിയാൽ ഇത് തീറ്റയാണെന്ന് 90 - θ ആണ്. അപ്പോൾ ഇത് തീറ്റ ആയേ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇത് ബി കോസ് തീറ്റ വരും,
ഇത് ബി സൈൻ തീറ്റ വരും. അപ്പോൾ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ബി സൈൻ തീറ്റ ഐ ക്യാപ്. ഓക്കെ, വൈ കമ്പോണൻറ്റ് താഴേക്കാണ്. അപ്പോൾ മൈനസ് ബി കോസ് തീറ്റ ജെ ക്യാപ്പ് വരും. അപ്പോൾ നമുക്ക് ബി വെക്ടർ ഇസ് ഇക്വൽ ടു ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് സൈൻ തീറ്റ ഐ ക്യാപ് മൈനസ് കോസ് തീറ്റ ജെ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ബി വെക്ടർ എന്ത് വരും? ബി വെക്ടർ ഇസ് ഇക്വൽ ടു ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? നമുക്ക് ഈ ഡിസ്റ്റൻസ് ആറാന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ μ0 ഐ ഡിവൈഡഡ് ബൈ 2π r ആണ്. r എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ശരിയല്ലേ? ഇൻറ്റു ഇനി സൈൻ തീറ്റ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ഐ ക്യാപ് മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ജെ ക്യാപ്പ് എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി ഇസ് ഇക്വൽ ടു μ0 ഐ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും ഇൻറ്റു വൈ ഐ ക്യാപ്പ് മൈനസ് എക്സ് ജെ ക്യാപ്പ് എന്ന് വരും. ഇതാണ് നമുക്ക് ഫീൽഡിൻ്റെ വാല്യൂ വരിക. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 വരും. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. Two magnetic dipoles x and y are placed at a separation d with their axes perpendicular to each other. The dipole moment of y is twice that of x. A particle of charge q is passing through their midpoint p at an angle theta equal to 45 degree with the horizontal. What should be the magnitude of force on the particle at that instant? ഇപ്പോൾ ഇവിടെ രണ്ട് ഡൈപ്പോളുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റ് ഇങ്ങോട്ടും ഇതിൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റ് താഴേക്കുമാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇതിൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡബിൾ ആണ് ഇതിൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റ് വരിക. അതിനൊരു കാരണമുണ്ട്. കാരണം പി എന്ന് പറഞ്ഞാൽ ഈ ഡൈപ്പോളിൻ്റെ ആക്സിൽ പോയിൻറ്റും ഈ ഡൈപ്പോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിൻറ്റുമാണ്. അപ്പോൾ ഒരേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപ്പോൾ മൊമെൻ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഫീൽഡ് ആയിരിക്കും ഇതുണ്ടാക്കുക. പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡൈപ്പോൾ മൊമെൻറ്റ് ഇരട്ടി ആയതുകൊണ്ട് ഇതിവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇതിവിടെ ഉണ്ടാക്കുന്ന ഫീൽഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലായിരിക്കും. ഇതുണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ടും ഇതുണ്ടാക്കുന്ന ഫീൽഡ് മേളിലോട്ടും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ആ രണ്ട് മാഗ്നിറ്റ്യൂഡുകളും സെയിം ആയതുകൊണ്ട് തീറ്റ കറക്റ്റ് 45 ഡിഗ്രി വരും. നമ്മുടെ പാർട്ടിക്കിൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആംഗിൾ തന്നെയാണ്. എന്ന് പറയുമ്പം ഈ പോയിന്റിലെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡും ആ പോയിന്റിലെ വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്താ? വെലോസിറ്റിയും ബിയും പാരലാണെങ്കിൽ ബിയും പാരലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. QVB സൈൻ തീറ്റ 0 ആണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. വെൻ കറണ്ട് ഇൻ എ കോയിൽ ചേഞ്ചസ് ഫ്രം 5 ആംപിയർ ടു 2 ആംപിയർ ഇൻ 0.1 seconds, ആവറേജ് വോൾട്ട് ഓഫ് 50 വോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഈസ്. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ടി നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? ആവറേജ് EMF എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് L ആണ്. അപ്പോൾ L ഈസ് ഈക്വൽ ടു ആവറേജ് EMF ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ആണ്. അപ്പോൾ ആവറേജ് EMF എത്രയാണ്? 50 ആണ്. ഇൻറ്റു ടൈം 0.1 ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ ചേഞ്ച് 3 ആണ് വരും. അപ്പോൾ 50/3 വരും. 5/3 വരും. ദാറ്റ് മീൻസ് 1.67 ഹെൻറി ആണ് ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ 4 ആണ്. But the conducting circular loop is placed in a uniform magnetic field of 0.004 Tesla with its plane perpendicular to the magnetic field. The radius of the loop starts shrinking at 2 millimeter per second. The induced EMF in the loop when the radius is 2 centimeter is. ഇപ്പോൾ നമുക്കൊരു ലൂപ്പ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ലൂപ്പ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -d5/dt ആണ്. അപ്പോൾ ഇവിടെ ബിയും എ വെക്ടർ ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് -d/dt ഓഫ് ബി ഇൻറ്റു എ എന്ന് വരും. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ πr² ആണ് അല്ലേ? PMF ഈസ് ഈക്വൽ ടു -b ഇൻറ്റു പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് എന്ത് വരും? 2r ഇൻറ്റു dr/dt എന്ന് വരും. ശരിയല്ലേ? PMF ഈസ് ഈക്വൽ ടു -2π br ഇൻറ്റു dr/dt ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -2π ഇൻറ്റു ബി എത്രയാണ്? b 4 ഇൻറ്റു 10⁻⁻² ആണ് ഇൻറ്റു r. റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 2 ഇൻറ്റു 10⁻² അല്ലേ? ഇനി dr/dt എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം റേഡിയസ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് -2 × 10⁻³ ആണ് വരിക. അപ്പം മൈനസും പോവും. അപ്പോൾ നമ്മൾ നോക്കിയാൽ 4 2 8 216 വരും അല്ലേ. 16 × 2 32. അപ്പോൾ -32 π × 10⁻⁻7 വോൾട്ട് വരും, ഓർ 3.2 π മൈക്രോ വോൾട്ട് എന്ന് വരും. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ a metal rod moves at a constant velocity in a direction perpendicular to its length. A constant uniform magnetic field exists in space in a direction perpendicular to the rod as well as its velocity. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം റോഡുണ്ട്. ഓക്കെ, അപ്പോൾ ആ റോഡിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് അത് മൂവ് ചെയ്യുവാണ് വിത്ത് വെലോസിറ്റി v. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അത് പെർപെൻഡിക്കുലർ ടു ബോത്ത് L and V എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഇവിടെ മോഷൻ EMF ഡെവലപ്പ് ആവും അല്ലേ. അപ്പോൾ മോഷൻ EMF നമുക്കറിയാം ഹൈ പൊട്ടൻഷ്യൽ വരുന്ന V × B ഡയറക്ഷനിലാണ്. അപ്പം ഈ എൻഡ് ഹൈ പൊട്ടൻഷ്യൽ, ഈ എൻഡ് ലോവർ പൊട്ടൻഷ്യലുമാണ് വരിക, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡും ഡെവലപ്പ് ആവും. ഹൈ പൊട്ടൻഷ്യലും ലോ പൊട്ടൻഷ്യലോട്ട് ഇലക്ട്രിക് ഫീൽഡും പോയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ an inductance coil has a reactance of 100 ohm. When an AC signal of frequency 1000 Hz is applied to the coil, the applied voltage leads current by 45 degree. Self inductance of the coil is. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൻ്റെ റിയാക്ടൻസ് 100 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലോട്ട് നമ്മൾ 1000 Hz AC സിഗ്നൽ കൊടുത്തു കഴിയുമ്പം എന്ത് പറ്റുന്നുണ്ട്? അപ്ലൈഡ് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 45 degree ആണ്. അപ്പോൾ ഇതൊരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ല. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 degree ആണ് വരേണ്ടത്, ശരിയല്ലേ. അപ്പോൾ ഇതൊരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ഉള്ള ഇൻഡക്ടർ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇതൊരു RL സർക്യൂട്ടായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ tan 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ R ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1. എന്ന് പറയുമ്പോൾ XLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? R ഈക്വൽ ആണ്. ബോത്ത് ഈക്വൽ ടു 100 ohm ആയിരിക്കും ഈ കേസിൽ വരിക. അപ്പോൾ അതിൻ്റെ XL ഈക്വൽ ടു R ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന സാധനം അപ്പോൾ അതിൻ്റെ ആക്ച്വലി ഇമ്പിഡൻസ് ആണ് വരിക അല്ലേ. അപ്പോൾ ഇമ്പിഡൻസ് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു R² + XL² വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കിത് രണ്ടും സെയിം ആയതുകൊണ്ട് x² എന്ന് പറഞ്ഞാൽ Z² ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞുകൊണ്ട് വരും, ശരിയല്ലേ. അപ്പോൾ നമുക്ക് XLൻ്റെ വാല്യൂ Z ഡിവൈഡഡ് ബൈ √2 വരും. അപ്പോൾ XLൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ √2 വരും. ഓക്കെ, അപ്പോൾ 50 √2 ohm ആണ് വരിക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എത്ര എന്നാണ്. അപ്പോൾ XLൻ്റെ വാല്യൂ നമുക്കറിയാം 2πf × L ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ 2πf വരും. അപ്പോൾ നമുക്ക് 50 √2 ഡിവൈഡഡ് ബൈ 2π × ഫ്രീക്വൻസി 1000 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ √2 വരും ആൻഡ് 50 × 2 20 വരും അല്ലേ. അപ്പോൾ 1/20 √2 × π ആണ് നമുക്ക് വരുന്നത്, ശരിയല്ലേ. 1/20 √2 × π. അപ്പോൾ നമുക്ക് ആൻസർ വരിക 0.011 ഹെൻറി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 1.1 × 10⁻⁻² ഹെൻറി ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In an AC circuit, the instantaneous EMF and current are given by E is equal to 100 sin 30t and I is equal to 20 sin 30t minus pi/4. In one cycle of AC, the average power consumed by the circuit and wattless current are respectively. അപ്പോൾ ആവറേജ് പവർ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു VRMS × IRMS × cos ∅ ആണ് അല്ലേ. അപ്പോൾ VRMS നോക്കിയാൽ ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ √2 വരും. IRMS 20 ഡിവൈഡഡ് ബൈ √2 വരും. ഇൻറ്റു കോസ് ഓഫ് ഫേസ് ഡിഫറൻസ് 45 degree ആണ് അല്ലേ. അത് 1/√2 വരും. അപ്പം ഇത് രണ്ടും കൂടെ വെട്ടി നമുക്ക് 10 ആക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് പവർ എന്ത് വരും? ആവറേജ് പവർ വരുന്നത് നമുക്ക് 1000 ഡിവൈഡഡ് ബൈ √2 വാട്ട് വരും. ഓക്കെ, ഇനി വാട്ട്ലെസ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വാട്ട്ലെസ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു IRMS × sin ∅ ആണ്. ഓക്കെ,
അപ്പോൾ IRMS 20/√2 ആണ്. ഇൻറ്റു സൈൻ 45 1/√2 വരും. അപ്പോൾ നമുക്ക് 10 ആംപിയർ ആണെന്ന് കിട്ടും. ഇതാണ് വാട്ട്ലെസ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 2 വരും. ഓക്കെ, അപ്പോൾ അടുത്ത റേപ്റ്റിക്സിലെ ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം. You are asked to design a shaving mirror assuming that a person keeps it 10 cm from his face and views a magnified image of the face at the closest comfortable distance of 25 cm. Radius or curvature of the mirror would be. നമുക്കറിയാം ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് മിറർ ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല, കോൺകേവ് മിറർ ആണ്. അപ്പോൾ മാഗ്നിഫൈഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്കറിയാം എഫിനും പിക്കും ഇടയിലായിരിക്കും അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ടാവുക, ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെർച്വൽ ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഇപ്പുറത്ത് ഫോം ചെയ്യുക, ശരിയല്ല, വെർച്വൽ ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 cm ഫ്രം ദ ഫേസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ 10 cm ഡിസ്റ്റൻസിലാണ് നമ്മളതിനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ദ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഫേസ് അറ്റ് ദ ക്ലോസസ്റ്റ് കംഫർട്ടബിൾ ഡിസ്റ്റൻസ് ഓഫ് 25 cm. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഇമേജിലോട്ടുള്ള ദൂരമാണ് 25 cm എന്ന് പറയുമ്പം ഈ ദൂരമാണ് 25 cm ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? ഇമേജ് ഡിസ്റ്റൻസ് 15 cm ആണ് വരിക, ശരിയല്ലേ. അപ്പോൾ നമ്മൾ മിറർ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/u + 1/v = 1/f ആണ്. അപ്പോൾ നമുക്ക് 1/f = 1/-10 + 1/15 എന്ന് പറഞ്ഞുകൊണ്ട് വരും. 1/f = 1/15 - 1/10 വരും. സോ 10 - 15 - 5 / 10 × 15 വരും. ഓക്കെ, അപ്പോൾ 1/f എന്താണെന്ന് കിട്ടി? ദാറ്റ് ഇസ് ഇക്വൽ ടു -1/30 എന്ന് കിട്ടി. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്ര വരും? എഫ് ഇസ് ഇക്വൽ ടു -30 cm ആണ്. അങ്ങനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര വരും? ദാറ്റ് ഇസ് ഇക്വൽ ടു 2f. അപ്പോൾ -60 cm ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ 3. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. In a photoelectric effect experiment, the graph of stopping potential V versus reciprocal of wavelength obtained is shown in figure. As the intensity of incident radiation is increased, ഗ്രാഫിന് എന്ത് ചേഞ്ച് പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് 1/λ ഗ്രാഫാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? EVS = hc/λ - 5 ആണ്. അപ്പം ഈ VSൻ്റെ വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ VS = hc / E × 1/λ - 5/E ആണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ y ആക്സിസിലും 1/λ x ആക്സിസിലുമാണ്. അപ്പോൾ y = mx + c എന്നുള്ള രീതിയിലുള്ള സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഒരു ഫിസിക്കൽ കോൺസ്റ്റൻറ്റ് hc/E മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. y ഇൻ്റർസെപ്റ്റ് വർക്ക് ഫംഗ്ഷന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പാരാമീറ്ററും ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അനുസരിച്ച് മാറുന്നില്ല. അതുകൊണ്ട് ഗ്രാഫ് ഡസ് നോട്ട് ചേഞ്ച് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമുക്കൊരു ലോജിക് ഗേറ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് നോക്കുക, ദ ലോജിക് ഗേറ്റ് ഇക്വലന്റ് ടു ദ ഗിവൺ ലോജിക് സർക്യൂട്ടീസ്. അപ്പോൾ നമുക്കിവിടെ ഒരു 2 നോട്ട് ഗേറ്റുകളും ഒരു നാൻഡ് ഗേറ്റുകളും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻപുട്ട് നേരെ കോംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എ എന്നുള്ളത് എന്തായിട്ട് മാറും? A കോംപ്ലിമെൻ്റ് ആവും. ബി എന്നുള്ളത് B കോംപ്ലിമെൻ്റ് ആയിട്ട് മാറും, ശരിയല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് നാൻഡിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നാൻഡിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? A കോംപ്ലിമെൻറ്റ് × B കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് വരും, ശരിയല്ലേ. അപ്പോൾ ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് A കോംപ്ലിമെൻറ്റ് ഓർ B കോംപ്ലിമെൻറ്റ് വരും. സോ ദാറ്റ് ഈസ് A ഓർ B എന്ന് കിട്ടും. അപ്പോൾ ഇത് ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്? A ഓർ B ആണ്. അപ്പോൾ ഓർ ഓപ്പറേഷനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, 2. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നമ്മൾ മിക്സ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള ചോദ്യം ഉണ്ടായിരുന്നു, കുറച്ച് എബവ് ആവറേജ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, പിന്നെ തീരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെയായിരിക്കും നമുക്ക് നീറ്റിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഫിസിക്സിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഈസി ആയിരിക്കത്തില്ല. ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് നമുക്കൊരു ബിലോ ആവറേജ് ലെവലിലും, ഒരു 10 to 20% ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എബോ ആവറേജ് ഒരു 5% നമുക്കൊരു അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവലിലും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം മെയ് 3 എല്ലാവർക്കും
ഓൾ ദ ബെസ്റ്റ്. പരീക്ഷയിൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പ്രിപ്പയർ വെൽ ആൻഡ് God bless you. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.